എല്ലാവർക്കും വേഗം വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. ഇന്ന് നമ്മുടെ ലൈവിലുള്ളത് പാസ്റ്റർ ഷാജി വി ജോസഫ്. കഴിഞ്ഞ ആഴ്ച ഷാജി പാസ്റ്ററുടെ നേതൃത്വത്തിലുള്ള ബൈബിൾ ക്ലാസ് നടന്നില്ല. എന്നാൽ ഈ ആഴ്ച നമുക്ക് ബൈബിൾ ക്ലാസ്സിൽ പങ്കെടുക്കുവാൻ ഇടയാകുന്നു. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഷാജി പാസ്റ്ററെ ഗോസ്പൽ TV UP എന്ന യൂട്യൂബ് ചാനലിന് വേണ്ടി ഞാൻ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഞാനിപ്പോൾ തൃശ്ശൂരാണ്. ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട 2-3 ദൈവദാസന്മാരുടെ അനുഭവ സാക്ഷ്യം, ഇസ്ലാം മത വിശ്വാസത്തിൽ നിന്ന് ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് കടന്നു വന്ന വളരെ പ്രഗത്ഭനായിട്ടുള്ള പാസ്റ്റർ അലി, അദ്ദേഹത്തിന്റെ അനുഭവ സാക്ഷ്യം ലഭിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അതുപോലെ ഒരു ജമീല, സിസ്റ്റർ ജമീലയുടെ ഒരു അനുഭവ സാക്ഷ്യം ഇന്ന് കേൾക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഈ ദിവസങ്ങളിൽ ദൈവദാസന്മാരുടെ അനുഭവ സാക്ഷ്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രയോജനമായി തീരുന്നു, അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ഇന്നത്തെ മീറ്റിംഗിലേക്ക് ഷാജി പാസ്റ്ററെ സ്വാഗതം ചെയ്യുന്നു. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു വെരി മച്ച് ദേവാസനെ. താങ്ക് യു. നമുക്കൊരു വാക്ക് പ്രാർത്ഥിച്ച് ദൈവം സമർപ്പിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ക്രിസ്തയേശുവിലൂടെ ഞങ്ങളെ സൃഷ്ടിച്ച് പരിപാലിച്ച് സൂക്ഷിച്ച് വളർത്തിയെടുക്കുന്ന അങ്ങയുടെ മഹാസ്നേഹത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തോത്രം ചെയ്യുന്നു. നല്ല പിതാവേ, അങ്ങ് ഞങ്ങളെ കുറിച്ച് എന്താ ആഗ്രഹിക്കുന്നുവോ അത് ഞങ്ങൾ മനസ്സിലാക്കി ക്രിസ്തുവിൽ അങ്ങുമായി ഒന്നായി തീരുവാൻ, ഒരു കുടുംബമായി തീരുവാൻ, ഒരു കിങ്ഡമായി തീരുവാൻ ഞങ്ങൾ ഇതാ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. പിശാചിനാൽ തലതിരിഞ്ഞു പോയ ഈ ലോകത്തെ അങ്ങ് അങ്ങയുടെ പുത്രനിലൂടെ, അങ്ങയുടെ ആത്മാവിലൂടെ നേരെയാക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങൾ ആരും വീണ്ടും പിശാചിന്റെ തന്ത്രങ്ങളിൽ വീണ് നശിച്ചു പോകാതെ അങ്ങയുടെ സത്യത്തെ മുറുകെ പിടിച്ച് ക്രിസ്തുവാകുന്ന തലയോളം വളർന്ന് ഞങ്ങളുടെ ജീവിത ലക്ഷ്യമായ സ്വർഗീയ പിതാവിൽ എത്തിച്ചേരുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശബ്ദ കാഴ്ചപരിധിയിലുള്ള ഏവരുടെയും ഹൃദയങ്ങളെ തുറന്നു കൊടുക്കണമേ. ഞാൻ ക്രിസ്തുവിൽ അങ്ങയുടെ ശരീരവും ക്രിസ്തുവിന്റെ അവയവവുമല്ലോ ഉപയോഗിച്ചാട്ടെ. അങ്ങയുടെ ആത്മാവിന്റെ കരങ്ങളുടെ കീഴിൽ ഇതായി ഏൽപ്പിച്ചു കൊടുക്കുന്നു. ഞങ്ങളെല്ലാം അങ്ങ് മൂടിയാട്ടെ. പ്രത്യേകിച്ച് കൃതാസിനെയും കൃതാസൻ ചെയ്യുന്ന ശുശ്രൂഷകളെയും ഒക്കെ അങ്ങ് മാനിച്ചാട്ടെ. എല്ലാ മേഖലകളിലും ഒരു അനുഗ്രഹമാക്കി മാറ്റിയാണ്. അത് ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ. പ്രൈസ് ദി ലോർഡ്. പ്രിയ സഹോദരങ്ങളെ, വീണ്ടും ദൈവവചനത്തിന്റെ തണലിലായിരിക്കാൻ, ദൈവരാജ്യത്തിന്റെ മൊഴികൾ മനസ്സിലാക്കുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഗോസ്പൽ TV UPക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യും. കടന്നു വന്നിട്ടുള്ള, തുടർന്ന് വരാനിരിക്കുന്ന നിങ്ങളുടെ ഏവരുടെയും ഹൃദയങ്ങളെ ദൈവം തുറന്നു തരട്ടെ. ദൈവത്തിന് ഇത് ആസിഡീസ് നമ്മുടെ ഹൃദയങ്ങളിൽ വീണ് ഈ ചെറിയ ആയുസിൽ ദൈവത്തിന്റെ ഇഷ്ടം മനസ്സിലാക്കി യേശുക്രിസ്തുവിനെ അനുഗമിച്ച് അത് പൂർത്തിയാക്കുവാൻ നമ്മളെ ഏവരെയും ദൈവം സഹായിക്കട്ടെ. പതിപോലെ ഞാൻ ഓർപ്പിക്കട്ടെ, ഞാനൊരു മതത്തിന്റെയോ ഡിനോമിനേഷന്റെയോ സംഘടനയുടെയോ ആളല്ല. പകരം ദൈവത്തിന്റെ ക്രിസ്തുവിലെ ഭൂമിയിലെ അംബാസിഡറാണ്. അങ്ങനെയാണല്ലോ ദൈവദാസന്മാർക്ക് ദൈവത്തിന്റെ വചനം പേരിട്ടിരിക്കുന്നത്. അതായത് സ്വർഗത്തിലെ ദൈവത്തിന്റെ ഇഷ്ടം തന്റെ മക്കൾക്ക് ഇവിടെ അറിയിക്കുകയും അത് അവരിൽ സാധ്യമാക്കി കൊടുക്കുവാൻ തക്കവണ്ണം ദൈവം ഏതെല്ലാം വിധത്തിൽ ഉപയോഗിക്കുന്നുവോ അതിനെല്ലാം സത്യത്തെ വെളിപ്പെടുത്തി സത്യത്തിന്റെ സാക്ഷ്യം സഹായിക്കുകയും ചെയ്യുകയാണ് ഈ പദ്ധതി. അതുകൊണ്ട് മനുഷ്യരെ പ്രസാദിപ്പിക്കുന്ന യാതൊരു പദ്ധതി ഇവിടെ ഇല്ല. ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെയാണ് പറയുന്നത്, ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിന്റെ ദാസനായിരിക്കുകയില്ല. അപ്പോ മനുഷ്യരെയൊക്കെ സ്നേഹിക്കുക. ദൈവത്തിന്റെ ഇഷ്ടം മനുഷ്യർക്ക് മുഖം നോക്കാതെ, പണം നോക്കാതെ, സ്ഥാനം നോക്കാതെ പറഞ്ഞു കൊടുക്കുക. നിങ്ങളിൽ നിന്നൊന്നും പ്രതീക്ഷിക്കുന്നില്ല, ഒരു കൈമടക്ക് പോലും. പകരം ദൈവത്തിന്റെ ഇഷ്ടം ആസിഡ് നിങ്ങൾ എത്തിക്കുക എന്നുള്ളത് പ്രതീക്ഷിക്കുന്നു. അതിൽ നിങ്ങൾ സഹകരിക്കുക. സഹകരിച്ചാൽ അവനവന്
നല്ലത്. നിങ്ങൾ ആരും എന്റെ പുറകെയല്ല വരേണ്ടത്, എല്ലാവരും ക്രിസ്തുവിന്റെ പുറകെയാണ് പോകേണ്ടത്. ക്രിസ്തു ആകുന്ന തലയോളമാണ് വളരേണ്ടത്. അതിലൂടെ നമ്മുടെ ലക്ഷ്യസ്ഥാനം എന്ന് പറയുന്നത് യേശുക്രിസ്തു പറഞ്ഞു, വഴി സത്യം ജീവനും ഞാനാകുന്നു, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. സ്വർഗീയ പിതാവാണ് നമ്മുടെ ജീവിത ലക്ഷ്യം. ആ പിതാവോടുകൂടെ ക്രിസ്തുവിൽ ഒന്നാവുക എന്നുള്ളതാണ് നമ്മളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നാം മനസ്സിലാക്കുവാൻ പോകുന്ന ആ ചിന്ത എന്ന് പറയുന്നത് കഴിഞ്ഞ 2 പ്രാവശ്യം ദൈവം തന്റെ ആത്മാവിലൂടെ ഇതിലൂടെ സംസാരിച്ച ആ ചിന്തകളുടെ ഒരു കണ്ടിന്യൂഷനാണ്. കഴിഞ്ഞ 2 പ്രാവശ്യം സംസാരിക്കാൻ ഇടയായത് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. ഏക സത്യ ദൈവം തന്റെ പുത്രനായ ക്രിസ്തുവിലൂടെ ത്രിയേകമായി പ്രവർത്തിക്കുന്നതിനെ കുറിച്ചായിരുന്നു നാം കേട്ടത്. നിങ്ങളെ സംബന്ധിച്ച് ഒരു വ്യത്യസ്തമായ ഒരു ചിന്തയായിരിക്കാം, പക്ഷേ അത് വിശുദ്ധ ബൈബിളിലെ അടിസ്ഥാനപരമായ ചിന്തയാണ്. കഴിഞ്ഞ നാളുകളിൽ നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ പിതാക്കന്മാരും ഈ ചിന്ത ബൈബിളിൽ തിരിച്ചറിഞ്ഞിട്ട് അവർക്ക് ഇതൊന്ന് സമന്വയിപ്പിക്കാൻ വേണ്ടി അവർ ഈ ത്രിയേക പ്രവർത്തനം കൊണ്ട് സ്വർഗീയ പിതാവിൽ ഫിറ്റ് ചെയ്തു. എന്നാൽ ആ ത്രിയേക പ്രവർത്തനം സ്വർഗീയ പിതാവിലല്ല എന്നും അത് ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവിലാണ് എന്നും അവർ തിരിച്ചറിഞ്ഞില്ല. റെവലേഷൻ ഈസ് പ്രോഗ്രസീവ്. എന്നാൽ സ്വർഗീയ പിതാവ് ഏകനായി പ്രവർത്തിക്കുന്ന വ്യക്തിത്വമാണെന്നും ക്രിസ്തയേശുവിന് സ്വയമേ ഒന്നും പ്രവർത്തിക്കാൻ കഴിയുകയില്ല എന്നും തന്റെ എല്ലാ പ്രവൃത്തികളും താൻ ആരംഭിക്കുന്നത് പിതാവിൽ നിന്നാണ് എന്നും അത് പിതാവിന്റെ ആത്മാവിനാലാണ് എന്നും ഉള്ള തിരിച്ചറിവ് കഴിഞ്ഞ 2 സന്ദേശങ്ങൾ നമുക്ക് ലഭിച്ചു. ഒരു വ്യക്തിക്ക് പോലും എതിർ പറയാൻ കഴിയാത്ത വണ്ണം വിശുദ്ധ ബൈബിളിലെ വചനം അതിന് സാക്ഷി നിർത്തിക്കൊണ്ടാണ് അത് അറിയിച്ചത്. പലരും ഇത് കേട്ടിട്ട് ഇന്നും ട്രിവാൻഡ്രത്ത് നിന്ന് ഒരു സഹോദരി, ലൗലി എന്ന് പറയുന്ന സഹോദരി വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ദേവദാസനെ കഴിഞ്ഞ നാളുകളായി ഞങ്ങൾ കഷ്ടപ്പെട്ടു പോയൊരു സംഭവമായിരുന്നു. പക്ഷെ എത്ര ക്ലിയർ ആയിട്ട് ഇത് ദൈവത്തിന്റെ ആത്മാവ് അങ്ങിലൂടെ പറയുവാനായിട്ട് ഇടയായി. ആ സാജുബാറിന് ഇത് തോന്നിയല്ലോ, എന്ത് നന്ദിയാണ്. ഞാൻ പറഞ്ഞു, ഇത് എന്നെയല്ല അറിയിക്കേണ്ട, പുള്ളിയെ അറിയിക്കണ്ടേ. തുടർന്ന് ഞാൻ പറഞ്ഞു, അതിന് അറ്റ്ലീസ്റ്റ് ഒരു കാര്യം നിങ്ങൾ താഴെ കമന്റെങ്കിലും എഴുതിയിട്. അവർ പറഞ്ഞു, ഞങ്ങൾ ലൈക്ക് ചെയ്തിട്ടുണ്ടെന്ന്. ഞാൻ പറഞ്ഞു, യേശു ക്രിസ്തു പറഞ്ഞത് ഇങ്ങനെയാണോ? നിങ്ങൾ ലോകമെല്ലാം പോയി സുവിശേഷം ലൈക്ക് ചെയ്യുന്നാണോ പറഞ്ഞേ? അല്ലല്ലോ, സത്യത്തിന് സാക്ഷി നിൽക്കാന്നല്ലേ പറഞ്ഞേ. അപ്പൊ സാക്ഷി നിൽക്കണമെങ്കിൽ അതിന്റെ താഴെ നിങ്ങൾ സത്യം എഴുതി, നിങ്ങൾക്കുണ്ടായ അനുഭവം എഴുതി ആ സത്യത്തിന് സാക്ഷി നൽകണം. മാത്രമല്ല, എന്നെ വിളിച്ചതുപോലെ ദേവദാസൻ സാജുവിനെ വിളിച്ചു പറയണം, ഇതാ അങ്ങ് ചെയ്തത് വലിയ ഉപകാരമായിരുന്നു എന്ന് പറയണം. അപ്പൊ അദ്ദേഹത്തിന് അതൊരു എൻകറേജ്മെന്റ് ആകും. അത് കൂടുതൽ സത്യത്തെ വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം അതൊരു വലിയൊരു പ്രേരക ഘടകമായിട്ട് മാറും. അപ്പോ പ്രിയ സഹോദരങ്ങളെ, പിന്നെ വേറെ ചിലരുണ്ട് അതിന്റെ താഴെ എഴുതി വെച്ചു, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്നുള്ള ഏക ദൈവം. ഒരുപക്ഷെ നിങ്ങൾ കേൾക്കുന്നുണ്ടാവും, ഏക ദൈവം എന്ന് വിശ്വസിക്കാതെ ആരും സ്വതരായിട്ട് കിടക്കത്തില്ലെന്ന്. ഓക്കെ, അപ്പൊ വേറെ ചില സഹോദരങ്ങൾ അതിന്റെ താഴെ എഴുതി വെച്ചു, അങ്ങനെയൊന്നും ബൈബിളിൽ കണ്ടിട്ടില്ലല്ലോ, ഏത് ബൈബിൾ വചനമാണത്? താഴെ അങ്ങനെ എഴുതി, ഞങ്ങൾക്കും കൂടി ഒന്ന് സഹായിക്കണം ബൈബിൾ വചനം എഴുതിയെന്ന്. അതിന് മറുപടിയായിട്ട് ഒന്നും പോലും അനങ്ങാൻ പോലും പറ്റാതെ ആ വ്യക്തിത്വം നിലകൊള്ളാനായിട്ട് ഇടയായി. അപ്പൊ എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ഇവിടെ എനിക്ക് ജയിക്കണ്ട, ദൈവവചനം ജയിച്ചാൽ മതി. ദൈവവചനം ജയിച്ചാൽ നമ്മൾ ജയിച്ചു. നമ്മൾ ദൈവവചനം മാറ്റുന്നതിൽ, നമ്മുടെ പാരമ്പര്യം കൊണ്ട് ദൈവവചനം മാറ്റുന്നതിൽ ജയിച്ചാൽ നമ്മളെ മാറ്റുന്നതിൽ ദൈവം പരാജയപ്പെടും. നമ്മളെ മാറ്റുന്നതിൽ ദൈവം പരാജയപ്പെട്ടാൽ എന്താ സംഭവിക്കുന്നത്? നമുക്ക് തീപ്പൊയ്കയിലേക്ക് പോകാൻ പറ്റും. കാരണം നമ്മൾ ഓൾറെഡി തീപ്പൊയ്കയുടെ കാൻഡിഡേറ്റ്സാ. എല്ലാവരും നരകത്തിന് യോഗ്യരാണ്. എന്നാൽ അവരെ ആ നരകയാത്രയിൽ നിന്ന് സ്വർഗയാത്രയിലേക്ക് മാറ്റാനാണ് തന്റെ പുത്രനായ ക്രിസ്തുവെ അയച്ചത്. അപ്പൊ വ്യക്തതയോടെ ക്രിസ്തു അവിടെ എന്നെ പറഞ്ഞു നിങ്ങൾക്ക് അറിയാമോ? ക്രിസ്തു വളരെ പ്രിസൈസ് വളരെ ക്ലിയർ ഇൻഫർമേഷൻ നമുക്ക് നൽകി. എന്റെ മുഖമേറ്റ് എന്നോട് പഠിക്കുക. പക്ഷേ എന്റെ ദേവദാസന്മാരെ, ഞാൻ നിങ്ങളെയൊക്കെ സ്നേഹിക്കുന്നു, ദൈവമക്കളെ നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങൾ അതാണോ ചെയ്യുന്നത്? യേശുവിനോട് പഠിക്കുകയാണോ? എനിക്കറിയാം നമ്മളെല്ലാം യേശുവിനെ സ്നേഹിക്കുന്നു, നമ്മൾ യേശുവിനെ സ്തുതിക്കുകയാണ് ചെയ്യുന്നത്, പഠിക്കുകയല്ല ചെയ്യുന്നത്. യേശുവിനെ സ്തുതിച്ചോ അതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷെ യേശുവിനോട് പഠിക്കണ്ടേ? യേശുവിനോട് പഠിക്കണ്ട. ഒരു MBBS കോളേജ് നമ്മൾ പഠിക്കാൻ കയറിയിട്ട് നമ്മളവിടെ കലോത്സവത്തിനും സ്പോർട്സിനും ഒക്കെ നടന്നാൽ മതിയോ? അതൊക്കെ നല്ല കാര്യമാണ്. നമ്മൾ ആ ഗവൺമെന്റ് പറഞ്ഞ 5 വർഷത്തെ സിലബസ് പഠിച്ച് ജയിക്കണ്ടേ?
ഇതുപോലെ യേശു ക്രിസ്തു വളരെ വ്യക്തതയോടെ മത്തായി 11:29 പറയാണ്, എന്റെ നുകമേറ്റ് എന്നോട് പഠിക്കുക, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനായതുകൊണ്ട് എന്റെ നുകമേറ്റ് നിങ്ങൾ എന്നോട് പഠിക്കുക, എങ്കിൽ നിങ്ങളുടെ ദേഹികൾക്ക് ആശ്വാസം കിട്ടും. ആത്മാവെന്ന് മലയാളം ട്രാൻസ്ലേഷൻ മിസ്റ്റേക്ക് ആണ്, ദേഹികൾക്ക്. അപ്പൊ നമ്മുടെ ദേഹികൾക്ക് ആശ്വാസം കിട്ടും എന്ന് പറഞ്ഞാൽ നമ്മുടെ ദേഹി രക്ഷിക്കപ്പെടണം. ഹല്ലേലൂയ. അത് നമ്മുടെ വിശ്വാസത്തിന്റെ അവസാനമാണ്. അതാണ് 1 പത്രോസ് 1:9 പറയുന്നത്, ദ എൻഡ് ഓഫ് യുവർ ഫെയ്ത്ത് ഇസ് ദ സാൽവേഷൻ ഓഫ് യുവർ സോൾസ്. മലയാളത്തിൽ വീണ്ടും ട്രാൻസ്ലേഷൻ തെറ്റാണ്. അവിടെ എഴുതി വെച്ചിരിക്കുന്നു നിങ്ങളുടെ ആത്മാവിന്റെ രക്ഷ എന്നൊക്കെ എഴുതിയാണ്. ആത്മാവിന്റെ രക്ഷയല്ല, ആത്മാവിന്റെ രക്ഷ ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞു. ആത്മാവെന്ന ആദ്യദാനം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ രക്ഷിക്കപ്പെട്ടപ്പോൾ, എന്നാൽ നമ്മുടെ വിശ്വാസത്തിന്റെ അവസാനമാണ് നമ്മുടെ ദേഹിയുടെ രക്ഷ. ദേഹി രക്ഷപ്പെട്ടാലേ നമ്മൾ ദൈവരാജ്യത്തിൽ കയറുള്ളൂ, അവകാശമാകത്തുള്ളൂ കേട്ടോ. അപ്പൊ വളരെ വ്യക്തതയോടെ നമ്മൾ എല്ലാവരും പഠിക്കണം. 1 പത്രോസ് 1:9 പറഞ്ഞ്. അപ്പോ നമ്മുടെ വിശ്വാസത്തിന്റെ അന്തമായ ആത്മരക്ഷ എന്ന ബൈബിളിൽ ആത്മരക്ഷയല്ല, ദേഹി രക്ഷയാണ്. അപ്പോ ദേഹിയാണ് നമ്മൾ. അത് തിരിച്ചറിഞ്ഞ് ഓരോരുത്തരും പ്രവർത്തിക്കുക. അപ്പൊ ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാലാകാലങ്ങളായി പിശാച് മനുഷ്യനെ കുരുക്കിയിട്ടിരിക്കുകയാണ്, ചിന്തകളെ കൺഫ്യൂസ് ചെയ്തിട്ട് കുരുക്കിയിട്ടിരിക്കുക. അതുകൊണ്ട് റൈറ്റ് ആയിട്ടുള്ള ചിന്തകൾ നമ്മൾ ഫിറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ലക്ഷ്യത്തിലെത്തത്തില്ല. ഈ സന്ദേശങ്ങൾ ഞങ്ങൾ ഓർക്കുന്നുണ്ട്, ഒരു സ്കൂട്ടർ കുറെ ഗിയറുകൾ തമ്മിൽ കണക്ട് ചെയ്തിട്ടാണ് ഓടുന്നത് അല്ലെ. അത് ഗിയർ മാറ്റി ഫിറ്റ് ചെയ്താലോ അത് വർക്ക് ചെയ്യില്ല. ഇതേപോലെ കർത്താവ് പറഞ്ഞു, സത്യം നിങ്ങൾ അറിയുമ്പോൾ സത്യം നിങ്ങളെ സ്വതന്ത്രമാകും. അപ്പൊ ഈ സത്യം കറക്റ്റ് ആയിട്ട് നാം ഫിറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഇതാ നമ്മളിൽ ഈ ദൈവരാജ്യ പ്രവർത്തനം, ഈ ശുശ്രൂഷ നടക്കുകയുള്ളൂ. അപ്പോ ഇതുമായുള്ള ബന്ധത്തിൽ ഇന്ന് നാം മനസ്സിലാക്കാൻ പോകുന്നത്, കഴിഞ്ഞ സന്ദേശങ്ങളിൽ നാം മനസ്സിലാക്കിയത് ഏകസത്യ ദൈവം ക്രിസ്തുവിലൂടെ ത്രിയേകമായി എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്, തന്റെ പുത്രനായ ക്രിസ്തുവിലൂടെ. എന്നാൽ ഇന്ന് നാം മനസ്സിലാക്കാൻ പോകുന്നത് ഏകസത്യ ദൈവമായ സ്വർഗസ്ഥ പിതാവ് ദൈവപുത്രന്മാരിലൂടെ, അതായത് ക്രിസ്തുവിലൂടെ നേടിയ ദൈവപുത്രന്മാരിലൂടെ എങ്ങനെയാണ് ത്രിയേകമായി പ്രവർത്തിക്കുന്നത്. നാം ക്രിസ്തുവിനോട് പഠിക്കേണ്ട ആവശ്യകത എന്തെന്നറിയാമോ? കാരണം ക്രിസ്തുവെ പോലെ ആകാനാണ് സ്വർഗത്തിലേക്ക് നമ്മളെ വിളിച്ചിരിക്കുന്നത്, മുൻ നിയമിച്ചിരിക്കുന്നത്. റോമ 8:29 നാം കഴിഞ്ഞ സന്ദേശങ്ങളൊക്കെ വായിച്ചല്ലോ, പെട്ടെന്ന് ഇവിടുന്നൊക്കെ പറഞ്ഞു പോട്ടെ. ദൈവം, അതായത് അത്യുന്നതനായ സ്വർഗസ്ഥ പിതാവ്, തന്റെ പുത്രൻ ക്രിസ്തു അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് ആ ക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുരൂപമാകാൻ മുൻ നിയമിച്ചിരിക്കുന്നു. കണ്ടോ? അപ്പൊ മുൻ നിയമനം ക്രിസ്തുവോട് അനുരൂപമാകാനാ. അതുകൊണ്ടാണ് ക്രിസ്തു പറയുന്നത്, നിങ്ങൾ എന്നോട് പഠിക്കാൻ. ഹല്ലേലൂയ. അപ്പൊ ക്രിസ്തുവിനോട് നാം പഠിക്കണം. നമുക്ക് എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ ചെന്നാൽ, മെഡിക്കൽ കോളേജിലൊക്കെ ചെന്നാൽ അവിടെ പഠിപ്പിക്കുന്നത് ആരായിരിക്കും എന്നറിയാമോ? അവിടെ പഠിപ്പിക്കുന്നത് എഞ്ചിനീയറിംഗ് കോളേജിൽ, ഒരുപക്ഷെ ആ കോളേജ് തന്നെ ആയിരിക്കാം, മുൻപ് പഠിച്ച് ജയിച്ച വിദ്യാർത്ഥികളാണ് അവിടെ ഇപ്പൊ പഠിപ്പിക്കാൻ വന്നേക്കുന്നത്. ഇതേപോലെ യേശു ക്രിസ്തു, ദൈവത്തിന്റെ വചനം പറയുന്നു, പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളിലൂടെ അനുസരണം പഠിച്ചു. കെമിസ്ട്രി അല്ല, ഫിസിക്സ് അല്ല, മാത്തമാറ്റിക്സ് അല്ല, എബ്രായ ലേഖനമാണ് ഈ പറയുന്നത് കേട്ടോ. അനുസരണം പഠിച്ചു തികഞ്ഞവനായി. ആ തികഞ്ഞവനായ ക്രിസ്തു ആണ് ഈ പറയുന്നത്, എന്റെ നുകമേറ്റി എന്നോട് പഠിച്ചാൽ ഞാൻ ജയിച്ചതുപോലെ നിങ്ങൾക്കും ജയിക്കാം. ഹല്ലേലൂയ. വെളിപ്പാട് 3:21 യേശു ക്രിസ്തു പറയാണ്, ഞാൻ ജയിച്ച എന്റെ പിതാവിന്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ നിങ്ങളും ജയിച്ചാൽ നിങ്ങളെ ഞാൻ എന്നോട് കൂടെ എന്റെ സിംഹാസനത്തിൽ ഇരുത്തും. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. അപ്പോ വളരെ ശ്രദ്ധയോടുകൂടെ നാം ഒന്ന് മനസ്സിലാക്കി നാം പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഇതിനേക്കാൾ ശ്രേഷ്ഠമായ വേറെ എഡ്യൂക്കേഷൻ ഇല്ല. ഇവിടെ എല്ലാം ഗോഡ് സെന്റേഡ് ആണ്, എല്ലാം ക്രൈസ്റ്റ് സെന്റേഡ് ആണ്, ഒന്നും മാൻ സെന്റേഡ് ഇല്ല. ഡ്യൂപ്ലിക്കേറ്റ് സുവിശേഷത്തെ പെട്ടെന്ന് നിങ്ങൾക്ക് ഇങ്ങനെ തിരിച്ചറിയാം. ഡ്യൂപ്ലിക്കേറ്റ് സുവിശേഷം യേശു ഒന്നും ക്രിസ്തു ഒന്നും പരിശുദ്ധാത്മാവെന്നും സുവിശേഷം എന്നൊക്കെ പറയുമെങ്കിലും മാൻ സെന്റേഡ് ആയിരിക്കും. ഹല്ലേലൂയ. മാൻ സെന്റേഡ് ആയിരിക്കും. അവിടെ എപ്പോഴും പറയുന്നത് നിങ്ങൾക്ക് കിട്ടുന്നതിനെ കുറിച്ചായിരിക്കും പറയുന്നത്. ദൈവത്തിന് കിട്ടുന്നതിനെ കുറിച്ചല്ല, നിങ്ങൾക്ക് കിട്ടുന്നതിനെ കുറിച്ച്. ദൈവ ഇഷ്ടത്തെ കുറിച്ചല്ല, മനുഷ്യ ഇഷ്ടത്തെ കുറിച്ചായിരിക്കും പറയുന്നത്. പക്ഷെ സാധാരണ മനുഷ്യർക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. സാധാരണ മനുഷ്യർക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. പെട്ടെന്ന് ഒരു എക്സാമ്പിൾ ആണെങ്കിൽ പറയാം, സഹോദരി ഇതാ നിന്നെ ഉയർത്താൻ പോകുന്നു, നിനക്ക് ഇതാ വിസ വരുന്നു, നിനക്ക് ആ നിനക്കെന്ന് കേൾക്കുമ്പോൾ നമ്മൾ എന്ത് സംഭവിക്കും? നമുക്ക് ഓട്ടോമാറ്റിക് ഒരു ഇമോഷൻ വർദ്ധിക്കും. കാരണം നമ്മുടെ ജീവിതം വെച്ചാൽ തെറ്റിപ്പോയൊരു ജീവിതമാണ്. എന്താണ് തെറ്റ്? എല്ലാവരും സെൽഫ് സെന്റേഡ് ആയി പോയി. ഇതാണ് ഏഷ്യ 53:6 പറയുന്നത്, നമ്മളെല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയി. എങ്ങോട്ട് തെറ്റിപ്പോയേ? അവിടെ എഴുതിയിരിക്കുന്നത്, നമ്മളെല്ലാം താന്താന്റെ വഴിക്ക്, തന്റെ സ്വയത്തിലേക്ക് തിരിഞ്ഞുപോയി.
അപ്പോ ഒരു സുവിശേഷം വരികയാണ്, നമ്മുടെ സ്വയത്തെ അങ്ങ് എൻലാർജ് ചെയ്യുന്നത്, നിന്നെ അങ്ങ് വലുതാക്കാൻ പോകുന്നു, ദൈവം നിന്നെ വലുതാക്കാൻ പോകുന്നു. അപ്പൊ ഓട്ടോമാറ്റിക് സെൽഫ് സെന്റേഡ് ആയ നമ്മൾ അങ്ങ് വലുതാക്കുക. വചനം കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ഇങ്ങനെ അങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. സൂക്ഷിക്കുക, നല്ലൊരു പങ്ക് ഇത് ഫോൾസ് ഗോസ്പൽ ആകാൻ സാധ്യതയുണ്ട്. എന്നാൽ കർത്താവ് സ്വർഗീയ പിതാവിന്റെ നമുക്കെന്ന സുവിശേഷം എല്ലാം ഗോഡ് സെന്റേഡ് ആണ്. അവിടെ പറയുന്നതാണ്, മുമ്പേ ദൈവരാജ്യം അന്വേഷിക്കുക. യേശു ക്രിസ്തു ഇതാ സാക്ഷാൽ നമ്മുടെ നായകൻ. ഇവിടെ വന്നപ്പോ പറഞ്ഞല്ലോ, ഞാൻ എന്റെ ഇഷ്ടം പ്രാർത്ഥിച്ച് നടത്തിയെടുക്കാനാ വന്നതെന്നല്ല പറഞ്ഞേ. ഞാൻ എന്റെ ഇഷ്ടം ചെയ്യാനല്ല വന്നത്, എന്നെ അയച്ച എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യാനാണ് വന്നത്. എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്ത് ആ പ്രവൃത്തി നയിക്കുന്നതാണ് എന്റെ ആഹാരം. അവിടെ ഒന്നും ഞാനില്ല, എല്ലാം സ്വർഗീയ പിതാവാണ്. മനസ്സിലാകുന്നുണ്ടോ? ആ സ്വർഗീയ പിതാവെ സെൻട്രലൈസ് ചെയ്തുകൊണ്ടാണ് താനാകുന്ന ഞാൻ സംസാരിക്കുന്നത്. അപ്പോ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, നമുക്ക് ഈ ലോകത്തെ നമുക്ക് പിശാച് വാഴുന്നതാണ് ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത്. ഇവിടത്തെ പിശാച് നമ്മൾ വെച്ചിരിക്കുന്നത് നമ്മുടെ ചുറ്റും, നമ്മുടെ അകത്തുള്ള ശത്രു എന്ന് പറഞ്ഞാൽ ഞാൻ എന്നുള്ള മനോഭാവമാണ്, നമ്മുടെ സെൽഫ് സെന്റേഡ്നെസ്. എന്നാൽ പുറമെ പിശാച് വെച്ചിരിക്കുന്ന ശത്രു എന്ന് പറയുന്നത്, ശ്രദ്ധിച്ചു കേൾക്കുക, തെറ്റിദ്ധരിക്കരുത്, സുവിശേഷമാണ്. ഏത് സുവിശേഷം? പൗലോസ് പറഞ്ഞ മറ്റൊരു സുവിശേഷം, അതായത് ക്രിസ്തുവിന്റെ മനസ്സില്ലാത്തൊരു സുവിശേഷം, ജനത്തിന്റെ മനസ്സുകൾ ജനത്തിലേക്ക് കൊടുക്കുന്ന സുവിശേഷം. അത് ശ്രദ്ധിക്കുക, നമ്മൾ നിൽക്കേണ്ടത് ജനത്തിന്റെ മനസ്സിലേക്കല്ല പോകേണ്ടത്. കാരണം ജനം വീണ് കിടക്കുകയാണ്. ആ വീണ് കിടക്കുന്ന മനസ്സിനെ സന്തോഷിപ്പിച്ച് നമ്മൾ നേടാൻ നോക്കിയിട്ട് യാതൊരു കാര്യമില്ല. നമ്മളും നഷ്ടപ്പെടും, ആ ജനവും നഷ്ടപ്പെടും. പകരം നമ്മൾ എപ്പോഴും ക്രിസ്തുവിന്റെ മനസ്സ് നിലകൊള്ളുവാനിടയാണ്. ക്രിസ്തുവിന്റെ മനസ്സ് മുഴുവൻ തന്റെ സ്വർഗ്ഗസ്ഥ പിതാവിന് ഇഷ്ടം ചെയ്യുക എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ഇത് നാം മനസ്സിലാക്കാൻ പോകുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കുക. ഇത് നിങ്ങൾക്ക് സാധാരണ ഒരു ബൈബിൾ കോളേജിലോ കാര്യങ്ങളിലോ കിട്ടുന്ന ഒരു തലമല്ല. ഞാൻ ബൈബിൾ കോളേജൊക്കെ പഠിച്ചിട്ടുള്ള ആളാ, എനിക്ക് ഡിപ്ലോമ ഡിഗ്രി ഒക്കെ ഉള്ള ആളാ. ഞാൻ അവിടെ ഇങ്ങനെ പഠിച്ചിട്ടില്ല. എന്നാൽ സ്വർഗത്തിലെ ദൈവം ക്രിസ്തുവിലൂടെ എന്നെ പഠിപ്പിച്ച, ക്രിസ്തു പറഞ്ഞല്ലോ, എന്റെ നുകം ഏറ്റ് എന്നോട് പഠിക്കുക. നുകം ഏക്കാതെ പഠിക്കാൻ പറ്റത്തില്ല, നുകം ഏറ്റ് എന്നോട് പഠിക്കുക. അപ്പോ ക്രിസ്തുവെ അനുഗമിക്കുന്നതിലൂടെയാണ് ഇതൊക്കെ നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുക. അപ്പൊ ഇപ്പൊ മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ സന്ദേശം നാം മനസ്സിലാക്കിയ 2 സന്ദേശങ്ങൾ മനസ്സിലാക്കിയ 3 കാര്യമുണ്ട്. ഓർക്കുന്നുണ്ടോ നിങ്ങൾ? ഓർക്കുന്നില്ലെങ്കിൽ ആദ്യം ഓർക്കുക. ഒന്ന്, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നുള്ളത് ബൈബിളിലെ സത്യമാണ്. എന്നാൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും കൂടി ചേർന്ന് 3 കൂടി കൂടിയ ഒരു ദൈവം എന്നുള്ളത് ബൈബിളിൽ ഇല്ല. ദൈവത്തിന്റെ വചനം ആവർത്തിച്ചാവർത്തിച്ചു പറയുന്നു, ദൈവങ്ങൾ അനേകരുണ്ട്, എന്നാൽ ഏലോഹിയങ്ങൾ അനേകരുണ്ട്, ഇവരുടെ മധ്യ പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ. ബൈബിൾ ഒരിക്കലും തെറ്റല്ല, സത്യമാണ്. ട്രാൻസ്ലേഷൻ മിസ്റ്റേക്കുകൾ ധാരാളമുണ്ട്. ഇനി യേശു ക്രിസ്തു അത് വീണ്ടും ഉറപ്പിച്ചു. യേശു ഒരിക്കലും നുണ പറയില്ല. ഏകസത്യതയുമായി നിന്നെയും നീ അയച്ച എന്നെയും അറിയുന്ന മിശിഹായെ അറിയുന്നതാണ് നിത്യജീവൻ. ഹല്ലേലൂയ. അപ്പോ നമുക്ക് വ്യക്തതയോടെ മനസ്സിലാക്കി. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 5-6 വാക്യങ്ങളിൽ നാം ഇത് കണ്ടു. എല്ലാവർക്കും മുകളിലുള്ളവനും എല്ലാവരിലും വ്യാപരിക്കുന്നവനും എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ത്രിയേകനല്ല, ഒരുവൻ. അപ്പൊ വളരെ വ്യക്തതയോടെ നാം മനസ്സിലാക്കണം. ബൈബിൾ എന്ത് പറയുന്നു അതിന് ആമേൻ പറയാൻ നാം പഠിക്കണം. നാം വീണ്ടും കേട്ടു, ഈവൻ ദൈവത്തിന്റെ ദൂതന്മാർ എന്ന് വിശ്വസിക്കുന്നു, ഇവൻ പിശാചുക്കൾ പോലും ദൈവം ഏകനെന്ന് വിശ്വസിക്കുന്നു, വിറയ്ക്കുക കൂടി ചെയ്യുന്നു, അല്ലാതെ ത്രിയേകനെന്നല്ല. അപ്പൊ മനസ്സിലാക്കുക, ഇങ്ങനെ നാം പഠിപ്പിച്ചത് കൊണ്ടാണ് പല ജാതികളുടെ ഇടയിലും നമുക്ക് ഉത്തരം പറയാൻ പറ്റാതെ പോയത്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുക, ഈവൻ നമ്മളുടെ ഇടയിൽ തന്നെ നമുക്ക് ഉത്തരം പറയാൻ പറ്റാതെ പോയി. ഒരിക്കല് ഞാൻ ഒരു സംസാരം കേട്ടു, ചെറിയൊരു ടോക്ക്. സെബാസ്റ്റ്യൻ പുന്നേക്കിലാണ് ഒരു സൈഡിൽ, വേറെ സൈഡിൽ ആരാന്ന് ഞാൻ ഓർക്കുന്നില്ല. അദ്ദേഹം ചോദിച്ചൊരു ചോദ്യം, ട്രിനിറ്റിക്കാരോട് ചോദിച്ചൊരു ചോദ്യം ഇതാണ്, അപ്പോ പിതാവ് ദൈവമാണല്ലേ? അപ്പോ ട്രിനിറ്റിക്കാരൻ പറഞ്ഞു അതെ. അപ്പൊ അതിനുശേഷം ചോദിച്ചു, പുത്രൻ ദൈവമാണല്ലേ? അപ്പൊ ട്രിനിറ്റിക്കാരൻ പറഞ്ഞു അതെ. 2 പരിശുദ്ധാത്മ ദൈവമാണല്ലേ? അപ്പോ ട്രിനിറ്റിക്കാരൻ പറഞ്ഞു അതെ. അപ്പൊ 3 ദൈവങ്ങളല്ലേ? അപ്പോ എന്നിട്ട് ആ ക്ലിപ്പ് കട്ട് ചെയ്യുകയും ചെയ്തു. അപ്പോ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിലൂടെ കൺഫ്യൂഷൻ വരിക. അപ്പൊ മനസ്സിലാക്കുക, ഈ 3 ദൈവങ്ങളുടെ കൺസെപ്റ്റ് ഒന്നുമല്ല. ബൈബിള് പറയുന്നു ദൈവങ്ങൾ എന്ന് പറയുന്നത് അനേകരുണ്ട്, ഇവരുടെ നടുവിൽ പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ. അത് വ്യക്തതയോടെ നാം തിരിച്ചറിഞ്ഞ് നാം പ്രവർത്തിച്ചാൽ നമുക്ക് നല്ലത്. ഇനി സുവിശേഷം എന്ന് പറയുന്നത് എന്താണെന്ന് ഇതുവരെയും ജനത്തിന് മനസ്സിലാകാത്തതുകൊണ്ട് ഈ പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. സുവിശേഷം എന്ന് പറഞ്ഞാൽ, ഇന്നലെ ഒരു വയോധികനായ ദേവദാസൻ എന്നെ വിളിച്ചു. ആ സംസാരിക്കാനായിട്ട് ഇടയായപ്പോ
ആ വ്യക്തിത്വം പറഞ്ഞ സുവിശേഷം എന്നത് ഇതുവരെ ജനത്തിന് വ്യക്തതയോടെ മനസ്സിലായിട്ടില്ല. സുവിശേഷം എന്നത് നമ്മളെ ഓരോരുത്തരെയും, മനുഷ്യ മക്കളായ നമ്മൾ ഓരോരുത്തരെയും, ജഡമക്കളായ നമ്മൾ ഓരോരുത്തരെയും ദൈവത്തിന്റെ കുടുംബത്തിലേക്ക്, ദൈവത്തോട് ഒരുമിച്ച് താമസിക്കാൻ തന്റെ ഒരേ ഒരു പുത്രനായ ക്രിസ്തുവിലൂടെ നമ്മളെ വിളിച്ചിരിക്കുകയാണ്. ആ വിളിയിൽ ജയം പ്രാപിച്ച് നമ്മൾ എത്തിയാൽ പിന്നെ നമ്മൾ ഈ ജഡമനുഷ്യരല്ല, നമ്മൾ ക്രിസ്താനുരൂപന്മാരായ ദൈവപുത്രന്മാരാണ്. ദൈവത്തിന്റെ കാറ്റഗറിയാണ്. തിരിച്ചറിയുക, മനുഷ്യന്റെ കാറ്റഗറിയിൽ നിന്ന് നമ്മളെ ദൈവത്തിന്റെ കാറ്റഗറിയിലേക്കുള്ള, ദൈവ കുടുംബത്തിലേക്കുള്ള ദൈവ മക്കളായുള്ള ഇൻവിറ്റേഷനാണ് സുവിശേഷം. ദൈവപുത്രന്മാർ ദൈവത്തിന്റെ കാറ്റഗറിയാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ക്രിസ്തു ദൈവമല്ല എന്നല്ല പറയുന്നത്, ക്രിസ്തു ദൈവമാണ് എന്നും ആ ക്രിസ്തുവെ പോലെ ആകുവാൻ നമ്മളെ വിളിച്ചിരിക്കുന്നു. ക്രിസ്തു ദൈവത്തിന്റെ പുത്രനായതുകൊണ്ട് നമ്മൾ ക്രിസ്തുവിൽ ദൈവത്തിന്റെ പുത്രന്മാരായി മനുഷ്യന്റെ കാറ്റഗറിയിൽ നിന്ന് ദൈവത്തിന്റെ കാറ്റഗറിയിലേക്ക് സ്വർഗത്തിലെ ദൈവം നമ്മളെ വിളിക്കുകയാണ്. അപ്പോ എന്തോരം ദൈവങ്ങളുണ്ട്! അങ്ങനെ ആ കാറ്റഗറിയിലെത്തി അനേക ദൈവങ്ങളുണ്ട്. എന്നാൽ ഇവരുടെ നടുവിൽ അത്യുന്നതനായ ദൈവം ഒരേ ഒരാളേ ഉള്ളൂ, സ്വർഗസ്ഥ പിതാവ്. ഇതാണ് ദൈവത്തിന്റെ വചനം. സങ്കീർത്തനം 82 സ്വർഗസ്ഥ പിതാവ് തന്നെ നേരിട്ട് പറയുന്നു, നിങ്ങളെല്ലാം ദൈവങ്ങളാണ്, എലോഹിമുകളാണ്. അപ്പൊ എന്തോരം എലോഹിമുകളുണ്ട്! ധാരാളം എലോഹിമുകളുണ്ട്. പക്ഷേ എന്നിട്ട് ഏത് എലോഹിമ? അവിടെ പറയുന്നു, നിങ്ങളെല്ലാം അത്യുന്നതന്റെ മക്കളാണ്. അപ്പൊ അത്യുന്നതന്റെ മക്കളെല്ലാം അത്യുന്നതന്റെ ക്ലാസ് ആണ്. ഈ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. മനസ്സിലായോ? അത്യുന്നതന്റെ മക്കളെല്ലാം അത്യുന്നതന്റെ ക്ലാസ് ആണ്, ദൈവത്തിന്റെ ക്ലാസ് ആണ്. ഈ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അതിലേക്കാണ് നമ്മുടെ ഇൻവിറ്റേഷൻ. അതുകൊണ്ട് മനുഷ്യ മക്കളായ നമ്മളെ ദൈവമക്കളായി മാറ്റുന്ന ആ മഹാസന്തോഷമാണ് സുവിശേഷം. അതിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ്. ഈ കാര്യം നമ്മൾ കഴിഞ്ഞ നാളിൽ തിരിച്ചറിഞ്ഞില്ല. നമ്മൾ എന്നും മനുഷ്യരായിട്ട് തുടരുക, വീണുപോയ മനുഷ്യർ. എന്നാൽ വീണുപോയ മനുഷ്യരെ തന്റെ പുത്രനായ ക്രിസ്തുവിലൂടെ വീണ്ടും ജനിപ്പിച്ച്, അത് നമ്മൾ ചിന്തിക്കുന്നത് എവിടെയാണ് വീണ്ടും ജനിപ്പിച്ച്? വീണ്ടും ജനിപ്പിച്ചത് സ്വർഗരാജ്യത്തിലാണ്. ആ സ്വർഗരാജ്യത്തിൽ ആരുടെ മക്കളായി? മനുഷ്യന്റെ മക്കളായല്ല, ദൈവത്തിന്റെ മക്കളായാണ് വീണ്ടും ജനിപ്പിച്ചത്. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കാതിരിക്കാൻ പിശാചും അവന്റെ ആളുകളായ മത്തായി സുവിശേഷം 13 പറയുന്ന പിശാചിന്റെ മക്കളായ കളകളും അറിവില്ലാത്ത നമ്മളുടെ രാജ്യത്തിന്റെ പുത്രന്മാരായ സഹോദരങ്ങളും ചേർന്ന് ഇതിനെ അട്ടിമറിച്ചു. എന്നാൽ ഈ അന്ത്യനാളുകളിൽ രാജത്വത്തിന്റെ സുവിശേഷം നമ്മളുടെ അടുക്കിലേക്ക് വന്നപ്പോ ഇതാ ഈ സംഭവം വ്യക്തതയോടെ നമ്മുടെ മുമ്പിൽ സ്വർഗത്തിലെ ദൈവം വിളിച്ചു പറയുകയാണ്. മത്തായി 24:14 പ്രകാരം രാജത്വത്തിന്റെ ഈ സുവിശേഷം സർവ സൃഷ്ടികൾക്ക് സാക്ഷ്യമായി ലോകത്തിൽ എല്ലായിടവും അറിയിക്കപ്പെടും. അതോടെ യുഗം അവസാനിക്കും. അപ്പൊ എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ഞാൻ നിങ്ങളോട് ആ സുവിശേഷത്തെ കുറിച്ച് ഒന്ന് അറിയിക്കുകയാണ്. എന്നാൽ എന്റെ ഹൃദയത്തിൽ ദൈവം മറ്റൊരു കാര്യം പണ്ട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ, സുവിശേഷത്തിൽ നമുക്കുണ്ടായ പരാജയം നിങ്ങളോടും തിരിച്ചറിയാം. കർത്താവിനെ പ്രത്യേകം ഓർപ്പിക്കുന്നത് കൊണ്ടാണ് ഇതാണ് അറിയും. നമുക്കുണ്ടായ പരാജയം ഒരു കാര്യം നിങ്ങളെ ഒരു കഥ ഞാൻ നിങ്ങളോട് പറയാം. സുവിശേഷത്തിൽ ഇന്ന് നമുക്കുണ്ടായ പരാജയം ശ്രദ്ധിച്ച് കേൾക്കണേ. ഒരു സ്ത്രീ വിവാഹം കഴിച്ചു. അത് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങളോട് സംഭവം പറയാം കേട്ടോ. ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു. വിവാഹം കഴിച്ചതിന് ശേഷം ഇതാ മക്കള് ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഈ സ്ത്രീയെ ഇതാ തന്റെ ഭർത്താവ് ഇതിനെ വിട്ട് സെപ്പറേറ്റ് ചെയ്ത് ജീവിക്കേണ്ടതായിട്ട് വന്നു. കാര്യം മനസ്സിലാക്കാൻ വേണ്ടി പറയാ. സ്ത്രീയ ദൂരെ, ഇപ്പോ സൗദി അറേബ്യയിലോ മറ്റെവിടെയെങ്കിലാണ് ചിന്തിക്കുക. ആ സ്ത്രീ തുടർന്ന് കേരളത്തിലേക്ക് പോകുന്നു, നമ്മുടെ നാട്ടിലേക്ക് പോകുന്നു ചിന്തിച്ചു. പിന്നെ ഭർത്താവിനെ കണ്ടിട്ടില്ല. തനിക്ക് ആ പ്രസവത്തില് ഇതാ
തനിക്ക് 5 കുഞ്ഞുങ്ങളുണ്ടായി. താൻ ഭർത്താവിനെ പിന്നെ കണ്ടിട്ടില്ല. അങ്ങനെ കുഞ്ഞുങ്ങളൊക്കെ വളർന്നു. കുഞ്ഞുങ്ങളൊക്കെ വളർന്നിട്ട് മൂത്ത മകൻ ഇതാ ഒരു 25 വയസ്സൊക്കെ ആയപ്പോ താന് ഗൾഫിലേക്ക് പോയി. ഗൾഫിലേക്ക് പോയി ഭർത്താവുമായിട്ട് കണ്ടിട്ട് ഇപ്പൊ 40 വർഷം കഴിഞ്ഞു. ഗൾഫിലേക്ക് പോയി. ആ മകൻ കുറച്ച് നാളത്തേക്ക് വലിയ മിണ്ടാട്ടമൊന്നുമില്ലായിരുന്നു. പക്ഷെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോ ആ മകൻ നാട്ടിലേക്ക് ഒരു ലെറ്റർ അയച്ചു, കുറച്ച് പൈസ അയച്ചു. മകന്റെ ലെറ്റർ വന്നപ്പോ ഈ അമ്മയ്ക്ക് വലിയ സന്തോഷമായി. മകന്റെ പൈസ വന്ന് വലിയ സന്തോഷമായി. ഈ അമ്മ മറ്റു മക്കളോടൊക്കെ പറഞ്ഞു, ഇതാ ചേട്ടായിയുടെ ലെറ്റർ വന്നിട്ടുണ്ട്, ചേട്ടായിയുടെ പൈസ വന്നിട്ടുണ്ട്. എല്ലാവരെയും അറിയിച്ചു, വിളിച്ചറിയിച്ചു. എല്ലാവർക്കും വലിയ സന്തോഷമായി. അങ്ങനെ ചേട്ടായിയുടെ പൈസ വാങ്ങിക്കാൻ വേണ്ടി എല്ലാവർക്കും വന്നു. അപ്പൊ ചേട്ടായിയുടെ ലെറ്റർ വന്നിട്ടുണ്ട്, പൈസ വന്നിട്ടുണ്ടെന്ന് എല്ലാവരോടും പറഞ്ഞു. അവരുടെ ബന്ധുക്കളോടൊക്കെ പറഞ്ഞു. എന്നിട്ട് അവസാനം ഒരാള് അതിനിടയിൽ ഇളയമോനില്ലായിരുന്നു അവിടെ. ഇളയമോൻ വന്നു. ഇളയമോൻ വന്നപ്പോ ഇളയമോന് ചോദിച്ചു, എന്തി ചേട്ടായി എത്ര രൂപ എത്ര അയച്ചു, എന്താണ് ചേട്ടായിയുടെ ലെറ്റർ എന്തി? അപ്പൊ അമ്മ ലെറ്റർ ഇവിടെ ഉണ്ട്, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് ലെറ്റർ എടുത്തോണ്ട് വന്നു. ലെറ്റർ എടുത്ത് നോക്കിയപ്പോഴാണ് ഈ ഇളയമോൻ കണ്ടത് ലെറ്റർ പൊട്ടിച്ചിട്ട് പോലുമില്ല. ലെറ്റർ പൊട്ടിച്ചിട്ട് പോലുമില്ല. അപ്പൊ ഇളയമ്മൻ ചോദിച്ചു, അമ്മ എന്ത് ബുദ്ധിഹീനതയെ കാണിക്കണേ ചേട്ടായിയുടെ പൈസ മാത്രം മതി എല്ലാവർക്കും, ചേട്ടായി എന്ത് എഴുതി അയച്ചേന്ന് അറിയണ്ടേ? അങ്ങനെ ഇപ്പോഴാണ് അമ്മയ്ക്ക് സുബോധം വന്നേ. അമ്മയുടെ മറ്റു മക്കൾക്ക് സുബോധം വന്നേ. ഉടനെ തന്നെ ലെറ്റർ പൊട്ടിച്ചു. ലെറ്റർ പൊട്ടിച്ചപ്പോ ചേട്ടായി എഴുതിയിരിക്കുക, അമ്മേ 40 വർഷം മുമ്പ് അമ്മയുമായി പിരിഞ്ഞ എന്റെ അപ്പനില്ലേ, ആ അപ്പനെ ഞാൻ കണ്ടെത്തി. അപ്പൻ എന്നോട് പറഞ്ഞ ഒരു സന്ദേശം അറിയിക്കാൻ. അപ്പൻ അമ്മയുടെയും എന്റെ സഹോദരങ്ങളുടെ ഇടയിലേക്ക് അതിവേഗം വരുന്നുണ്ട്, നിങ്ങൾ ഒരുമിച്ച് താമസിക്കാൻ എന്നൊരു സന്ദേശം ആ ലെറ്ററിൽ എഴുതിയിരിക്കുന്നു. ഇത് കേട്ടപ്പോ അവർക്ക് വലിയ സന്തോഷമായി. കാരണം ഞങ്ങളുടെ അപ്പൻ ഞങ്ങളോടുകൂടെ താമസിക്കാൻ വരുന്നു. എന്റെ പ്രിയരെ, സുവിശേഷം എന്ന് പറയുന്നത് ഇത് തന്നെയല്ലേ? അവർക്ക് വലിയ സന്തോഷമാണ്. നമ്മളിന്ന് ജനത്തിന് യേശുവിനെ കൊടുക്കാൻ ധൃതി പിടിച്ച് ഓടുക. ഇതുണ്ടോ, ഞാനൊരു ലെറ്റർ കാണിക്കാം നിങ്ങൾക്ക്. എന്റെ പേരെന്താണെന്ന് അറിയാമോ? ഇത് മെറിവ്യൂ ആയതുകൊണ്ട് ഇങ്ങനെ വരത്തില്ല. ജീസസ് എന്നാണ് എഴുതിയേക്കുന്നത്. ഒരു ലെറ്ററാ, സ്വർഗത്തിൽ നിന്ന് നമുക്ക് അയച്ച ലെറ്റർ. ഇത് നമുക്ക് അയച്ച ലെറ്റർ സ്വർഗത്തിലെ ദൈവം തന്റെ പുത്രനായ ക്രിസ്തുവിലൂടെ നമുക്ക് അയച്ച ലെറ്ററാണ്. നമ്മൾ എല്ലാവർക്കും ജീസസിനെ കൊടുക്കുന്നു. നമുക്ക് എല്ലാവർക്കും ജീസസിനെ കൊടുക്കും. പ്രൈസ് ലോർഡ്. റെപ്യൂട്ടേഷൻ വരുന്നുണ്ട് ക്ലാസ്സിനെ. ഗ്ലോറി ടു ഗോഡ്. ഗ്ലോറി. നമ്മളെല്ലാവർക്കും ഞാൻ ഡിസ്കണക്ട് ചെയ്ത് ശക്തമായ മഴയാണ്, അതുകൊണ്ടായിരിക്കാം.
സഹോദരങ്ങളെ, നെറ്റിന്റെ ചില വിഷയങ്ങൾ കൊണ്ടാണ്. ഓക്കെ, ശ്രദ്ധിച്ചേ. ഇതാ നമ്മൾ എല്ലാവർക്കും യേശുവിനെ കൊടുക്കുന്നു. വളരെ ആവശ്യമാണ്. സ്വർഗത്തിൽ നിന്ന് വന്ന സന്ദേശമാണ്, സന്ദേശം കൊണ്ട് വന്ന വ്യക്തിത്വമാണ് യേശു ക്രിസ്തു. നമ്മൾ യേശുവിനെ കൊടുത്തു, യേശുവിനെ കൊടുത്തു, യേശുവിനെ കൊടുത്തു, എല്ലാവർക്കും കൊടുത്തു. നമ്മുടെ സുവിശേഷീകരണം വളരെ പുരോഗമിക്കുന്നു. പക്ഷേ ഈ ലെറ്റർ ഈ ലെറ്റർ ഒന്ന് പൊട്ടിച്ച് ഇതിന്റെ ഉള്ളിലെ സന്ദേശം, സന്ദേശം എടുക്കണോ? ഇതിന്റെ ഉള്ളിലെ സന്ദേശം എന്തെന്ന് തുറക്കുവാൻ, യേശു എന്താണ്, യേശുവിലൂടെ പിതാവ് നമ്മളോട് പറയുന്നതെന്ന് ഒന്ന് ശ്രദ്ധിക്കുവാനുള്ള ബുദ്ധി നമുക്കുണ്ടായോ? ഈ സംഭവം ലെറ്ററിന്റെ ഉള്ളിലെ യേശു ക്രിസ്തു എന്ന ആ കവറിന്റെ ഉള്ളില്, ആ സന്ദേശത്തിന്റെ ഉള്ളിലെ, ആ കവറിന്റെ ഉള്ളിലെ സന്ദേശം എന്തെന്നൊന്ന് മനസ്സിലാക്കാൻ നമ്മൾ തുനിഞ്ഞില്ല എങ്കിൽ ഈ നാളുകളിൽ ആ ബുദ്ധിമോശം നമ്മൾ കാണിക്കരുത്. ആ കവറിൽ എങ്ങനെ എന്ത് എഴുതിയേക്കണെന്ന് അറിയാമോ? ആ ലെറ്ററിൽ എഴുതിയിരിക്കുന്ന വേറെ ഒന്നുമല്ല, അതാണ് സുവിശേഷം. അതാണ് സുവിശേഷം. അവിടെ പറയാണ്, നിങ്ങളുടെ അപ്പൻ നിങ്ങളോടുകൂടെ താമസിക്കാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ അപ്പൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരുന്നു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അതിന്റെ അർത്ഥം ദൈവം മനുഷ്യരോടുകൂടെ വാസം ചെയ്യുവാനുള്ള കാലം സമീപിച്ചു. ഇതാ യേശു പറയണേ. അതുകൊണ്ട് മനുഷ്യരായി നാം മാനസാന്തരപ്പെടുക, മനസ്സിന് അന്തരം വരുത്തുക. ഇനിയും സ്വന്തം വഴികളിൽ ജീവിക്കാതെ സ്വകേന്ദ്രീകൃത ജീവിതത്തിലേക്ക് വരാതെ ക്രിസ്തു ജീവിച്ചതുപോലെ ദൈവ കേന്ദ്രീകൃത ജീവിതത്തിലേക്ക്, ക്രൈസ്റ്റ് സെന്റേർഡ് ജീവിതത്തിലേക്ക് ഞാനും നിങ്ങളും വരേണ്ടതായിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ വെളിപ്പാട് 21:3 പറയുന്നത് പോലെ, ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോടുകൂടെ, ദൈവം മനുഷ്യരോടുകൂടെ പാർക്കും എന്നുള്ള ആ സുവിശേഷ ദർശനത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റും. അതുകൊണ്ട് എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിച്ചത് കൊണ്ട് അങ്ങ് കാണിച്ചതേ ഉള്ളൂ. അപ്പോ നമ്മളുടെ തലത്തിലുള്ള സുവിശേഷമല്ല, ക്രിസ്തുവിന്റെ തലത്തിലുള്ള സുവിശേഷത്തിലേക്ക് വരിക, ക്രിസ്തുവിനെ അറിയിക്കുക. പക്ഷെ ക്രിസ്തു അറിയിച്ച സന്ദേശം കൂടി അറിയിച്ചുകൊണ്ട് ക്രിസ്തുവിനെ അറിയിക്കാൻ എല്ലാവരെയും ഓർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോ ആ സന്ദേശം നമ്മൾ വിട്ടുപോകരുത്. പിശാചു വാഴുന്ന ഈ ലോകത്ത് പിശാചു നമ്മളെ കൺഫ്യൂസ് ചെയ്ത് സന്ദേശമില്ലാതെയാക്കി തീർക്കുകയാണ്. മനസ്സിലായോ? പലപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു സന്ദേശമുണ്ട്, ദൈവരാജ്യ സന്ദേശം കേൾക്കുമ്പോൾ ഇത് യഹൂദനുള്ളതാണ്. എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, അങ്ങനെ ഒന്നുമില്ല കേട്ടോ. സുവിശേഷം ഒന്നേ ഉള്ളൂ, അതാണ് യേശു ക്രിസ്തു പ്രസംഗിച്ച സുവിശേഷം. ആ സുവിശേഷത്തിന്റെ ഉള്ളിലെ സുവിശേഷമാണ് കാൽവരി ക്രൂശിലെ മരണമൊക്കെ. അപ്പൊ സുവിശേഷം, ദൈവത്തിന്റെ വചനം പറയുന്നു, അത് ആദ്യം യഹൂദനും, അത് യഹൂദന്മാർക്കുണ്ട്, പിന്നെ അത് യവനനും രക്ഷയ്ക്കായുള്ള ദൈവശക്തിയാണ്. അതുകൊണ്ട് സുവിശേഷം ഇതാ യഹൂദന്മാർക്ക് മാത്രം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഉപേക്ഷിക്കരുത്. ദൈവരാജ്യ സുവിശേഷം വേറെ ഒന്നുമല്ല, നമ്മൾ ദൈവത്തിന്റെ അതോറിറ്റിയുടെ കീഴിൽ, ദൈവത്തിന്റെ കുടുംബമായി, ദൈവത്തിന്റെ ഭരണമായി നമ്മൾ തീരുകയാണ്. നമ്മളിലൂടെയാണ് ദൈവം സകലത്തെയും വാഴാനും ഭരിക്കുവാനും പോകുന്നത്. അപ്പോ സുവിശേഷത്തെ കുറിച്ചായിരുന്നു ആദ്യം നമ്മൾ കേട്ടത്. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് ഏകസത്യ ദൈവത്തിൽ നിന്ന് ആരംഭിക്കുന്ന ദൈവപുത്രന്മാരിലെ ത്രിയേക പ്രവർത്തനമാണ് പറയാൻ പോകുന്നത്. ഇനി ഒരു കാര്യം, നിങ്ങൾ ബൈബിൾ എവിടെ നോക്കിയാലും ത്രിയേക പ്രവർത്തനം ബൈബിളിലുണ്ട്, പക്ഷെ ത്രിയേകം എന്നൊരു വേർഡ് ബൈബിളിൽ കാണത്തില്ല. പകരം ആത്മാവിന്റെ നിയമം എന്നാണ് അതിന്റെ പേര്. നമുക്കത് മനസ്സിലാക്കാം. ഹല്ലേലൂയ. അതായത് ഇന്ന് സഭ ആയിരിക്കേണ്ടത് ആത്മാവിന്റെ നിയമത്തിന്റെ കീഴിലാണ്. പക്ഷേ സഭകൾക്ക് നല്ലൊരു പങ്കിന് ഇതിനെക്കുറിച്ച് യാതൊരു ഐഡിയയും ഇല്ല. അതായത് രാജ്യം മാറുമ്പോൾ നിയമം മാറും, രാജ്യം മാറുമ്പോൾ നിയമം മാറും. ഞാൻ ഇന്ത്യയിൽ വരുമ്പോ ഇവിടുത്തെ നിയമം വേറെയാണ്. എന്നാൽ ഞാൻ യുണൈറ്റഡ് അറബിൽ ആയിരിക്കുമ്പോ അവിടുത്തെ നിയമം വേറെയാണ്. ഇന്ത്യയിൽ ഇതാ ഞാൻ വണ്ടി ഓടിക്കുന്നത്, നമ്മളെല്ലാവരും റോഡിന്റെ ഇടതുവശത്ത് കൂടിയാണ്, അല്ലെ? ഇടതുവശം ചേർന്ന. എന്നാൽ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലേക്ക് ചെല്ലുമ്പോൾ രാജ്യം മാറി, അതുകൊണ്ട് നിയമം മാറി. അവിടെ വണ്ടി ഓടിക്കുന്നത് റോഡിന്റെ വലതുവശം ചേർന്നാണ്. അപ്പൊ രാജ്യം മാറുമ്പോൾ നിയമം മാറും. എന്നാൽ ഇന്ന് നല്ലൊരു പങ്ക് സഭകൾക്കും നമ്മൾ
യേശു കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചതോടുകൂടെ രാജ്യം മാറിയെന്നും അതുകൊണ്ട് നിയമം മാറിയൊന്നും ഒക്കെ അറിയില്ല. അപ്പൊ ഇത് വ്യക്തതയോടെ ഒന്ന് മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ നല്ലത്. അപ്പൊ ഈ ത്രിയേക പ്രവർത്തനം എന്ന് ഞാൻ നിങ്ങളോട് പറയുമ്പോ ത്രിയേക പ്രവർത്തനം ബൈബിളിലുണ്ട്. എന്നാൽ ത്രിയേക പ്രവർത്തനം എന്ന ലെറ്റർ ഉണ്ടാവില്ല. അതിന് ബൈബിൾ കൊടുത്തിരിക്കുന്നത് ആത്മാവിന്റെ നിയമം എന്നാണ്. നമ്മൾ പുറകെ മനസ്സിലാക്കും. ലോ ഓഫ് ദ സ്പിരിറ്റ്. ആ ലോ ഓഫ് ദ സ്പിരിറ്റിലാണ് ഇന്ന് സഭകൾ ആയിരിക്കുന്നത്. ന്യായപ്രമാണത്തിന്റെ കീഴിലല്ല. ന്യായപ്രമാണത്തിന്റെ കീഴിലായിരിക്കുന്നത് ലോകത്തിലാണ്. ദൈവമക്കൾ ലോകത്തിലായിരിക്കുമ്പോൾ ന്യായപ്രമാണത്തിന്റെ കീഴിലാണ്. എന്നാൽ അത് സ്ത്രീയിൽ നിന്നുള്ള ജനനമാണ്. എന്നാൽ ദൈവമക്കൾ വീണ്ടും ജനിച്ച് ദൈവരാജ്യത്തിലാകുമ്പോൾ അവിടെ ന്യായപ്രമാണമല്ല, അവിടെ ആത്മാവിന്റെ പ്രമാണമാണ്. അതാണ് ത്രിയേക പ്രവർത്തനം എന്ന് പറയുന്നത്. മനസ്സിലായി? അത് ക്രിസ്തുവിൽ ഉണ്ടായിരുന്ന പ്രവർത്തനമാണ്. കാരണം ക്രിസ്തു ദൈവരാജ്യക്കാരനാണ്. അതുകൊണ്ട് അതേ ക്രിസ്തുവിലുള്ള പ്രവർത്തനം ദൈവരാജ്യത്തിൽ വീണ്ടും ജനിച്ച നമ്മളുടെ ജീവിതത്തിലും ഉണ്ടാകും. അപ്പോ നമുക്ക് ആദ്യം തന്നെ ഇനി ന്യായപ്രമാണം അല്ല എന്നുള്ള ചിന്ത നമുക്ക് മനസ്സിലാക്കാം. ലൂക്കോസ് സുവിശേഷം 16:16 L16 നിങ്ങൾ എടുത്താൽ മതി. L16:16 പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അവിടെ ഈ രണ്ട് രാജ്യത്തിന്റെ നിയമങ്ങളെ കുറിച്ചുള്ള ഒരു പ്രകാശനം ആ വചനത്തിലൂടെ നമുക്ക് കിട്ടും. ലൂക്കോസ് സുവിശേഷം 16-ാം അധ്യായം 16-ാം വാക്യം ഞാൻ തന്നെ വായിക്കാം. ശ്രദ്ധിച്ചേ. വചനം കൂടെ ഒന്നും വിശ്വസിക്കരുത് കേട്ടോ. ന്യായപ്രമാണത്തിന്റെയും പ്രവാചകന്മാരുടെയും കാലം യോഹന്നാൻ, അതായത് സ്നാപയോഹന്നാൻ വരെ ആയിരുന്നു. അപ്പൊ നമ്മള് അന്ന് വരെ ആയിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് വരെ ഉപയോഗിച്ചാൽ മതിയത്. ദൈവം തന്നെ തന്ന ന്യായപ്രമാണം എവിടെ ജീവിക്കാനാ? പിശാച് വാഴുന്ന ലോകത്ത് ജീവിക്കാനാണ്, ഭൂമി ജീവിക്കാനാണ് ന്യായപ്രമാണം. ഹല്ലേലൂയ. അതുവരെ അതിന് കാലമുള്ളൂ. അന്നു മുതൽ ദൈവരാജ്യത്തെ സുവിശേഷമായി അറിയിച്ചു വരുന്നു. പിടുത്തം കിട്ടിയോ? അന്നു മുതൽ ദൈവരാജ്യത്തെ സുവിശേഷിച്ച് വരുന്നു. എല്ലാവരും ബലാൽക്കാരാണ് അതിൽ കടപ്പാൻ നോക്കുന്നു. അപ്പോ ബുദ്ധിയുള്ളവൻ പുതിയ രാജ്യത്ത് കയറും, അതായത് ദൈവരാജ്യത്ത് കയറും. നമ്മളെ സംബന്ധിച്ച് ഭൂമിയിൽ കിടക്കുന്ന നമുക്കത് പുതിയതാണ്, പക്ഷെ അത് പുതിയതല്ല. ദാറ്റ്സ് എ ഏൻഷ്യന്റ് കിങ്ഡം. അപ്പോ എല്ലാവരും ബലാൽക്കാരാണ് അതിൽ കടക്കാൻ നോക്കുന്നു. അപ്പൊ ഇത് രണ്ട് രാജ്യമാണ്. ഇത് ആദ്യം തിരിച്ചറിയണം. ന്യായപ്രമാണവും പ്രവാചകന്മാരും അത് ആത്മാവിൽ മരിച്ച് ഈ ലോകത്തിൽ പിശാചിന്റെ കീഴിൽ ജീവിക്കുന്ന ദൈവമക്കൾക്ക്, മനുഷ്യർക്ക് കൊടുത്ത നിയമമാണ്, ദൈവം കൊടുത്ത നിയമമാണ് ന്യായപ്രമാണം. അവരെ ആശ്വസിപ്പിക്കുവാൻ, നിങ്ങളെ ഈ ലോകമാകുന്ന ജയിലിൽ നിന്ന് നിങ്ങളെ വിടുവിപ്പാൻ മിശിഹ വരുന്നു എന്ന സന്ദേശമാണ് പ്രവാചകന്മാരുടെ കൊടുത്തത്. നിങ്ങൾ രക്ഷിക്കാൻ ആൾ വരുന്നുണ്ട്. അതുകൊണ്ടാണ് യഹൂദന്മാർ മിശിഹായെ കാത്തിരുന്നത്. രക്ഷിക്കാൻ ആൾ വരുന്നുണ്ട്. അവർക്കത് പൂർണ്ണമായും മനസ്സിലായില്ല എങ്കിലും, ജഡികമായാണ് ചിന്തിച്ചതെങ്കിലും, രക്ഷിക്കാൻ ആൾ വരുന്നുണ്ട് എന്ന സന്ദേശം. അപ്പോ ന്യായപ്രമാണം അവരെ സൂക്ഷിക്കാനും, എവിടെ? പിശാചിന്റെ കീഴിൽ, ലോകമാകുന്ന ജയിലിൽ. പ്രവാചകന്മാർ അവർക്ക് പ്രത്യാശ കൊടുക്കാനും, നിങ്ങൾ രക്ഷിപ്പാൻ രക്ഷകൻ മിശിഹ വരുന്നുണ്ട്. ഈ ഭരണം മുഴുവൻ ആ മിശിഹ ഏറ്റെടുക്കും. യെശയ്യാ 9:6 നമുക്ക് ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം, ഗവൺമെന്റ്, ഭരണം അവന്റെ തോളിലിരിക്കും. ആ ശിശുവാണ് ക്രിസ്തു. അവൻ അത്ഭുതമന്ത്രി, വീരനാം ദൈവം, സമാധാനപ്രഭു, നിത്യപിതാവ് എന്ന് പേർ വിളിക്കപ്പെടും. ഭാവിയിൽ നിറവേറ്റപ്പെടുവാനുള്ള ഒരു പ്രവചനം യേശുക്രിസ്തു ജനിക്കുന്നതിന് ഏകദേശം 700 വർഷങ്ങൾക്ക് മുമ്പ്.
പ്രവാചകനിലൂടെ ദൈവത്തിന്റെ ആത്മാവ് പ്രവചിച്ചു. അപ്പോ ഇതെല്ലാം ലോകത്തിന്റെ പിടിയിൽ കിടക്കുന്ന ന്യായപ്രമാണത്തിന്റെ കീഴിൽ കിടക്കുന്ന മക്കൾക്കാണ്. അപ്പോ ഇവരെ അവിടെ നിന്ന് യേശുക്രിസ്തുവിലൂടെ ദൈവരാജ്യത്തിൽ, ഇനിയും ഭൂമിയിലല്ല, ദൈവരാജ്യത്തിൽ അവരെ വീണ്ടും ജനിപ്പിക്കുകയാണ്. നമ്മൾ യേശുക്രിസ്തുവിന്റെ രക്ഷകനെ കർത്താവായി സ്വീകരിച്ചപ്പോൾ നമ്മൾ ആത്മാവിൽ രാജ്യം മാറി പുതിയ ജനനമായി നമുക്ക് പുതിയ പൗരത്വമായി. അവിടുത്തെ പ്രവർത്തന രീതി ഈ ലോകത്തിലെ രീതിയല്ല. സ്വയകേന്ദ്രീകരണമായി ലോകത്തിൽ വീണുപോയ ജനത്തെ സൂക്ഷിക്കാനാണ് ന്യായപ്രമാണം പ്രവാചകന്മാർ. അവർ ജഡരൂപികളാണ്, പാപം ചെയ്യുന്നവരാണ്. എന്നാൽ ഇവർ വീണ്ടും ജനിച്ച ആത്മാവിൽ ദൈവരാജ്യത്തിലേക്ക് ഇവർ കടന്നു വന്നപ്പോ ഇവർക്കിനി ഇവിടെ നിയമം വേറെയാണ്, ലോകത്തിലെ നിയമമല്ല. ഇവർക്ക് ഇവിടെ ആത്മാവിന്റെ നിയമമാണ്, സ്വാതന്ത്ര്യത്തിന്റെ നിയമമാണ്, ലോ ഓഫ് ദ സ്പിരിറ്റ് ആണ്. ചുരുക്കി പറഞ്ഞാൽ ഈ ലോകത്തിൽ ഇവരുടെ അക്ഷരം സംസാരിക്കുന്നു. കാരണം ഇവർക്ക് ആത്മാവിൽ നിന്ന് എടുക്കുവാൻ അറിയത്തില്ല, ജീവനില്ല അവിടെ. കാരണം അത് ഭൗമ മണ്ഡലമാണ്, കാണുന്ന മണ്ഡലമാണ്. എന്നാൽ ഇവർ ആത്മമണ്ഡലത്തിലേക്ക് വീണ്ടും ജനിച്ചപ്പോ ഇനി ഇവർക്ക് അക്ഷരം വേണ്ട. ഇവരോട് ഈ അക്ഷരം എഴുതിയ ദൈവത്തിന്റെ ആത്മാവ് നേരിട്ട് സംസാരിക്കുന്നു. കാരണം ഇവർ ആത്മാക്കളുടെ നാട്ടിലാണ് വീണ്ടും ജനിച്ചിരിക്കുന്നത്, ദൈവരാജ്യത്തിലാണ് വീണ്ടും ജനിച്ചിരിക്കുന്നത്. ചുരുക്കി അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ദൈവം നിങ്ങളുടെ ഹൃദയം തുറന്നു തരട്ടെ. ഹല്ലേലൂയ. അപ്പോ അവിടെ നിയമം വേറെയാണ്. മറ്റത് പാപത്തിന്റെയും മരണത്തിന്റെയും നിയമമാണ്. എന്നാൽ അതിൽ നിന്ന് സ്വർഗത്തിൽ നമ്മളെ സ്വതന്ത്രമാക്കി ക്രിസ്തുവിൽ ആത്മാവിന്റെ നിയമത്തിന്റെ കീഴിലേക്ക് നമ്മളെ കൊണ്ടുവന്നു. ആ ആത്മാവിന്റെ നിയമം ആണ് ഈ ത്രിയേകത എന്ന് പറയുന്നത്. ത്രിയേകത കഴിഞ്ഞ സന്ദേശങ്ങളിൽ നമ്മൾ മനസ്സിലാക്കിയായിരുന്നു. അങ്ങോട്ടേക്ക് നമ്മൾ കടന്നു വരുന്നതിന് മുമ്പ് ഇവിടെ പറയാണ്, റോമ 8:1-2 ഭാഗങ്ങൾ നമുക്ക് വായിക്കാം. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തയേശുവിലുള്ളവർക്ക്, അതായത് നേരത്തെ ആഴത്തിലുള്ളവരായിരുന്നു, ആഴത്തിലുള്ളവർക്ക് എങ്ങനെ ഇങ്ങോട്ട് മാറി? വീണ്ടും ജനിച്ചപ്പോൾ ക്രിസ്തയേശുവിലേക്ക് മാറി. ഇപ്പോൾ ക്രിസ്തയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. കാരണം ക്രിസ്തു അവരുടെ ശിക്ഷകളെ ഏറ്റെടുത്തു. ശ്രദ്ധിക്കുക. ഇനി അടുത്ത എഴുതിയിരിക്കുകയാണ് ആത്മാവിന്റെ പ്രമാണത്തെ കുറിച്ച്. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം, അതായത് ജീവൻ കൊടുക്കുന്ന ആത്മാവിന്റെ പ്രമാണം. ആത്മാവിന്റെ പ്രമാണമാണ് ജീവൻ കൊടുക്കുന്നത്. എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന്, അതായത് പാപം ചെയ്യുന്ന ദേഹി മരിക്കണം. ഹല്ലേലൂയ. ന്യായപ്രമാണം അനുസരിക്കാത്തവൻ മരിക്കുക. പാപം ചെയ്യുന്ന ദേഹി മരിക്കണം. പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ഞാൻ ഇതിൽ നിന്ന് മാറ്റപ്പെട്ട് ഇപ്പൊ ഞാൻ എങ്ങോട്ടേക്ക് പോയി? ആത്മാവിന്റെ പ്രമാണത്തിലേക്ക് പോയി. ജീവൻ കൊടുക്കുന്ന ആത്മാവിന്റെ പ്രമാണം. പിടുത്തം കിട്ടിയോ? അപ്പോ രാജ്യം മാറിയപ്പോ നിയമം മാറി, രാജ്യം മാറിയപ്പോ രാജാവ് മാറി, രാജ്യം മാറിയപ്പോ ഗവൺമെന്റ് മാറി. ഇത് നമ്മൾ അറിയണം. നമ്മൾ ആയിരിക്കുന്ന രാജ്യം അത് ടെമ്പററി ആണ്, മരണമുള്ള രാജ്യമാണ്. അതാണ് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണം. അതാണ് അവിടെ വാഴുന്നത്. അതിൽ നിന്ന് അവിടെയാണ് ന്യായപ്രമാണം വർക്ക് ചെയ്യുന്നത്. അവിടെ നിന്ന് എന്നെ മാറ്റി ഇതാ ദൈവരാജ്യത്തിലേക്ക് എന്നെ മാറ്റി. ദൈവരാജ്യത്തിലേക്ക് മാറ്റിയപ്പോ ഗവൺമെന്റ് വേറെയാണ്, അവിടുത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ വേറെയാണ്, അതായത് ഭരണഘടന വേറെയാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് അത് പ്രകാരം ജീവിക്കാൻ തുടങ്ങണം. ഹല്ലേലൂയ. അത് പ്രകാരം ജീവിക്കാൻ തുടങ്ങണം. അതായത് യേശു ആ കിങ്ഡത്തിൽ ജീവിക്കുന്ന ദൈവപുത്രനാണ്. അതുകൊണ്ടാണ് യേശു പറയുന്നത്, എന്റെ നുകമേറ്റി എന്നോട് പഠിക്കുക. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ യേശുവിനോട് പഠിച്ച് അവിടെ ജീവിക്കണം. അവിടെ എന്തില്ല? അവിടെ മരണമില്ല. പക്ഷെ നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമിയിൽ, ജഡമണ്ഡലത്തിൽ, പിശാചിന്റെ കീഴിലുള്ള ഈ മണ്ഡലത്തിൽ മരണമുണ്ട്. അപ്പൊ മരണമുള്ള മണ്ഡലത്തിലാണ് ന്യായപ്രമാണവും പ്രവാചകന്മാരും ഒക്കെ വർക്ക് ചെയ്യുന്നത്. എന്നാൽ മരണമില്ലാത്ത നാം വീണ്ടും ജനിച്ച ദൈവരാജ്യത്തിൽ
അവിടെ ആത്മാവിന്റെ പ്രമാണമാണ്. ഈ ആത്മാവിന്റെ പ്രമാണമാണ് ഈ ത്രിയേകത എന്ന് പറയുന്നത്. നമ്മൾ അതിലേക്ക് വരിക പയ്യെ പയ്യെ പോകുന്നത്, കാരണം പെട്ടെന്ന് പോയാൽ നമുക്ക് മനസ്സിലാകത്തില്ല. ഇതാണ് യേശുക്രിസ്തു വളരെ വ്യക്തതയോടെ പ്രസംഗകനായ നിക്കോദീമോസിനോട് പറഞ്ഞത്. നിക്കോദീമോസെ, നിനക്ക് ഇതൊന്നും അറിയത്തില്ലയോ? എന്നിട്ട് നിക്കോദീമോസിനോട് പറയാണ്, ജഡത്താൽ ജനിച്ചത് ജഡമാണ്, ജഡത്താൽ ജനിച്ചത് ജഡമാണ്. അതാണ് സ്ത്രീയിൽ നിന്നുള്ള ജന്മം. ആത്മാവാൽ ജനിച്ചത് ആത്മാവാണ്, അതാണ് ദൈവത്തിൽ നിന്നുള്ള ജനനം, ദൈവരാജ്യത്തിന്റെ ജനനം. ഇത് രണ്ടും രണ്ടാണ്. ജഡത്താൽ ജനിച്ചത് ജഡം, ആ ജഡത്തിനാണ് ന്യായപ്രമാണവും പ്രവാചകന്മാരൊക്കെ ഉള്ളത്. അവിടെ മരണമുണ്ട്. ഇതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നത്, ക്രിസ്തുയേശുവിൽ നിനക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല, പക്ഷെ നീ വീണ്ടും ജഡത്തെ ജീവിച്ചാൽ, അതിന്റെ 8:13, നീ മരിക്കുന്ന നിശ്ചയം. അപ്പോ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ വ്യക്തതയോടെ മനസ്സിലാക്കുക, ജഡത്താലുള്ള ജനനം, അതിന്റെ കീഴിൽ അവിടെയാണ് ന്യായപ്രമാണം. എന്നാൽ നമ്മൾ ഓരോരുത്തർ യേശു കർത്താവിനെ രക്ഷകനും നമ്മുടെ നാഥനുമായി സ്വീകരിച്ചപ്പോൾ നമ്മൾ ആത്മാവിൽ വീണ്ടും ജനിച്ചു. അവിടെയാണ് ആത്മാവിന്റെ പ്രമാണം. ഇത് രണ്ടും രണ്ടാണ്. ഇവിടെ രണ്ട് ഗവൺമെന്റ് ആണ്, രണ്ട് ഭരണമാണ് എന്ന് വ്യക്തതയോടെ മനസ്സിലാക്കിക്കോട്ടെ. ഇന്ന് സഭയിലെ എല്ലാ ദൈവദാസന്മാരും, ദൈവമക്കൾക്ക് പെട്ടെന്ന് മനസ്സിലാകത്തില്ലായിരിക്കാം, എന്നാൽ ദൈവദാസന്മാരെങ്കിലും അറ്റ്ലീസ്റ്റ് ഇത് മനസ്സിലാക്കിയിട്ട് ഇന്ന് നമ്മളെ ലോകത്ത് നിന്ന് ദൈവരാജ്യത്തിലേക്ക് മാറ്റി മനസ്സിലാക്കിയിട്ട് ആ ദൈവരാജ്യത്തിലെ ഭരണ രീതിയാണ് ആത്മാവിന്റെ പ്രമാണം. അതാണ് ത്രിയേക പ്രവർത്തനം. ഇത് തിരിച്ചറിയും. അത് മനസ്സിലാക്കുന്നതിന് മുമ്പ് നാം ദൈവരാജ്യം ജനിച്ചപ്പോ ആ പ്രസംഗനായ നിക്കോദീമോസിന് ഇത് മനസ്സിലായില്ല. യേശു ക്രിസ്തു അദ്ദേഹത്തെ വഴക്ക് പറയുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹത്തോട് പറയുകയാണ്, യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ, യേശു ക്രിസ്തു അദ്ദേഹത്തോട് വളരെ വ്യക്തതയോടെ പറഞ്ഞു. അതിന്റെ 3-ാം വാക്യത്തിൽ യേശു നിക്കോദീമോസിനോട്, അതായത് പ്രസംഗകനോടായി പറയണേ, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതിയതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. അപ്പൊ എന്റെ പ്രിയ സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ, നമ്മൾ യേശുവിനെ കർത്താവ് രക്ഷിതാവുമായി സ്വീകരിക്കുമ്പോൾ പുതിയതായി ജനിക്കണം. ഒറിജിനൽ ആയിരിക്കണം കേട്ടോ. ഈ ലോകത്ത് പ്രസംഗിച്ച് കേൾക്കുന്ന യേശുക്കളെയൊക്കെ കർത്താവ് രക്ഷിതാവായിട്ട് അകത്ത് കയറ്റി കഴിഞ്ഞാൽ പലപ്പോഴും വീണ്ടും ജനനം നടക്കത്തില്ല. ഒറിജിനൽ ആയിരിക്കണം. പൗലോസ് പറഞ്ഞ പോലെ അത് കള്ളക്രിസ്തു ആണ്, മറ്റൊരു യേശു, അത് നടക്കില്ല. ഒറിജിനൽ ആണെങ്കിൽ അകത്ത് ഒരു തെളിവുണ്ടാകും. കർത്താവ് പറഞ്ഞ വിശ്വസിക്കുന്നതിന് ഉള്ളത്തിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിൽ നദികൾ ഒഴുകും. അല്ലാത്തതിനെ സ്വീകരിച്ചിട്ട് ഒരു കാര്യമില്ല. അവസാനം യേശു പറയും, ഞാൻ ഒരു കാലങ്ങളെ അറിഞ്ഞിട്ടില്ല എന്ന്. അപ്പൊ ശ്രദ്ധിക്കുക, ഡ്യൂപ്ലിക്കേറ്റിലൊന്നും പോയി വീടരുത്. അപ്പോ നാം അമ്മയുടെ വയറ്റിൽ നിന്ന് ജനിച്ചത്, ഇതാണ് യേശുക്രിസ്തു വീണ്ടും അദ്ദേഹത്തെ പഠിപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തോട് പറയുന്നുണ്ട്, അദ്ദേഹം ചോദിച്ചു ഒരു കാര്യം, അദ്ദേഹം ചോദിക്കുകയാണ് നിക്കോദിമോസ് അവനോട്, യേശുവിനോട്, മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെയാണ്? അപ്പൊ നിക്കോദിമോസിന് അറിയാവുന്നത് ഈ ഭൂമിയിൽ അമ്മയുടെ വയറ്റിൽ ജനിക്കുന്നതിനെ കുറിച്ച് മാത്രമേ ഉള്ളൂ. ആ പ്രസംഗം അറിയത്തില്ല. രണ്ടാമത് അമ്മയുടെ ഉദരത്തിൽ കിടന്ന് ജനിക്കാമോ എന്ന് ചോദിച്ചു. അതിന് യേശു, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയില്ല. അപ്പോ നമ്മൾ ഇന്ന് പിടിവാശി പിടിക്കുന്ന ദൈവരാജ്യം ഞങ്ങൾക്കുള്ളതല്ല എന്ന് പിടിവാശി പിടിക്കുന്ന, യഹൂദന് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന പിടിവാശി പിടിക്കുന്ന സഹോദരങ്ങളോട് ഞാൻ നിങ്ങൾ ഒന്ന് പറയട്ടെ, എന്റെ പൊന്നു സഹോദരങ്ങളെ, മറ്റുള്ളവരെ ഓർത്തെങ്കിലും അങ്ങനെയൊന്നും പിടിവാശി പിടിക്കാതിരിക്കുക. നാം വീണ്ടും ജനിച്ചാൽ ദൈവരാജ്യത്തിലാണ് വീണ്ടും ജനിക്കുന്നത്. അവിടെ എഴുതിയിരിക്കും, യേശു പറയാണ്, ഇതാ ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താൽ ആത്മാവിനാൽ ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കിടപ്പാൻ ആർക്കും കഴിയില്ല. അപ്പൊ നാം അവസാനം കിടക്കേണ്ടത് പിതാവിന്റെ അടുക്കലാണ്, ദൈവരാജ്യത്തിങ്കലാണ്. പുതിയതായി ജനിക്കണം എന്ന് തുടർന്ന് പുതിയതായി ജനിക്കണം എന്ന് ഞാൻ നിന്നോട് പറയാൻ ആശ്ചര്യപ്പെടരുത്. ഇനി താഴെ അവിടെ 6-ാം വാക്യം പറയാണ്, യേശു പറയാണ്, ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു. അതാണ് നിക്കോദിമോസ് പറയുന്നത്, ഞാൻ ഭൂമിയിൽ ജനിച്ചു. അവിടെയാണ് ന്യായപ്രമാണം എന്ന നിയമം വർക്കിയുടെ. കാരണം അത് പിശാചിന്റെ കീഴിലാണ്. അവിടെ ഈ ന്യായപ്രമാണം അവരെ നമ്മളെ സൂക്ഷിക്കാൻ ദൈവം തന്നതാണ്. ഹല്ലേലൂയ. അത് രാജ്യം വേറെയാണ്, ലോകമാണ്, പിശാചിന്റെ കീഴിലാണ്. എന്നാൽ ഇനി നമ്മൾ വീണ്ടും ജനിച്ചപ്പോൾ നമ്മുടെ രാജ്യം മാറി. ഇവിടെ നമ്മൾ ദൈവരാജ്യത്തിലാണ് വീണ്ടും ജനിക്കുന്നേ. അതാ ദൈവത്തിന്റെ കീഴിലുള്ള രാജ്യമാണ്. പിടുത്തം കിട്ടിയോ? അവിടെ നിയമം ന്യായപ്രമാണമോ അല്ല, അവിടെ നിയമം ആത്മാവിന്റെ നിയമമാണ്. ഈ ആത്മാവിന്റെ നിയമമാണ് ത്രിയേക പ്രവർത്തനം. ഇത് വ്യക്തതയോടെ മനസ്സിലാക്കുക. അത് ദൈവരാജ്യത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷനാണ്, ഭരണഘടനയാണ് ഈ ത്രിയേകത. ഇത് വ്യക്തതയോടെ മനസ്സിലാക്കുക. ഈ ഭരണഘടനയിൽ നിൽക്കണം. നമുക്ക് ഇന്ത്യയിൽ ജീവിക്കണമെങ്കിൽ ഇന്ത്യയുടെ ഭരണഘടനയിൽ നിൽക്കണം. നിങ്ങൾക്ക് അറിയാമല്ലോ, ഇന്ത്യയുടെ ഭരണഘടന പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ അതൊരു ഹൈറാർക്കിയാണ്. ഗവൺമെന്റിന്റെ ഹെഡ് എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്ററാണ്.
എന്നാൽ രാഷ്ട്രത്തിന്റെ ഹെഡ് എന്ന് പറയുന്നത് പ്രസിഡന്റ് ആണ്. നമുക്ക് ആ ഹൈറാർക്കി നോക്കുമ്പോൾ ഏറ്റവും മുകളിൽ പ്രസിഡന്റാ നിൽക്കണേ, താഴെ വൈസ് പ്രസിഡന്റ് ആണ് നിൽക്കണേ, അതിന്റെ താഴെ പ്രധാനമന്ത്രി നിൽക്കണേ, അതിന്റെ താഴെ ദ യൂണിയൻ ഓഫ് മിനിസ്റ്റേഴ്സ് ആണ്. അവിടെയാണ് എല്ലാ മിനിസ്റ്റേഴ്സും സെക്രട്ടറിമാരൊക്കെ വരുന്നത്, ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സും മറ്റുള്ള എല്ലാ മിനിസ്റ്റേഴ്സും കയറി വരുന്നത്. അതൊരു ഹൈറാർക്കിയാണ്. അവരുടെ താഴെയാണ് ജനം വരുന്നത്. പക്ഷെ ശരിക്കും ജനമാണ് ഏറ്റവും ടോപ്പിൽ വരുന്നത്. കാരണം ജനമാണ് തീരുമാനിക്കുന്നത് ആര് ഭരിക്കണമെന്നൊക്കെ തീരുമാനിക്കുന്നത്. അത് ജനാധിപത്യത്തിന്റെ പ്രത്യേകതയാണ്. ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ചത് ഒരു ഹൈറാർക്കി, ഒരു ഭരണ ശ്രേണി അവിടെയുണ്ട്. ഇതേപോലെ തന്നെ അത് നമ്മുടെ ഭരണഘടനയാണ്. ഇതേപോലെ തന്നെ ദൈവരാജ്യത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ആ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അവിടെയാണ് ത്രിയേകത നമുക്ക് മനസ്സിലാവുള്ളൂ. എന്നിട്ട് ഈ കോൺസ്റ്റിറ്റ്യൂഷനാണ് ക്രിസ്തുവിൽ വർക്ക് ചെയ്തിരുന്നത്. ഇതേ രീതി ക്രിസ്തു നമ്മളോട് പറയാണ്, എന്റെ രീതി നിങ്ങളും പഠിക്കാൻ. എന്നിട്ട് കാരണം എന്താ? ഞാൻ ഉടമസ്ഥനല്ല, ഞാൻ അവകാശിയാണ്. പിതാവ് സർവത്തിന്റെ ഉടമസ്ഥനാണ്. നിങ്ങളെ എന്റെ അപ്പം വിളിച്ചേക്കണത് എന്റെ കൂട്ടവകാശികളായിട്ടാ വിളിച്ചേക്കണേ, എന്റെ സഹോദരങ്ങളായിട്ടാ വിളിച്ചേക്കണേ. ഇതൊന്നും നമ്മുടെ സുവിശേഷത്തിൽ പറയില്ല. കാരണം നമ്മൾ ഇട്ട അടിസ്ഥാനമേ തെറ്റിപ്പോയി. നമുക്ക് അറിവില്ല എന്താണ് സുവിശേഷം വ്യക്തതയോടെ മനസ്സിലാക്കി. യേശു 3 വർഷം പ്രസംഗിച്ചതാണ് സുവിശേഷം. ആ സുവിശേഷത്തിനുള്ള ധാരാളം സുവിശേഷങ്ങളുണ്ട്, നല്ല വിശേഷങ്ങളുണ്ട്. ആ സുവിശേഷത്തിൽ യേശു 3 വർഷം പ്രസംഗിച്ച സുവിശേഷം ദൈവത്തോടു കൂടെ ജീവിപ്പാൻ ക്രിസ്തുയേശുവിലൂടെ നമ്മളെ വിളിക്കുന്നു എന്ന സന്ദേശമാണ് അറിയിച്ചത്. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ മാനസാന്തരപ്പെട്ട് ഞാൻ ഈ പറഞ്ഞ സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്ന യേശു അറിയിച്ചത്. അതിന്റെ അർത്ഥം ദൈവം നമ്മളോട് താമസിക്കാൻ ആഗ്രഹിക്കുന്നു. അതിന്റെ കീഴിലുള്ള സുവിശേഷമാണ് യേശു കാൽവരിയെ കുറിച്ച് നമുക്ക് വേണ്ടി മരിച്ചു. എന്തിന്? ഈ ദൈവത്തോടു കൂടെ ജീവിക്കാൻ നമുക്കൊരു വഴിയൊരുക്കുകയായിരുന്നു. തന്റെ ദേഹം എന്ന തിരശ്ശീലയിലൂടെ ജീവനുള്ള പുതിയ വഴിയൊരുക്കി. നമ്മൾ അത് മാത്രം എടുത്തുകൊണ്ട് പോയി. എന്നാൽ ലക്ഷ്യം നമ്മൾ എടുത്തില്ല. ലക്ഷ്യം നമ്മൾ വേണ്ടാന്ന് നമ്മൾ നല്ലൊരു പങ്കും പറയണം. അതൊക്കെ യഹൂദന്മാർക്കുള്ളതാണ്. അങ്ങനെയല്ല, യഹൂദനും യവനനും ഒക്കെ ഒറ്റ സുവിശേഷമുള്ളൂ. സുവിശേഷം റോമ 1:16 ഒന്ന് ജസ്റ്റ് ഒന്ന് വായിക്കാം. റോമ 1:16 ദേവാസിനെ അതൊന്ന് എടുത്തെങ്കിൽ ഒന്ന് വായിച്ചോട്ടോ. റോമ 1:16 ശ്രദ്ധിച്ചേ. റോമ 1:16 പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, സുവിശേഷം ആദ്യം യഹൂദനാണ്, ഹല്ലേലൂയ, തുടർന്നത് യവനനാണ്. അത് രക്ഷയ്ക്കുള്ള ദൈവശക്തിയാണ്. അപ്പോ എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇത് വ്യക്തതയോടെ ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം. ആരെങ്കിലും നിങ്ങളെ പറഞ്ഞു പറ്റിക്കാൻ വന്ന് നിങ്ങൾ ഈ കാര്യം ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുവാനായിട്ട് ഇടയാകണം. ഓ ഫാദർ വി താങ്ക് യു. റോമ 1:16 ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായുള്ള ദൈവശക്തിയാവുന്നുവല്ലോ. വീണ്ടും അത് റിപ്പീറ്റായി. ഞാനൊന്ന് എക്സിറ്റ് ചെയ്ത് കയറട്ടെ കേട്ടോ. ഓക്കെ, ദൈവം നിങ്ങളെ ഏവരെയും തുണയ്ക്കട്ടെ. താങ്ക് യു. താങ്ക് യു. സഹോദരങ്ങളെ, ഇതാ വ്യക്തതയോടെ നമ്മൾ മനസ്സിലാക്കുക, സുവിശേഷം ഒന്നേ ഉള്ളൂ. അതാണ് യേശു ക്രിസ്തു പ്രസംഗിച്ച സുവിശേഷം കേട്ടോ. അതിന് പല പേരുകളുണ്ടെന്നേ ഉള്ളൂ. ദൈവരാജ്യ സുവിശേഷം, കൃപയുടെ സുവിശേഷം, അതോടൊപ്പം തന്നെ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം, ഇങ്ങനെ പല പല പേരുകൾ അത് അറിയപ്പെടുന്നു മാത്രമേ ഉള്ളൂ. എല്ലാം ഒന്ന് തന്നെയാണ്. ഇതാ റോമ 1:16 പറയാണ്, സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും ആദ്യം യഹൂദനും പിന്നെ യവനനും. അപ്പോ യഹൂദനും മാത്രമല്ല, യവനനും ഉണ്ട് സുവിശേഷം. വേറെ സുവിശേഷങ്ങളല്ല, ഒറ്റ സുവിശേഷമാണ്. രക്ഷയ്ക്കായുള്ള ദൈവശക്തി ആകുന്നുവല്ലോ. അപ്പോ എന്റെ പ്രിയ സഹോദരൻ ശ്രദ്ധിക്കുക. അപ്പൊ നമ്മളിവിടെ പറഞ്ഞു വന്നത്, രാജ്യം മാറിയാൽ നിയമം മാറും. ഹല്ലേലൂയ. ആത്മലോകത്ത് പിശാചിന്റെ രാജ്യത്ത് കുടുങ്ങിക്കിടക്കുന്നവരായിരുന്നു നമ്മൾ. ഭൂമിയിലായിരുന്നു നമ്മുടെ ശരീരം. അവിടെ നമ്മൾ കുടുങ്ങിക്കിടക്കുക. എന്നാൽ യേശു ക്രിസ്തു വന്ന് പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി.
പിശാചിന്റെ പ്രവൃത്തികളെ ദൈവം നമ്മളെ കുറിച്ച് എന്താ ആഗ്രഹിക്കുന്നു എന്ന് 3 വർഷം നമ്മളെ അറിയിച്ചു. അതാണ് നമ്മൾ നേരത്തെ ആ ലെറ്റർ പൊട്ടിച്ച് സന്ദേശം വായിച്ചില്ലേ, യേശു ക്രിസ്തു എന്ന കവറ്, അതിന് സന്ദേശം കൊടുത്തില്ലേ, ആ 3 വർഷം യേശു പ്രസംഗിച്ച സന്ദേശമാണ്. പക്ഷെ നമ്മൾ പലപ്പോഴും ലെറ്റർ പൊട്ടിക്കാൻ യേശുവിന്റെ മനസ്സ് ഒന്ന് പൊട്ടിച്ച് വായിക്കാൻ മറന്നുപോയി. യേശു പറഞ്ഞ സന്ദേശം എടുക്കാൻ മറന്നുപോയി. അത് പിശാച് നമ്മളെ മറപ്പിച്ചു. ഇനിയും മറക്കരുത്, പ്രത്യേകിച്ച് ഓർക്കുക. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ഇനി മനസ്സിലാക്കേണ്ടത് നമ്മുടെ രാജ്യം മാറുമ്പോൾ നിയമം മാറുകയാണ്. നിയമം മാറുകയാണ്. അപ്പൊ നമ്മൾ ദൈവരാജ്യത്തിലാണ് വീണ്ടും ജനിച്ചത്. ഇതാണ് യേശുക്രിസ്തു പറയുന്നത്. വീണ്ടും ജനിച്ചില്ല എങ്കിൽ ഭൂമി കാണത്തില്ലെന്നല്ല പറഞ്ഞത്. അമ്മയുടെ വയറ്റിൽ നിന്ന് ജനിച്ചപ്പോ ജഡത്താൽ ജനിച്ചത് ജഡമാണ്, ജഡത്താൽ ജനിച്ചത് ജഡമാണ്. എന്നാൽ ആത്മാവാൽ ജനിച്ചത് ആത്മാവാണ്. അപ്പോ നമ്മൾ അത് വ്യക്തതയോടെ മനസ്സിലാക്കുക. ആത്മാവാൽ ജനിച്ചതെന്ന് പറയുന്നത് നമ്മൾ ദൈവരാജ്യത്തിൽ വീണ്ടും ജനിച്ചതാണ്. ഓ ഫാദർ വി താങ്ക് യു, ഗിവ് യു ഗ്ലോറി. ഇതാ M11 മത്തായി 11:11 നമുക്ക് വീണ്ടും ഇത് തന്നെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. M11 അവിടെ എഴുതിയിരിക്കുന്ന ഭാഗം ശ്രദ്ധിക്കാം. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ ആരും എഴുന്നേറ്റിട്ടില്ല. കണ്ടോ, സ്ത്രീ എന്നുള്ള ജനനം. എന്നാൽ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനോ അവനിലും വലിയവനെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറഞ്ഞു. യേശു സത്യം ചെയ്ത് പറയുകയാണ്. എന്നിട്ട് പറയാണ്, യോഹന്നാൻ സ്നാപകന്റെ നാൾ മുതൽ ഇന്നേ വരെ സ്വർഗരാജ്യം ബലാത്കാരം ചെയ്യുന്നു, ബലാത്കാരികൾ അതിനെ പിടിച്ചടക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണിത്. ഹല്ലേലൂയ. ഇവിടെ ജഡത്താൽ ജനിച്ച ജഡമാണ്, അതാണ് ഭൂമിയിലുള്ള സ്ത്രീയിൽ നിന്നുള്ള ജനനം. ആത്മാവാൽ ജനിച്ചത് ആത്മാവാണ്, അതാണ് സ്വർഗരാജ്യത്തിലെ ദൈവത്തിലുള്ള ജനനം. ഹല്ലേലൂയ. അപ്പോ ഈ ഭൂമിയും ഈ ലോകവും അതിന്റെ മോഹങ്ങളൊക്കെ ഒഴിഞ്ഞു പോകും. ദൈവം ഇഷ്ടം ചെയ്യുന്നത് എന്നേക്ക് നിലനിൽക്കും. അപ്പൊ ഇത് രണ്ട് രാജ്യങ്ങളാണ്. എന്റെ സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് 2 അസ്തിത്വങ്ങളാണ് ഉള്ളത്. 2 അസ്തിത്വങ്ങൾ. സർവപ്രപഞ്ചത്തിലെ സൃഷ്ടികൾക്കും ഒരു അസ്തിത്വമേ ഉള്ളൂ. അസ്തിത്വം എന്ന് പറഞ്ഞാൽ ഫോം ഓഫ് ലൈഫാണ് കേട്ടോ, ഫോം ഓഫ് ലൈഫ്. പല അസ്തിത്വങ്ങളുണ്ട്. ഇതാ പൂച്ച ഒരു അസ്തിത്വമാണ്, ടൈഗർ ഒരു അസ്തിത്വമാണ്, കുതിര ഒരു അസ്തിത്വമാണ്, മനുഷ്യർ അസ്തിത്വമാണ്, ദൈവം ഒരു അസ്തിത്വമാണ്. ശ്രദ്ധിക്കുക, ഇതെല്ലാം ഫോം ഓഫ് ലൈഫുകളാണ്. ഫോം ഓഫ് ലൈഫ്. ദൈവം എന്ന് പറഞ്ഞാൽ അതിന്റെ സോഴ്സ് ആണ്, അത്യുന്നത്. ഹല്ലേലൂയ. അപ്പോ ഇതെല്ലാം ലൈഫ്. ഇതുപോലെ നമ്മളെ സംബന്ധിച്ച 2 അസ്തിത്വങ്ങളുണ്ട്. നിങ്ങളത് വ്യക്തതയോടെ തിരിച്ചറിയാൻ 2 അസ്തിത്വങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ അസ്തിത്വം എന്ന് പറയുന്നത് മനുഷ്യരാണ്, മനുഷ്യ മക്കളാണ്. മറ്റൊന്ന്, നമ്മുടെ അസ്തിത്വം എന്ന് പറയുന്നത് ദൈവമാണ്, ദൈവമക്കളാണ്. ഈ 2 അസ്തിത്വങ്ങൾ നമുക്കുണ്ട്. ഇതാണ് യേശു ക്രിസ്തു യഹൂദന്മാരോട് തർക്കിച്ചു വാദിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. യേശു ക്രിസ്തു പറയുന്നു, ദൈവത്തിന്റെ അരുളപ്പാട്, എലോഹിമിന്റെ അരുളപ്പാട് ഉണ്ടായിട്ടുള്ളവരെയൊക്കെ ദൈവങ്ങൾ എന്ന് പറയുന്നുവെങ്കിൽ ഞാൻ ദൈവത്തിന്റെ പുത്രൻ എന്ന് പറഞ്ഞത് കൊണ്ടാണോ നിങ്ങൾ എന്നെ കല്ലെറിയുന്നതെന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം യോഹന്നാൻ 10 അത് യേശു ക്രിസ്തു കോട്ട് ചെയ്തത് സങ്കീർത്തനം 82 നിന്നാണ്. അപ്പോ ഈ 2 അസ്തിത്വങ്ങൾ നാം മനസ്സിലാക്കണം. നമ്മുടെ ഒരസ്തിത്വം എന്ന് പറയുന്നത് മനുഷ്യരാണ്, മനുഷ്യ മക്കളാണ്. മറ്റൊരു അസ്തിത്വം എന്ന് പറയുന്നത് ദൈവമാണ്, ദൈവ മക്കളാണ്. ഹല്ലേലൂയ. ഇത് 2 തിരിച്ചറിയണം. നമുക്ക് 2 ജനനമുണ്ട്. അതുകൊണ്ട് അതാണ് സ്ത്രീയിൽ നിന്നുള്ള ജനനം, അതാണ് ഭൂമിയിലെ ജനനം. ഇനി ദൈവത്തിൽ നിന്നുള്ള ജനനം, അതാണ് ദൈവരാജ്യത്തിലെ ജനനം, അതാണ് നമ്മൾ വീണ്ടും ജനനം എന്ന് പറയുന്നത്. ഇതാണ് യേശു ക്രിസ്തു പറഞ്ഞത്, ജഡത്താൽ ജനിച്ചത് ജഡമാണ്, അത് മനുഷ്യനാണ്. എന്നാൽ ആത്മാവാൻ ജനിച്ചത് ആത്മാവാണ്, അത് ദൈവമാണ്, ദൈവപുത്രനാണ്. ഹല്ലേലൂയ. ഇത് നമ്മൾ തിരിച്ചറിയണം. ഈ 2 അസ്തിത്വം തിരിച്ചറിയണം. കഴിഞ്ഞ നാളിൽ ഇതൊന്നും നമ്മൾ അറിയാൻ പിശാച് നമ്മൾ അനുവദിച്ചില്ല. ഇത് സത്യം നമ്മൾ അറിയുമ്പോൾ സത്യം നമ്മളെ സ്വതന്ത്രമാകും. 82 സങ്കീർത്തനം യേശു കോട്ട് ചെയ്ത ആ സങ്കീർത്തനത്തിൽ നമ്മൾ കടന്നു വരുമ്പോ, എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾ വ്യക്തതയോടെ കേൾക്കണം, പ്രാർത്ഥനയോടെ കേൾക്കണം. ദൈവമേ, എനിത് മനസ്സിലാക്കുന്ന അക്ഷരത്തിൽ കേൾക്കാൻ നിൽക്കരുത്, ആത്മാവിൽ കേൾക്കുവാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച് കേൾക്കണം. അക്ഷരത്തിൽ കേൾക്കാൻ പോയാൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാകത്തില്ല. മാത്രമല്ല, ഇതിനെ എതിർക്കുന്ന ഒരു പിശാചും അവന്റെ കളകൾ ഇതിനെ എതിർക്കും. കാരണം സഭ ഇത് മനസ്സിലാക്കരുതെന്നാണ്, കുഞ്ഞുങ്ങൾ ഇത് മനസ്സിലാക്കരുതെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന് ദുരുപദേശം എന്നും പറഞ്ഞ് അവരെ ഒരു ഭയങ്കരമായ ഒരു സംഭവം ഇറക്കി വിട്ടിരിക്കുന്നത്. പക്ഷെ എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ടല്ലോ. ഏതെങ്കിലും കാര്യങ്ങൾ ദൈവത്തിന്റെ വചനത്തിൽ ഇല്ലാത്തതാണ് പറയുന്നതെങ്കിൽ ചൂണ്ടിക്കാണിക്കാൻ പറഞ്ഞിട്ട് ഒരാളും മുമ്പിൽ വരുന്നില്ല.
ശ്രദ്ധിച്ചു കേൾക്കുക. 82 സങ്കീർത്തനം. നമുക്ക് രണ്ട് അസ്തിത്വമാണ് ഉള്ളത് എന്നുള്ള യേശു ക്രിസ്തു കോട്ട് ചെയ്ത ആ ഭാഗത്തേക്ക് നമുക്ക് കടന്നു വരാം. 82 സങ്കീർത്തനം. ഓ സോ ലോർഡ് ഐ ലവ് യു, ഗിവ് യു ഗ്ലോറി. 82 6 അത്യുന്നതനായ ദൈവം പറയുന്ന കാര്യം. സാജുബന്റെ മൊബൈൽ റെഡി ആയോ വചനം വായിക്കാൻ? ഇല്ലെങ്കിൽ ഞാൻ തന്നെ വായിച്ചോളാം. അല്ല, ഞാൻ ഇത് ഓൺ ആക്കുമ്പോഴേ ഈ മ്യൂട്ട് ഓൺ ആക്കുമ്പോ അത് പിന്നെ റൗണ്ട് അടിക്കുക, അതുകൊണ്ടാണ്. ഒന്ന് ഓണാക്കേണ്ടതാണ്. അപ്പൊ റിഫ്ലക്ഷൻ വരുന്നത്, എക്കോ കയറി വരുന്നു. ഓക്കെ, അപ്പൊ ഞാൻ തന്നെ വായിക്കാം. 82 സങ്കീർത്തനം 6 വാക്യം 7 വാക്യം കേട്ടോ. നമ്മുടെ രണ്ട് അസ്തിത്വങ്ങളെ നിങ്ങൾ തിരിച്ചറിയണം. ഒന്ന്, ഐസെഡ് എന്ന് വെച്ചാൽ എലോഹീം ആണ് പറയുന്നത്, അത്യുന്നതനായ ദൈവമാണ് പറയുന്നത്. ഞാൻ മലയാളത്തിൽ വായിക്കാം. മലയാളം ട്രാൻസ്ലേഷൻ തെറ്റാ, ദേവന്മാരുടെ എഴുതിയാണ്. ദേവന്മാർ എന്നല്ല, എലോഹീം എന്നാണ് കേട്ടോ. H430 എന്ന സ്ട്രോങ് റെഫറൻസ് നമ്പറിലെ എലോഹീം, ആദിയിൽ എലോഹീം ആകാശം ഭൂമി സൃഷ്ടിച്ചില്ലേ, അതേ വാക്യമാണ് അവിടെ വെച്ചിരിക്കുന്നത് കേട്ടോ. അവിടെ എഴുതിയിരിക്കുകയാണ്, നിങ്ങൾ, ഞാൻ കറക്റ്റായിട്ട് വായിക്കാം, ദൈവങ്ങൾ ഏലോഹിമുകൾ ആകുന്നു എന്നും നിങ്ങളൊക്കെയും ഏലോഹിമിന്റെ അത്യുന്നതനായ ദൈവത്തിന്റെ പുത്രന്മാർ എന്നും ഞാൻ പറഞ്ഞു. ഞാനല്ല, യേശുക്രിസ്തു അല്ല, സ്വർഗസ്ഥ പിതാവ് പറഞ്ഞു എന്ന്. ശ്രദ്ധിക്കുക, നിങ്ങളൊക്കെ ദൈവങ്ങളാകുന്നു. ഏത് ദൈവങ്ങൾ? അത്യുന്നതനായ ദൈവമാണോ? അല്ലേ, അല്ല. ഞങ്ങൾ താഴെ വ്യക്തതയോടെ പറയുന്നതാണ്, അത്യുന്നതനായ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോ ക്ലാസ് ആണിത്, ആ ദൈവത്തിന്റെ അതേ ക്ലാസ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ മക്കളാ, മനുഷ്യന്റെ മക്കൾ മനുഷ്യരായിരിക്കുന്നു പോലെ ദൈവത്തിന്റെ മക്കൾ ദൈവങ്ങളാ. ഇത് ഞാൻ പറയുന്നതല്ല, അത്യുന്നതനായ ദൈവം പറയുന്നതാ. ശ്രദ്ധിക്കുക, ഇതാണ് നമ്മുടെ ഓരോ അസ്തിത്വം. എന്നാൽ ദൈവം വീണ്ടും പറയാണ്, എങ്കിലും നിങ്ങൾ മനുഷ്യരെ പോലെ മരിച്ചു പോകും. എങ്കിലും നിങ്ങൾ മനുഷ്യരെ പോലെ മരിച്ചു പോകും. അപ്പൊ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ അസ്തിത്വം. അപ്പൊ ഈ രണ്ട് അസ്തിത്വം ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോ, ഈ ഭൂമിയിലെ എല്ലാ സൃഷ്ടിജാലങ്ങൾക്കും ഒരു സൃഷ്ടിപ്പേ ഉള്ളൂ. പക്ഷെ നമ്മളെ ശ്രദ്ധിച്ചോ, നമുക്ക് രണ്ട് സൃഷ്ടിപ്പുണ്ട്. ഇന്നലെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒന്ന്, ഉൽപ്പത്തി പുസ്തകം 2:7 ദൈവം ഭൂമിയിൽ നിന്ന് മണ്ണെടുത്തു, ഒരു മനുഷ്യരൂപം ഉണ്ടാക്കി, അതിൽ ഊതി മനുഷ്യ ജീവനുള്ള ദേഹിയായി തീർന്നു. ഇതാണ് നമ്മളുടെ സൃഷ്ടിപ്പ്. പക്ഷേ ആ സൃഷ്ടിക്കപ്പെട്ടവർ ക്രിസ്തുവിലായാൽ അടുത്ത രണ്ടാം സൃഷ്ടിപ്പായി, പുതിയ സൃഷ്ടിപ്പായി. ഒരുവൻ ക്രിസ്തുവിലായ അവൻ പുതിയ സൃഷ്ടിയായി. നമുക്ക് രണ്ട് അസ്തിത്വങ്ങളുണ്ട് മക്കളെ. ദൈവത്തിന്റെ ആത്മാവല്ലാതെ വേറെ ആർക്കും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റത്തില്ല. രണ്ട് അസ്തിത്വങ്ങളുണ്ട്. അതുകൊണ്ടാണ് ബൈബിളിലെ പുതിയ ഉടമ്പടിയിലേക്ക് വരുമ്പോ പഴയ ഉടമ്പടി കാണാത്തൊരു കാര്യങ്ങൾ, പഴയ മനുഷ്യനും പുതിയ മനുഷ്യനും. എങ്ങനെ ഈ രണ്ടെണ്ണം വന്നേ? പഴയതെന്ന് പറയുന്നത് ആദത്തിലെ സൃഷ്ടിപ്പിലുണ്ടായ സംഭവമാണ്. പുതിയതെന്ന് പറയുന്നത് കാൽവരി ക്രൂശിലെ ക്രിസ്തുവിലെ സൃഷ്ടിപ്പിലുണ്ടായ സംഭവമാണ്. ഹല്ലേലൂയ. ഇത് രണ്ട് അസ്തിത്വങ്ങളാണ്. ഇതുപോലെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, നിങ്ങളൊക്കെ ദൈവങ്ങളാകുന്നു. ഏത് ദൈവങ്ങൾ? അത്യുന്നതന്റെ പുത്രന്മാരാകുന്നു. എങ്കിലും നിങ്ങൾ എന്ത് പറ്റും? മനുഷ്യരെ പോലെ മരിച്ചു പോകും. എവിടെ? പഴയ സൃഷ്ടിയിൽ. പുതിയ സൃഷ്ടിയിലോ നിങ്ങൾ എന്നേക്കും ജീവിക്കും. നല്ല യേശുക്രിസ്തു പറയുന്നത് പഴയ സൃഷ്ടികളായ മനുഷ്യരോട്, നിങ്ങൾ എന്നിൽ വിശ്വസിച്ചാൽ നിങ്ങൾ മരിച്ചാലും മരിക്കത്തില്ല, നിത്യം ജീവിക്കും. മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് രണ്ട് അസ്തിത്വങ്ങളുണ്ട്. ഞെട്ടണ്ട. നിങ്ങളെ ദൈവത്തിന്റെ ആത്മാവ് ആ പഴയ അസ്തിത്വത്തിൽ നിന്ന് പുതിയതിലേക്ക് കൊണ്ടുപോകുന്നതിനെ കുറിച്ച് പറഞ്ഞു തരുന്നതുകൊണ്ടാണ് പിശാചു അവന്റെ ആളുകൾ കിടന്ന് പിടക്കണേ, ദുരുപദേശം 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 എന്ന് പറഞ്ഞുകൊണ്ട്. കാരണം സഭയിലേക്ക് ഈ സന്ദേശം വരരുത്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കിക്കോട്ടോ, ആരൊക്കെ എന്തൊക്കെ ചെയ്താലും പിശാചല്ല അവന്റെ അപ്പൂപ്പനായ ബെൽസെബൂൽ പോലും പ്രവർത്തിച്ചാൽ പോലും ഈ സന്ദേശം തടയാൻ പറ്റത്തില്ല. കാരണം ഇത് ജനിച്ചത് ദൈവത്തിൽ നിന്ന്. ദൈവത്തിന് വചനം പറയുന്നു, ദൈവത്തിൽ ജനിച്ചത് ലോകത്തെ ജയിക്കുന്നു. ലോകം പിശാചിനെ കീഴില്ല. ഇത് ദൈവത്തിൽ ജനിച്ചതാ, ഇത് ലോകത്ത് ജയിക്കുക തന്നെ ചെയ്യും. യാതൊരു സംശയമില്ല. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ദൈവദാസനും പറയാത്ത സന്ദേശമായി കേൾക്കണം നിങ്ങൾ. നമുക്ക് രണ്ട് അസ്തിത്വമുണ്ട്. അത്യുന്നതനായ ദൈവമാണ് പറയുന്നത്, നിങ്ങളൊക്കെ ദൈവങ്ങളാണ്. ഏത് ദൈവങ്ങൾ? ദൈവത്തിന്റെ പുത്രന്മാരാണ്. എങ്കിലും നിങ്ങൾ മനുഷ്യരെ പോലെ മരിച്ചു പോകും. ഒന്ന് ദൈവത്തിന്റെ അസ്തിത്വം, ഒന്ന് മനുഷ്യന്റെ അസ്തിത്വം. ഒന്ന് നമ്മൾ ദൈവമക്കളാണ്, അപ്പൊ തന്നെ മനുഷ്യ മക്കളാണ്. ഇത് വ്യക്തതയോടെ തിരിച്ചറിയാം. ഒന്ന് മനുഷ്യമക്കൾ പഴയ സൃഷ്ടിയിൽ, ദൈവമക്കൾ പുതിയ സൃഷ്ടിയിൽ, നമ്മുടെ തെരഞ്ഞെടുപ്പിൽ, അതിനെല്ലാം മുമ്പ്. അപ്പൊ ഇത് വ്യക്തതയോടെ തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കുക. മനുഷ്യമക്കളായ നാം ഇവിടെ കൊണ്ട് അല്പം കൊണ്ട് തീരും. എന്നാൽ ഈ മനുഷ്യമക്കളായ നാം യേശുവിനെ കൈക്കൊണ്ട്, യോഹന്നാൻ 1:1 യേശുവിനെ കൈക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും
ദൈവ മക്കളാകാൻ ദൈവം അധികാരം കൊടുത്തു. എക്സിസ്റ്റൻസ് മാറിയ മനുഷ്യ മക്കൾക്ക് ദൈവ മക്കളാകാൻ അധികാരം കൊടുത്തു. ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? യോഹന്നാൻ 1:12 പറഞ്ഞേ. നമ്മളെപ്പോഴും പറയും യേശുവിനൊക്കെ കൊണ്ട് യേശുനാമത്തിൽ യേശുനാമം വിശ്വസിക്കുന്ന ഏവർക്ക്. നമ്മൾ ചിന്തിക്കുന്നത് മതം മാറി പെന്തക്കോസ്ത് സഭയിൽ ചേർന്നു, അല്ലെന്നുണ്ടെങ്കിൽ ബ്രദറൻ സഭയിൽ ചേർന്നു എന്നൊക്കെ നമ്മൾ പറയണേ. അങ്ങനെയൊന്നും അല്ല. എന്റെ പൊന്നു കുഞ്ഞുങ്ങളെ, ദൈവമക്കളാകാൻ അധികാരം കൊടുത്തു. എക്സിസ്റ്റൻസ് ചേഞ്ച് ചെയ്യാൻ അധികാരം കൊടുത്തത്. പഴയതിൽ നിന്ന് പുതിയതിലേക്ക് മാറാൻ അധികാരം കൊടുത്തു. അതുകൊണ്ടല്ലേ ദൈവത്തിന് നമ്മളോട് പറയുന്നത് എഫെസ്യർ 4:22, 21, 24 പറയാണ്, നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, പഴയ എക്സിസ്റ്റൻസിനെ ഉപേക്ഷിക്കണം, പഴയ മനുഷ്യനെ ഉപേക്ഷിക്കണം, അതിന് പുതിയ മനുഷ്യനെ ധരിക്കണം. ക്രിസ്ത്യാനിരൂപമായി സൃഷ്ടിക്കപ്പെട്ട ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട നമ്മുടെ പുതിയ രൂപം എന്ന് പറയുന്നത് ദൈവാനുരൂപ ക്രിസ്ത്യാനിരൂപമാണ്. ഹല്ലേലൂയ. പഴയ രൂപം എന്ന് പറയുന്നത് സെൽഫ് സെന്റേർഡ് ആയിട്ടുള്ള വീട് പോയ ആദാനുരൂപമാണ്. ഇതല്ലേ ദൈവം നമ്മളോട് പറയുന്നത്, നിന്റെ ന്യായ പ്രമാണത്തിലെ വചനത്തിലെ അത്ഭുതങ്ങളെ കാണുവാൻ എന്റെ കണ്ണു തുറക്കണേ. ഹല്ലേലൂയ. ദൈവം നമുക്ക് വേണ്ടി ഒരിക്കലും ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടില്ല, ഒരു ഹൃദയം നിരൂപിച്ചിട്ടില്ല. ഇത് ദൈവത്തിന്റെ ആത്മാവിനെ ദൈവം വെളിപ്പെടുത്തുന്നത്. ഇതാണ് ത്രിയേക പ്രവർത്തനം. വ്യക്തതയോടെ അത് നമ്മൾ തിരിച്ചറിയുക. ഇതാ എഫേസ്യ ലേഖനത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോ 4-ാം അധ്യായത്തിൽ വളരെ നമുക്ക് 2 അസ്തിത്വം ഉണ്ടെന്നുള്ള വളരെ വ്യക്തത. 2 അസ്തിത്വത്തിന് 2 രീതിയിലുള്ള പ്രവർത്തനമാണ്. 4-ാം അധ്യായം 22 മുതൽ വ്യക്തതയോടെ പറയാണ്, ആദ്യത്തെ അസ്തിത്വത്തെ നമ്മൾ ഉപേക്ഷിക്കണം. എഴുതിയിരിക്കുക, മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളെ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച്. എന്താ ഈ പഴയ മനുഷ്യൻ എന്ന് പറയുന്നേ? ഇതാണ് ആലത്തിലുള്ള സൃഷ്ടിപ്പ്. ഇതാണ് നമ്മളുടെ ആ പഴയ അസ്തിത്വം. മനസ്സിലായോ? പഴയ മനുഷ്യനെ ഉപേക്ഷിക്കണം. പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായി നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട. അപ്പോ നമ്മുടെ പുതിയ രൂപം എന്താ? എന്റെ മക്കളെ, നമ്മുടെ പുതിയ രൂപം എന്താ? ദൈവാനുരൂപം. ദൈവാനുരൂപം. നിങ്ങൾക്ക് മനസ്സിലാക്കാം. പഴയ ആ ഫൗണ്ടേഷനാണ് ഇട്ടെങ്കിൽ നിങ്ങൾക്കൊന്നും പറയാൻ പറ്റത്തില്ല. ആ ഫൗണ്ടേഷൻ ഒക്കെ മാറ്റി ബൈബിളിലെ ഫൗണ്ടേഷൻ ഇടുക. യേശു പറഞ്ഞു സുവിശേഷത്തിന്റെ ഫൗണ്ടേഷൻ ഇടുക. ഇവിടെ പറയാണ് ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട. ഇതല്ലേ ദൈവം പറഞ്ഞത്, നിങ്ങളൊക്കെ ദൈവങ്ങളാകുന്നു, അത്യുന്നതന്റെ പുത്രന്മാരാകുന്നു, നിങ്ങൾ മനുഷ്യരെ പോലെ മരിച്ചു പോകും. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ പറയാണ് ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യരെ ധരിച്ചു കൊള്ളുക. ദൈവാനുരൂപമായി. ഞാൻ പറയുന്നതല്ല, വിശുദ്ധ ബൈബിള് പറയാണ് നമ്മുടെ പുതിയ രൂപം എന്ന് പറയുന്നത് ദൈവാനുരൂപമാണ്. ഈ ദൈവാനുരൂപം എന്ന് പറഞ്ഞാൽ ആരെ പോലെയാണ്? ക്രിസ്തുവെ പോലെയാണ്. ഹല്ലേലൂയ. ക്രിസ്തുവെ പോലെയാണ് ഈ രൂപം. വ്യക്തതയോടെ തിരിച്ചറിയുക. ആ പുതിയ മനുഷ്യൻ ധരിച്ചുകൊള്ളുക. ഒപ്പം ഒരു പക്ഷങ്ങൾ ചോദിക്കൂ, ക്രിസ്തുവെ പോലെയാണെന്ന് ഈ ദൈവാനുരൂപത്തിന് എന്താ തെളിവ്? റോമ 8:29. അതല്ലേ വളരെ വ്യക്തതയോടെ ദൈവത്തിന്റെ വചനം പറയുന്നത്. ദൈവം, ഏത് ദൈവം? അത്യുന്നതനായ സ്വർഗസ്ഥ പിതാവ് തന്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യം ജനിച്ചവനാകേണ്ടതിന് തന്റെ ആ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപമാകാൻ മുൻ നിയമിച്ചു. അപ്പൊ ഈ ദൈവാനുരൂപം എന്ന് പറഞ്ഞാൽ ആരുടെ സ്വരൂപമാ? പുത്രന്റെ സ്വരൂപമാണ്. ഇതുകൊണ്ടാണ് പുത്രൻ നമ്മളോട് പറയുന്നത്, എന്റെ നുകം ഏറ്റി എന്നോട് പഠിക്കേ. മനുഷ്യരെ, എന്നോട് പഠിക്ക, എങ്കിൽ നിങ്ങൾ ജയിക്കും. അതല്ല അവിടെ എഴുതി വെച്ചേ, എങ്കിൽ നിങ്ങളുടെ ദേഹിക്ക് ആശ്വാസം കിട്ടും. പക്ഷെ ഇത് നമ്മൾ പറയാതെ യേശുവിനെ സ്തുതിക്കുന്നു പറഞ്ഞുകൊണ്ട് ഈ ജനം വല്ലതും കയറിപ്പോവോ? ഹല്ലേലൂയ. ഈ ജനം കയറിപ്പോണെങ്കിൽ യേശുവിനോട് പഠിച്ചാലേ ജയിക്കുള്ളൂ. യേശുവിനോട് പഠിച്ചാലേ ജയിക്കുള്ളൂ. യേശുവിനോട് പഠിച്ചാൽ ദൈവം ഇഷ്ടം എന്നാന്ന് മനസ്സിലാകും. നമ്മൾ യേശുവിനുള്ള ത്രിയേക പ്രവർത്തനം നമ്മളിലും വരാൻ തുടങ്ങും. ഇത് വ്യക്തതയോടെ നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ രാജ്യം മാറിയെന്ന് ആദ്യം മനസ്സിലാക്കുക. ലോകരാജ്യത്ത് ദൈവരാജ്യത്തിലേക്ക് മാറിയെന്ന് മനസ്സിലാക്കുക. മനുഷ്യവംശത്തിൽ നിന്ന് ദൈവവംശത്തിലേക്ക് മാറിയെന്ന് ആദ്യം മനസ്സിലാക്കുക. ലോകരാജ്യത്ത് പിശാചിന്റെ കീഴിലും ദൈവരാജ്യം ദൈവത്തിന്റെ കീഴിലും ഒന്ന് മനസ്സിലാക്കുക. ലോകരാജ്യത്തിലെ നിയമമല്ല ദൈവരാജ്യത്തിലെ നിയമം ഒന്ന് മനസ്സിലാക്കുക. ലോകരാജ്യത്തെ ഞാൻ സെൽഫ് സെന്റേഡ് ആയിരുന്നു. യേശു 53:6 പറയുന്നത് പോലെ നാം എല്ലാ ആടുകളെ പോലെ തെറ്റിപ്പോയി സ്വയത്തിലേക്ക് വീണുപോയി. എന്നാൽ ദൈവരാജ്യത്തിലേക്ക് കടന്നു വരുമ്പോൾ തിരിച്ചറിയണം, യേശുവിനോട് പഠിച്ചാൽ ഉടനെ തിരിച്ചറിയും, എനിക്ക് സ്വയമേ ഒന്നും പ്രവർത്തിക്കാൻ കഴിയത്തില്ല. ത്രിയേകമായി പ്രവർത്തിക്കാൻ പറ്റും. ഇത് തിരിച്ചറിയും. ഹല്ലേലൂയ. അതാണ് ലോ ഓഫ് ദ സ്പിരിറ്റ്. ഇതാണ് യേശുവിനോട് പഠിക്കുമ്പോ നമുക്ക് പെട്ടെന്നറിയാം. യേശു പറയാണ് അങ്ങനെ 5:19, 5:30 യേശു പറയാ, ദൈവോത്തരം പറയാ, എനിക്ക് സ്വയമേ
ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. ഇതാദ്യം മനസ്സിലാക്കണം. മനുഷ്യ മക്കളായ നമുക്കെല്ലാം സ്വയമേ ചെയ്യാൻ പറ്റും. എല്ലാം അല്ല, കുറച്ചൊക്കെ നമ്മളാ കഴിയുന്നതൊക്കെ സ്വയമേ ചെയ്യാൻ പറ്റും. കാരണം നമ്മുടെ രീതി സ്വയമേ ചെയ്യുന്നതാണെന്നേ, വീണുപോയതാണ് നമ്മള്. എന്നാൽ ദൈവരാജ്യത്തിലേക്ക് വരുമ്പോൾ, അതായത് ഞാൻ പറഞ്ഞല്ലോ, ഇന്ത്യയിൽ ഇതാ ഇടതുഭാഗം ചേർന്നാണ് വണ്ടി ഓടിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ 32 വർഷമായി ആയിരിക്കുന്ന യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ വലതുഭാഗം ചേർന്നാണ് വണ്ടി ഓടിക്കുന്നത്. രാജ്യം മാറി. രണ്ട് വ്യത്യാസമുണ്ട്. ഇവിടെ ലോകത്ത് ന്യായപ്രമാണം ആർക്കാ? തിമോത്തിയോസിന്റെ 1 ലേഖനം 1-ാം തീയതി പറയുന്നത് പാപികൾക്ക് വേണ്ടിയുള്ളതാ. അപ്പൊ ഇവിടെ എല്ലാം പാപം ചെയ്യുന്നവരാ, പാപികൾക്ക് വേണ്ടി ന്യായപ്രമാണം കൊടുത്തിരിക്കുക. എന്നാൽ അത് ജഡത്ത ജനിച്ചവർക്ക്, എന്നാൽ ആത്മാവ് ജനിച്ചവർക്ക്, നമ്മുടെ പുതിയ അസ്തിത്വം ആത്മാവ് ജനിച്ചവർക്ക് ന്യായപ്രമാണമല്ല, ആത്മാവിന്റെ പ്രമാണമാണ്. അതിൽ നമ്മുടെ പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നമ്മൾ ആത്മാവിന്റെ പ്രമാണം സ്വതന്ത്രമാക്കി. ഇനി നമ്മൾ അക്ഷരം നോക്കിയല്ല പോകുന്നത്, അക്ഷരം എഴുതിയ വ്യക്തിയായ പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കും. അങ്ങനെയാണ് ഇനി പോകുന്നത്. ഇതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നത്, ഭൂമിയിൽ അക്ഷരത്തനുസരിച്ച് നടക്കുന്ന ആളുകൾ മനുഷ്യരാണ്, അക്ഷരങ്ങളാണ് മനുഷ്യരെ ഗൈഡ് ചെയ്യുന്നത്. എന്നാൽ റോമ 8:14 പറയുന്നു, ദൈവാത്മാവ് നയിക്കപ്പെടുന്നവരാണ് ദൈവത്തിന്റെ മക്കൾ. അപ്പൊ രണ്ടും രണ്ട് തലമാണ്. അപ്പൊ ഈ ദൈവരാജ്യത്തിലെ ഈ ദൈവപുത്രന് അവൻ ക്രിസ്താനുരൂപനാണ്. അതാണ് നമ്മുടെ പുതിയ അസ്തിത്വം. അപ്പൊ മനുഷ്യന്റെ അസ്തിത്വം, ദൈവത്തിന്റെ അസ്തിത്വം. അപ്പൊ തിരിച്ചറിയണം, ഈ ലോകത്തിൽ നമ്മൾ ഏകമായി പ്രവർത്തിക്കുന്നു. ദൈവരാജ്യത്തിലെ ദൈവത്തിനായ ക്രിസ്തു ത്രിയേകമായി പ്രവർത്തിക്കുന്നു. അതിന്റെ പേരാണ് ആത്മാവിന്റെ നിയമം. ഹല്ലേലൂയ. അപ്പോ നമുക്ക് ആ ദൈവരാജ്യത്തിൽ ക്രിസ്തു പറഞ്ഞ ആ ഒരു സംഭവം നമ്മൾ ശ്രദ്ധിക്കുക. ക്രിസ്തു പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മത്തായി 11:29. അപ്പൊ ഇനി മുതൽ അതൊന്ന് ശ്രദ്ധിച്ചു പോകണം കേട്ടോ. ശ്രദ്ധിച്ചില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. യേശു പറയാണ് എന്നോട് പഠിക്കാൻ, യേശുവിനോട് പഠിക്കാൻ. അവരെഴുതിയിരിക്കുന്നു, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എന്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ. യേശുവിനോട് പഠിക്കുക. കാരണം നമ്മൾ യേശുവിനെ പോലെ ആകാനാണ് മുൻ നിയമിച്ചിരിക്കുന്നത്. എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക്, തെറ്റാണ്, ആത്മാക്കളല്ല, ദേഹിയാണ്, സോൾസ് ആണ് കേട്ടോ. എന്നാൽ നിങ്ങളുടെ സോൾസുകൾക്ക് ആശ്വാസം കണ്ടെത്തും. യു വിൽ ഫൈൻഡ് റെസ്റ്റ് ആൻഡ് യുവർ സോൾസ് എന്നാണ്. ഹല്ലേലൂയ. അപ്പൊ വ്യക്തതയോടെ ആ ട്രാൻസ്ലേഷൻ മിസ്റ്റേക്കൊക്കെ മാറ്റി നമ്മൾ പഠിച്ചാൽ നല്ലൊരു കാര്യം. ഇനി യേശുവിനോട് പഠിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് പഠിക്കേണ്ടത് ഒരു കാര്യം, യേശുവിനെ പോലെ ആകാനാണ് നമ്മളെ നിയമിച്ചിരിക്കുന്നത് എന്ന് ആദ്യം മനസ്സിലാക്കുക. നമ്മുടെ പുതിയ അസ്തിത്വം എന്ന് പറയുന്നത് ലോകം സൃഷ്ടിക്ക് മുമ്പേ തീരുമാനിച്ചതാണ്. ക്രിസ്തുവിൽ നമ്മളെ തെരഞ്ഞെടുത്തതാണ്. ദൈവത്തിന്റെ അസ്തിത്വമാണ്. ഹല്ലേലൂയ. ക്രിസ്തുവെ പോലെ ആകാനാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പോ ദൈവത്തിന്റെ മക്കളാകാനാണ് വെച്ചിരിക്കുന്നത്. അപ്പോ ദൈവത്തിന്റെ മക്കളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവരുടെ പ്രവർത്തന രീതി, അവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മളെ പോലെ സ്വയം പ്രവർത്തിക്കുന്നതല്ല. അവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ദൈവത്തിൽ നിന്ന് ആരംഭിക്കുന്നത്. അതായത് അത്യുന്നതനായ സ്വർഗസ്ഥ പിതാവിൽ നിന്ന് ആരംഭിക്കാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് വ്യക്തതയോടെ തിരിച്ചറിയാം. ഇതാ അതുകൊണ്ടാണ് യോഹന്നാൻ 5:19 നമ്മൾ യേശുവിനോട് പഠിക്കുമ്പോൾ നമ്മൾ ഈ ത്രിയേകത പഠിക്കുക. അവിടെ വെച്ചാണ് പഠിക്കുന്നത് യേശുവിനോട് പഠിക്കുമ്പോൾ കേട്ടോ. അവിടെ യേശു പറയാണ്, ആകയാൽ യേശു അവരോട് ഉത്തരം പറഞ്ഞത്. അതായത് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സംസാരിച്ചിരുന്നു. യേശു ക്രിസ്തു അത്യുന്നതനായ സ്വർഗസ്ഥ പിതാവോട് സമനാക്കി എന്നും പറഞ്ഞുകൊണ്ടാണ് അവര് പറഞ്ഞത്. അപ്പോ അതിന് മറുപടി ആയിട്ടാണ് യേശു ക്രിസ്തു കൊടുക്കുന്നത്. ഞാൻ അതുകൂടി വായിച്ചോണ്ട് കേട്ടോ, വായിക്കാം, 18 കൂടി വായിക്കാം. അങ്ങനെ യേശു ശബത്തിനെ ലംഘിച്ചത് കൊണ്ട് മാത്രമല്ല, ദൈവം സ്വന്തം പിതാവ് എന്ന് പറഞ്ഞ് തന്നെത്താൻ ദൈവത്തോട് സമമാക്കിയത് കൊണ്ട് യഹൂദന്മാർ അവനെ കൊല്ലുവാൻ അധികം ശ്രമിച്ചു പോകുന്നു. മനസ്സിലായോ? ഇതിന് മറുപടി ആയിട്ടാണ് യേശു പറയുന്നത്. തന്നെത്താൻ ദൈവത്തോട് സമനാക്കി. തീർച്ചയായും ദൈവപുത്രൻ ദൈവത്തോട് സമനാണ്, യാതൊരു സംശയമില്ല. ഹല്ലേലൂയ. യാതൊരു സംശയമില്ല. ഞാനും എന്റെ മകന് സമനാണ്. ഹല്ലേലൂയ. ഞാനും മനുഷ്യനാണ്, എന്റെ മകനും മനുഷ്യനാണ്. സ്വർഗസ്ഥ പിതാവും ദൈവമാണ്, ക്രിസ്തുവും ദൈവമാണ്. ഇനി ക്രിസ്തുവിൽ ജനിച്ച എല്ലാ മക്കളും ദൈവങ്ങൾ തന്നെയാണ്. കാരണം അവരുടെ ക്ലാസ് വരെ ഇതാണ് സ്വർഗസ്ഥ പിതാവ് പറയുന്നേ. യെസ് ബ്രദർ. ഒരു 5 മിനിറ്റ് നേരത്തെ വീഡിയോ ഒന്ന് ഓഫ് ആക്കുവാണേ. ഓക്കെ. ശ്രദ്ധിക്കുക,
ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ അസ്തിത്വം. ഇതാണ് സ്വർഗസ്ഥ പിതാവ് 82 സങ്കീർത്തനം 82:6 പറഞ്ഞത്, നിങ്ങളൊക്കെ ദൈവങ്ങളാണ്. ഏത് ദൈവങ്ങൾ? അത്യുന്നതന്റെ മക്കളാണ് നിങ്ങൾ. എങ്കിലും നിങ്ങൾ മനുഷ്യരെ പോലെ മരിച്ചു പോകും. അതാണ് രണ്ട് അസ്തിത്വങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞത്. വിശ്വസിക്കുക. നിങ്ങൾ ബൈബിളിലുള്ളത് മാത്രം വിശ്വസിച്ചാൽ മതി. ഞാൻ പറഞ്ഞോണ്ട് ഒന്നും വിശ്വസിക്കേണ്ട. ഇത് നിങ്ങളിത് വിശ്വസിക്കുന്നതിന് റിസൾട്ട് വരാൻ തുടങ്ങും, നിങ്ങൾ അനുസരിക്കാൻ തുടങ്ങുന്നെങ്കിൽ. യേശു പറയാണ്, ഇതാ തന്നെത്താൻ ദൈവത്തോട് സമനാക്കിയതുകൊണ്ട് യഹൂദന്മാർ അവനെ കൊല്ലുവാൻ അധികമായി ശ്രമിച്ചു പോകുന്നു. ഒരു ദൈവപുത്രൻ ദൈവത്തോട് സമനാണ്, യാതൊരു സംശയവുമില്ല. ഹല്ലേലൂയ. ശ്രദ്ധിക്കുക, ഒറ്റ കാര്യം, ആ അസ്തിത്വത്തിൽ സമമാണ്, ബാക്കിയുള്ള കാര്യങ്ങളിലല്ല. ഇത് നമ്മൾ വ്യക്തതയോടെ മനസ്സിലാക്കണം. ഇനി ആകയാൽ യേശു അവരുടെ ഉത്തരം പറഞ്ഞു. അതുകൊണ്ട് യേശുവിന്റെ ഉത്തരം പറയാണ്. എന്താണ്? എന്റെ പിതാവും ഞാനും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നാണ് ആ ഉത്തരത്തിന്റെ അടിസ്ഥാനം. എന്താണ്? എന്റെ പിതാവ് എല്ലാം സ്വയമേ ചെയ്യുന്ന ആളാണ്, ഞാൻ ഒന്നും സ്വയമേ ചെയ്യത്തില്ല, എനിക്ക് പറ്റില്ല. ഇതാണ് യേശു പറയുന്നത്. ഹല്ലേലൂയ. ദൈവപുത്രന്മാരായ നമ്മൾ യേശുവിനോട് പഠിക്കുമ്പോൾ നമ്മൾ അത് മനസ്സിലാക്കണം, നമുക്കും സ്വയമേ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കണം. ആകയാൽ യേശു അവരുടെ ഉത്തരം പറഞ്ഞത്, ആമേൻ ആമേൻ, സത്യം ചെയ്ത് പറയുകയാണ്, ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രന് സ്വതേ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇതാണ് പിതാവും ദൈവപുത്രന്മാരും തമ്മിലുള്ള പ്രധാന വ്യത്യാസം. ദൈവപിതാവ് എല്ലാം സ്വയമേ ചെയ്യുന്നു, എല്ലാം ഏകമായി ചെയ്യുന്നു. ദൈവപുത്രന്മാർക്ക് ഒന്നും, സാക്ഷാൽ ക്രിസ്തുവിന് പോലും ഒന്നും സ്വയമേ ചെയ്യാൻ പറ്റത്തില്ല. ക്രിസ്തു ആണയിട്ട് യഹൂദന്മാരോട് പറയുക. ഹല്ലേലൂയ. ആകെ യേശുവിന്റെ ഉത്തരം പറഞ്ഞത്, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രന് സ്വതേ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. എത്ര കാര്യം? ഒന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ എന്നെ വിശ്വസിക്കേണ്ട, വിശുദ്ധ ബൈബിളില് യേശു പറഞ്ഞ വചനം വിശ്വസിക്കാൻ നിങ്ങൾ ക്രിസ്തുവിന്റെ ശിഷ്യന്മാരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും കഴിയും. ഹല്ലേലൂയ. പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രന് സ്വയമേ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. പിതാവ് ചെയ്യുന്നതെല്ലാം പുത്രനും ആ വണ്ണം തന്നെ ചെയ്യുന്നു. ഹല്ലേലൂയ. അപ്പൊ വ്യക്തതയോട് മനസ്സിലാക്കുക, പിതാവും ക്രിസ്തുവും തമ്മിലുള്ള മേജർ വ്യത്യാസം വ്യക്തതയോടെ മനസ്സിലാക്കുക. പിതാവ് എല്ലാം സ്വയമേ ചെയ്യുന്നു. ഹല്ലേലൂയ. കഴിഞ്ഞ സന്ദേശത്തിൽ ജെറമ്യ 32:27 നമ്മൾ വായിച്ചു. സ്വർഗത്തിലെ ദൈവം പറയാ, ഞാൻ സർവ്വജഡത്തിന്റെയും ദൈവമായ യഹോവയല്ലയോ, എന്നാൽ കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ എന്ന് പിതാവ് ചോദിക്കുമ്പോ ഇവിടെ പുത്രൻ പറയുന്നു, എനിക്ക് സ്വയമേ ഒരു കാര്യവും ചെയ്യാൻ പറ്റത്തില്ല. ആമേൻ ആമേൻ, ഉറപ്പിച്ച് തറപ്പിച്ചു. ഹല്ലേലൂയ. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഈ വ്യക്തമായ ഈ വ്യത്യാസം മനസ്സിലാക്കണം. നമ്മളെ സ്വർഗീയ പിതാവാകാൻ വിളിച്ചിട്ടില്ല, സ്വർഗീയ പിതാവാകാൻ പോകരുത്. ആ ലെവലിലേക്ക് പോയാൽ ലൂസിഫർ എന്ന ആ നിഷ്കളങ്കനായ ദൂതന് പറ്റിയതുപോലെ തന്നെ നമുക്ക് സംഭവിക്കും. ഇനി ആ ദൂതൻ പറ്റിച്ച ആദ്യ കുടുംബമായ ആദം ഹവ്വ ദമ്പതി ഹവ്വയോട് പിശാച് പറഞ്ഞ്, തിന്നാൽ നിങ്ങൾ ദൈവത്തെ പോലെയാകും, അത്യുന്നതനായ സ്വർഗസ്ഥ പിതാവിനെ പോലെയാകാൻ എന്നെയും നിങ്ങളെയും വിളിച്ചിട്ടില്ല, അത്യുന്നതന്റെ പുത്രനായ ക്രിസ്തുവെ പോലെയാകാൻ, ക്രിസ്താനുരൂപനാകാനാണ് എന്നെയും നിങ്ങളെ വിളിച്ചതെന്നുള്ള ആ വ്യക്തമായ ബോധം നമുക്കുണ്ടാകണം. ഹല്ലേലൂയ. പിശാച് ആരെയും തെറ്റിക്കുവാനായിട്ട് ഇടയാകരുത്. സ്വർഗസ്ഥ പിതാവും ദൈവപുത്രനായ ക്രിസ്തുവും തമ്മിലുള്ള മേജർ പ്രവർത്തനത്തിലെ വ്യത്യാസമാണ് ഈ പറഞ്ഞത്. മേജർ വ്യത്യാസങ്ങൾ വേറെ ഉണ്ട്. സ്വർഗസ്ഥ പിതാവ് ഉടമസ്ഥനാണ്, ക്രിസ്തു ഒന്നിന്റെ ഉടമസ്ഥനല്ല, സകലത്തിന്റെ അവകാശിയാണ്. ഹെബ്രായർ 1:1-2 അവകാശിയാണ്. നമ്മൾ ക്രിസ്തുവോട് കൂട്ടവകാശികളാണ്. റോമ 8:17. എന്തുകൊണ്ടാ കൂട്ടവകാശിയാൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രിസ്തുവിന്റെ സഹോദരങ്ങളാണ്, പുതിയ സൃഷ്ടിയിൽ, പുതിയ അസ്തിത്വത്തിൽ. ഹല്ലേലൂയ. റോമ 8:29 തന്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് ആ പുത്രനോട് അനുരൂപമാകാൻ നമ്മളെ മുൻ നിയമിച്ചിരിക്കുന്നു, സ്വർഗസ്ഥ പിതാവിനോടല്ല. അതുകൊണ്ട് നമ്മളുടെ പ്രവർത്തനവും ക്രിസ്തുവിന്റെ പ്രവർത്തന രീതിയാണ്. നമുക്ക് സ്വർഗസ്ഥ പിതാവിൽ നിന്ന് ആരംഭിച്ചിട്ടല്ലാതെ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. അപ്പൊ എപ്പോഴും മനസ്സിലാക്കണം, സ്വർഗസ്ഥ പിതാവിൽ നിന്ന് ആരംഭിച്ചിട്ടേ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. നമ്മൾ ഇതിലേക്ക് എത്തണമെങ്കിൽ നമ്മളുടെ അസ്തിത്വം മാറണം. നമ്മൾ ആദ്യം ക്രിസ്തുവിലാകണം. ഇതോടെയാണ് പുതിയ ഉടമ്പടി പുസ്തകത്തിൽ ധാരാളം ഭാഗങ്ങൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ഒരുവൻ ക്രിസ്തുവിൽ ആയാൽ. മനസ്സിലായോ? ക്രിസ്തുവിൽ ആയാൽ. അപ്പോ ആദത്തിലായിരുന്നു, ക്രിസ്തുവിലാകണം. അങ്ങനെ ക്രിസ്തുവിലായവർക്ക് മാത്രമേ ഈ ത്രിയേക പ്രവർത്തന ശൈലി, അതാണ് ആത്മാവിന്റെ നിയമം, ആത്മാവിന്റെ നിയമം പ്രവർത്തനത്തിൽ കൊണ്ടുവരാൻ കഴിയൂ. ഹല്ലേലൂയ. കാരണം പുതിയ ഉടമ്പടിയിൽ ദൈവരാജ്യത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ നിയമം അങ്ങനെയാണ്. ഇത് വ്യക്തതയോടെ തിരിച്ചറിയാം. ഇനി യേശു ക്രിസ്തു ഈ ത്രിയേക പ്രവർത്തനം എങ്ങനെയാ പ്രവർത്തിച്ചതെന്ന് കഴിഞ്ഞ സന്ദേശങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഇനി തുടരാൻ വേണ്ടി നമ്മൾ ആ ഭാഗം ഒന്ന് തൊട്ട് മുന്നോട്ടേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ശ്രദ്ധിച്ചാട്ടെ,
യേശു ക്രിസ്തു ത്രിയേക പ്രവർത്തനം പ്രവർത്തിച്ചപ്പോ സ്വർഗത്തിലെ ദൈവം സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് വന്നില്ല. പക്ഷെ സ്വർഗത്തിലെ ദൈവം ഭൂമിയിൽ ഇമ്മാനുവൽ എന്ന രീതിയിൽ വെളിപ്പെട്ടു. ദൈവം മനുഷ്യരോട് കൂടെ. ഇത് ദൈവപുത്രന്മാർ ആര് നിന്നാലും യേശുവിനോട് പഠിച്ച് യേശുവിനെ പോലെ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ ആ വ്യക്തിയിലൂടെ സ്വർഗത്തിലെ ദൈവം ഭൂമിയിൽ വെളിപ്പെടാൻ തുടങ്ങും. ഹല്ലേലൂയ. അപ്പോ അത് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് ഒരു കാര്യം നിങ്ങളോട് പറയാം. ഇതെല്ലാം ദൈവം ചെയ്യുന്നത് തന്റെ ആത്മാവിലൂടെയാണ്. അതാണ് ത്രിയേക പ്രവർത്തനം. പിതാവ് പുത്രനിൽ തന്റെ ആത്മാവിലൂടെ പ്രവർത്തിക്കുന്നു. പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം. ഇതാണ് ത്രിയേക പ്രവർത്തനം. ഇത് ദൈവപുത്രനായ ക്രിസ്തുവിലാണ്, ക്രിസ്തുവിലുള്ളവരിലാണ്. ഇത് വ്യക്തതയോടെ തിരിച്ചറിയാം. ഇത് നമുക്ക് മനസ്സിലാകാനായിട്ട് ഈ ഭരണഘടനയിലൂടെ, ഈ കോൺസ്റ്റിറ്റ്യൂഷനിലൂടെ സ്വർഗത്തിലെ ദൈവം ഭൂമിയിൽ ഇറങ്ങും. അപ്പോ ഇത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. അതിനെ ബൈബിൾ ഇട്ടിരിക്കുന്ന വേറൊരു നമ്മളോട് പറയുന്ന ഈ ഇമ്മാനുവൽ ഫംഗ്ഷൻ നമ്മളിൽ നടക്കണമെങ്കിൽ നാം ദൈവത്തിന് വഴി തുറക്കണം. യഹോവയ്ക്ക് വഴി തുറക്കണം. യഹോവയ്ക്ക് എങ്ങോട്ട് വഴി തുറക്കണം? ഭൂമിയിലേക്ക് വഴി തുറക്കണം. അപ്പൊ യഹോവ എങ്ങനെ വരും? യഹോവ തന്റെ ആത്മാവിലൂടെ ഭൂമിയിൽ വെളിപ്പെടും. നമ്മിലൂടെ ഭൂമിയിൽ വെളിപ്പെടും. ദൈവപുത്രന്മാരിലൂടെ ഭൂമിയിൽ വെളിപ്പെടും. അങ്ങനെ നമ്മളെ കാണുന്നവൻ സ്വർഗത്തിലെ ദൈവത്തെ കാണത്തക്കവണ്ണം സ്വർഗത്തിലെ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മളിലൂടെ വെളിപ്പെടും. ഇതാണ് യേശുക്രിസ്തു പലപ്പോഴും പറയുന്നത്. നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ പ്രവൃത്തി നോക്കി വിശ്വസിപ്പിൻ. കാരണം ദൈവമാണ് എന്നിലൂടെ പ്രവർത്തിക്കുന്നത്, തന്റെ ആത്മാവിലൂടെ. അപ്പോ ഇത് വ്യക്തതയോടെ നമ്മൾ തിരിച്ചറിയുക. അപ്പോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ ഒരു പ്രവർത്തനം നമ്മളിൽ നടന്നാൽ നമ്മളിൽ ത്രിയേക പ്രവർത്തനം നടക്കുകയാണ്. ദൈവം തന്റെ ആത്മാവിലൂടെ ദൈവപുത്രന്മാരിൽ ക്രിസ്തുവിൽ പ്രവർത്തിക്കുന്നു. ക്രിസ്തുവിലൂടെ അങ്ങനെ ദൈവം ഭൂമിയിൽ വെളിപ്പെടുന്നു. ഇതാണ് യേശു പറയുന്നത്, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. എങ്ങനെ? പിതാവ് എന്റെ ഉള്ളിൽ വസിച്ച് പ്രവർത്തിക്കുന്നു. എങ്ങനെ? സ്വർഗത്തിലെ പിതാവ് സ്വർഗം വിട്ടൊന്നും ഭൂമിയിലേക്ക് വന്നില്ല. ആ പിതാവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ആ ആത്മാവിലൂടെ സ്വർഗത്തിലെ ദൈവം ഭൂമിയിൽ വെളിപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോ ഇതുമായുള്ള ബന്ധത്തില് നമുക്ക് കാണാം, നമുക്ക് വായിക്കാം എങ്ങനെയാണ് യോഹന്നാൻ 14 അധ്യായത്തിൽ യേശുക്രിസ്തു പറയുന്നത്, എന്നെ കാണുന്നവൻ പിതാവിനെ കാണും. എങ്ങനെയാണ് എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നത്? ആ ഭാഗമാണ് നമുക്ക് ഇമ്മാനുവൽ, ദൈവം മനുഷ്യരോട് കൂടെ എന്നുള്ള രംഗത്തിലേക്ക് കടന്നു വരാനായിട്ട് ഇടയാകും. യോഹന്നാൻ 14 അധ്യായം അതിന്റെ 10 വാക്യത്തിൽ യേശുക്രിസ്തു പറയാണ്, ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആകുന്നു എന്ന് നീ വിശ്വസിക്കുന്നില്ലയോ? ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വയമായിട്ടല്ല സംസാരിക്കുന്നത്, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തി ചെയ്യുന്നു. ഹല്ലേലൂയ. ഇതാണ് ത്രിയേക പ്രവർത്തനം. എങ്ങനെയാണ് പിതാവ് ക്രിസ്തുവിൽ വസിക്കുന്നത്? ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിതാവ് ക്രിസ്തുവിൽ വസിക്കുന്നത് സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് വന്നതുകൊണ്ടല്ല പിതാവ്, പകരം തന്റെ ആത്മാവിനെ ക്രിസ്തുവിന് മേൽ വെച്ചിരിക്കുന്നു. ഇത് കഴിഞ്ഞ സമയത്ത് നമ്മൾ ചിന്തിച്ചല്ലോ, പറഞ്ഞു പോട്ടെ. യേശയ്യ 42 പറയുന്നു, ഇതാ ഞാൻ താങ്ങുന്ന എന്റെ ദാസൻ, എന്റെ വൃതൻ, എന്റെ ആത്മാവിനെ ഞാൻ അവന്റെ മേൽ വെച്ചിരിക്കുന്നു. നമ്മൾ പഠിച്ചതല്ലേ? ഇതാ അതോടൊപ്പം ലൂക്കോസ് 4:18 യേശുക്രിസ്തു പറഞ്ഞു, ദരിദ്രരുടെ സുവിശേഷം അറിയിപ്പാൻ യഹോവനെ അഭിഷേകം ചെയ്തിരിക്കാൻ യഹോവയുടെ ആത്മാവ് എന്റെ മേലുണ്ട്. ക്ലിയർ അല്ലേ? ഹല്ലേലൂയ. ഇനി ഈ ആത്മാവിലാണ് യേശുക്രിസ്തു പ്രവർത്തിച്ചതും, ഈ ആത്മാവിലൂടെയാണ് സ്വർഗ്ഗത്തിലെ യേശു വസിച്ചതും, ആത്മാവിലൂടെയാണ് യേശു പ്രവർത്തിച്ചതും യേശു പ്രസംഗിച്ചതും. അത് നിങ്ങൾക്ക് വചനം ഓൾറെഡി തന്നതാണ്. എങ്കിലും ഇതാ വചനം ഇല്ലാത്തവർക്ക് ഒന്ന് പറയാൻ പറ്റുമെന്ന് നോക്കിയേ. യേശുക്രിസ്തു പ്രവർത്തിച്ചത് ദൈവത്തിന്റെ ആത്മാവിലാണെന്ന് പറഞ്ഞവർക്കായി സ്തോത്രം. പറയാത്തവർക്കായി ഇതാ മത്തായി 12:28 യേശു പറയാണ്, ദൈവാത്മാവിനാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിലോ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നെത്തിയിരിക്കുന്നത് സ്പഷ്ടം. അപ്പൊ ഭൂതങ്ങളെ പുറത്താക്കിയത് എങ്ങനെയാ? പിതാവിന്റെ അകത്ത് വസിക്കുന്നത്. എങ്ങനെയാ? ദൈവാത്മാവിനാൽ. ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നത് എങ്ങനെയാ? ഇതേ പിതാവിന്റെ ആത്മാവിനാലാണ് ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നത്. അപ്പോ ഭൂതങ്ങളെ പുറത്താക്കുന്നത് ദൈവാത്മാവിനാലാണ്. ഇനി യേശു എങ്ങനെയാ പ്രസംഗിച്ചു നടന്നേ? യേശു പ്രസംഗിച്ചു നടന്നത് മുഴുവൻ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, യേശുക്രിസ്തു പ്രസംഗിച്ചു നടന്നത് മുഴുവൻ ദൈവാത്മാവിനല്ല. ദൈവാത്മാവാണ്, ആ പിതാവിന്റെ ആത്മാവാണ് സംസാരിക്കുന്നത്. ഇതാ അപ്പോസ്തലപ്രവൃത്തി 1 ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോ അവരെഴുതിയിരിക്കുകയാണ്, തിയോഫിലോസെ, ഞാൻ എഴുതിയ 1ാമത്തെ ചരിത്രം യേശു തെരഞ്ഞെടുത്ത അപ്പോസ്തലന്മാർക്ക് പരിശുദ്ധാത്മാവിനാൽ കൽപ്പന കൊടുത്തിട്ട്. അപ്പോ യേശു എങ്ങനെ പ്രസംഗിച്ചേ? പരിശുദ്ധാത്മാവിനാണ്. യേശു എങ്ങനെ പ്രവർത്തിച്ചേ? പരിശുദ്ധാത്മാവിനാണ്. അപ്പൊ യേശു പ്രസംഗിച്ചത് പരിശുദ്ധാത്മാവിനാൽ, യേശു പ്രവർത്തിച്ചത് പരിശുദ്ധാത്മാവിനാൽ. അതുവഴി സ്വർഗത്തിലെ ദൈവം ഈ ഭൂമിയിലേക്ക് യേശുവിന്റെ ജഡത്തിലൂടെ വെളിപ്പെടുകയാണ്.
ഇതാണ് തിമോത്തിയോസിൽ എഴുതി വെച്ചിരിക്കുന്നത്. ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു. മനസ്സിലായി? ആരുടെ ജഡത്തിൽ? യേശു ക്രിസ്തുവിന്റെ ജഡത്തിൽ വെളിപ്പെട്ടു. വചനം മാംസമായി, യേശുവായി, ജഡമായി ഭൂമിയിലേക്ക് വന്നു. ആ ജഡത്തിലൂടെ ആര് വെളിപ്പെട്ടു? സ്വർഗത്തിലെ ദൈവം തന്റെ ആത്മാവിലൂടെ ഈ ഭൂമിയിൽ വെളിപ്പെടുക. ഇതിന്റെ പേരാണ് ഇമ്മാനുവൽ. ഹല്ലേലൂയ. 1 തിമോത്തി, ഓ ഫാദർ വി താങ്ക് യു, 3-ാം അധ്യായം 15-16 വാക്യങ്ങളിൽ നമ്മൾ വരുമ്പോൾ നമ്മൾ എന്തിനാ ഈ ത്രിയേകത പഠിക്കണേ? നമ്മൾ ഇതുപോലെ നടക്കണമെന്നാണ് പറയുന്നത്. ദൈവത്തിന് വചനം പറയുന്നത്. മനസ്സിലായോ? ഹല്ലേലൂയ. 3-ാം അധ്യായം 15 മുതൽ താഴേക്ക് വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ്. മലയാളം ബൈബിള് വളരെ ട്രാൻസ്ലേഷൻ മിസ്റ്റേക്ക് ആണ്, വളരെ പോരായ്മയുണ്ട്. പഠിച്ചാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാകത്തുമില്ല, തെറ്റിപ്പോവുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ ഈ KJV വായിക്കാം കേട്ടോ. ഹല്ലേലൂയ. ആദ്യം മലയാളം വായിക്കാം. ഇതാ പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിനോട് പറയാണ്, ഞാൻ താമസിച്ചു പോയാലോ സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിന്റെ സഭയാവുന്ന ദേവാലയത്തിൽ, ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദേവാലയത്തിൽ. അപ്പൊ ഇങ്ങനെ ഒരു ദൈവം ഉണ്ടെന്ന് പറഞ്ഞു. ജീവനുള്ള ദൈവം എന്ന് വെച്ചാൽ ഒരേ ഒരാളോട് സ്വർഗ്ഗസ്ഥനാണ്. ജീവനുള്ള ദൈവത്തിന്റെ സഭയാവുന്ന ദേവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയേണ്ടതിന് ഇത് എഴുതുന്നു. അപ്പോ ദേവാലയത്തിൽ സഭയിൽ എങ്ങനെ നടക്കണമെന്ന് പറയാണ്. സഭയിൽ എങ്ങനെ നടക്കണമെന്ന് അറിയാമോ? ത്രിയേകമായി നടക്കണം. സഭയിൽ എങ്ങനെ നടക്കണമെന്ന് അറിയാമോ? ത്രിയേകമായി നടക്കണം. ഹല്ലേലൂയ. അങ്ങനെ അതാണ് അതിന്റെ കോണ്ടസ്റ്റ്. എങ്ങനെയാണ് ഒരു വ്യക്തി സഭയിൽ നടക്കേണ്ടത്? ഇനി മലയാളം വായിച്ചാൽ പെട്ടെന്ന് തെറ്റി പോകട്ടോ. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. അവൻ എന്നല്ല, ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു എന്നാണ്. ദൈവം, സ്വർഗത്തിലെ അത്യുന്നതനായ ദൈവം ജഡത്തിൽ, ആരുടെ ജഡത്തിൽ? വചനം ജഡമായി മാറി യേശു ക്രിസ്തുവിന്റെ ജഡത്തിൽ വെളിപ്പെട്ടു. ഇതാണ് ഇമ്മാനുവൽ, ദൈവം മനുഷ്യനോടുകൂടെ. ഇവിടുത്തെ കിട്ടിയോ? അങ്ങനെ നമ്മൾ അങ്ങനെ വെളിപ്പെടണം. അങ്ങനെ വെളിപ്പെടണമെങ്കിൽ ത്രിയേകമായി പ്രവർത്തിച്ചേ പറ്റൂ. അതായത് സത്യത്തിന്റെ തൂണായിരിക്കുന്ന സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദേവാലയത്തെ എങ്ങനെ നടക്കേണ്ടേ? ദൈവം ജഡത്തിൽ വെളിപ്പെട്ട് നടക്കണം. ഹല്ലേലൂയ. അങ്ങനെ വെളിപ്പെട്ട് നടന്നാലേ കാര്യം നടക്കൂ. അതിന് താഴേക്ക് മലയാളം വായിക്കാം. വളരെ രസകരമായ തെറ്റിപ്പോക്കാണ് അവിടെ. അവൻ ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി, ജാതികളെ പ്രസംഗിക്കപ്പെട്ടു, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു, തേജസ്സിൽ എടുക്കപ്പെട്ടു എന്നിങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം സമ്മതമാമണം വലുതാവുന്നു. വായിച്ചാൽ നമുക്ക് പലർക്കും മനസ്സിലാകാൻ തെറ്റിപ്പോകത്തുള്ളൂ. KJV വായിക്കാം. And without controversy, great is the mystery of godliness. God was manifest in the flesh. ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു. വളരെ ക്ലിയർ ആയിട്ട് കൊടുക്കുന്നത്. ദൈവം ജഡത്തിൽ, ക്രിസ്തുവിന്റെ ജഡത്തിൽ, വചനം ജഡമായി ആ ജഡത്തിൽ സ്വർഗത്തിലെ അപ്പൻ വെളിപ്പെട്ടു. ഹല്ലേലൂയ. ഇതാണ് ഇമ്മാനുവൽ. ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു. ഇനി ജസ്റ്റിഫൈഡ് ഇൻ ദ സ്പിരിറ്റ്, ഇത് ആത്മലോകത്ത് നീതിയായി കണക്കാക്കപ്പെട്ടു. സീൻ ഓഫ് ഏഞ്ചൽസ്, ഇങ്ങനെ ദൈവം ജഡത്തിൽ വെളിപ്പെട്ടത് ദൂതന്മാർ കണ്ടു. മലയാളവും ഇംഗ്ലീഷും തമ്മിൽ എത്ര വ്യത്യാസം നോക്കി. ഇത് ദൂതന്മാർ കണ്ടു. സീൻ ഓഫ് ഏഞ്ചൽസ് preached unto the Gentiles. ഇങ്ങനെ ദൈവം ഭൂമിയിൽ വെളിപ്പെട്ട സംഭവം ഇതാ എല്ലായിടത്തും വെളിപ്പെട്ടു. ഇമ്മാനുവൽ എല്ലായിടത്തും പ്രസംഗിക്കപ്പെട്ടു. ഇനി ബിലീവ്ഡ് ഓൺ ഇൻ ദ വേൾഡ്, ഈ ലോകത്ത് അത് വിശ്വസിക്കപ്പെട്ടു. റിസീവ്ഡ് അപ്പ് ഇൻ ടു ദ ഗ്ലോറി, ഇങ്ങനെ ദൈവം ജഡത്തിൽ വെളിപ്പെട്ട ക്രിസ്തു തേജസ്സിൽ എടുക്കപ്പെട്ടു. ഇങ്ങനെ നീയും ഞാനും ജീവിച്ചാൽ, നമ്മളും ഈ ജീവനുള്ള ദൈവത്തിന്റെ സഭയിൽ ഇങ്ങനെ ജീവിച്ചാൽ നമ്മൾ എടുക്കപ്പെടും എന്ന സന്ദേശമാണ് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ദൈവത്തിന് വചനം കൊടുത്തത്. പക്ഷെ മലയാളം ബൈബിൾ നമ്മൾ തൂത്ത് വേറെ സ്ഥലത്തേക്ക് വലിച്ചു. അപ്പോൾ എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇത് വ്യക്തമായി മനസ്സിലാക്കുക. അപ്പോൾ ദൈവം ജഡത്തിൽ വെളിപ്പെടുന്ന ആ പ്രക്രിയയാണ് ദൈവരാജ്യത്തിന്റെ ഭരണഘടന. ഈ ഭരണഘടനയാണ് ത്രിയേക പ്രവർത്തനം. ഇതിന്റെ പേരാണ് ലോ ഓഫ് ദ സ്പിരിറ്റ്. അങ്ങനെ ഈ ഫംഗ്ഷൻ നടന്നാൽ ഇമ്മാനുവൽ നമ്മളിലൂടെ വെളിപ്പെടാൻ തുടങ്ങും. ദൈവം നമ്മളിലൂടെ ലോകത്ത് വെളിപ്പെടാൻ തുടങ്ങും, ക്രിസ്തുവെ പോലെ. കാരണം ക്രിസ്തുവിനുണ്ടായ ഇതേ ടെക്നോളജി നമ്മളിലും ഉണ്ടാകണം. ഹല്ലേലൂയ. ആ ക്രിസ്തുവിന്റെ സഹോദരന്മാരായ, ക്രിസ്തുവിന്റെ കൂട്ടവകാശികളായി സ്വർഗത്തിലെ ദൈവം നമ്മളെയും ചേർത്തണയ്ക്കുകയാണ്. ഹല്ലേലൂയ. ഒരുപക്ഷെ നിങ്ങളതൊക്കെ കേൾക്കുമ്പോൾ അതിശയപ്പെടും, അയ്യോ ഞങ്ങൾ കേട്ട ദൂഷ്യങ്ങളൊന്നും ഇതൊന്നും ഇല്ലല്ലോ. എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, പിശാച് നമ്മളെ കബളിപ്പിച്ചത് കഴിഞ്ഞ നാളുകളിൽ. നമ്മളെ ഫൗണ്ടേഷൻ തെറ്റാ. അതുകൊണ്ടാണ് ഇത് ദൈവദാസന്മാർക്ക് പലർക്കും ഇത് മനസ്സിലായി ഈ നാളുകളിൽ. പക്ഷെ അവർക്ക് പ്രസംഗിക്കാൻ പറ്റത്തില്ല. പ്രസംഗിച്ചു കഴിഞ്ഞാൽ അവരെ പള്ളി പ്രശ്നമാണ്. കാരണം കഴിഞ്ഞ ഭാഗമായിട്ട് അലൈൻ ചെയ്ത് പ്രസംഗിക്കാനായിട്ട് അവർ ശ്രമിക്കുകയും ചെയ്യും. അപ്പൊ തന്നെ സ്വർഗത്തിൽ അവരെ ഡിസ്ക്വാളിഫൈ ആകും. അതോടൊപ്പം തന്നെ അവരെ ഇവിടെ നിന്ന് പുറത്താക്കുന്ന ആ അവസ്ഥയിലേക്ക് ഒരു മാറ്റപ്പെടും. കാരണം അവർക്ക് ലഭിക്കുന്ന സപ്പോർട്ടുകൾ നഷ്ടപ്പെടും. അപ്പോ ഇതിന്റെയൊക്കെ നടുവില് ധൈര്യമുള്ളവരായി, എനിക്ക് ഈ ഭൂമിയിലെ സപ്പോർട്ടല്ല, എന്റെ ദൈവം എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞ് വ്യക്തതയോടെ സത്യത്തിന് സാക്ഷി നിൽക്കുവാൻ നാം നിൽക്കണം. അല്ലെങ്കിൽ സ്വർഗത്തിലെ ദൈവം പറയും, അവർ ദൈവത്തിനുള്ള മാനത്തെക്കാൾ ഉപരി മനുഷ്യരായുള്ള മാനത്തെ അധികം സ്നേഹിച്ചു. ന്യായവിധി എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ? ന്യായവിധി എന്ന് പറയുന്നത് നമ്മൾ സത്യത്തെ സ്നേഹിച്ചില്ലെന്നല്ല, സത്യത്തെക്കാൾ അധികം നമ്മൾ ഇരുളിനെ സ്നേഹിച്ചു, അല്ലെങ്കിൽ മനുഷ്യരെ സ്നേഹിച്ചു. ദൈവത്തിന്റെ വചനം പറയുന്നു, ന്യായവിധി എന്നതോ വെളിച്ച ലോകത്തിൽ വന്നിട്ടോ ആ വെളിച്ചത്തെക്കാൾ അധികം, വെളിച്ചത്തെ സ്നേഹിച്ചു, വെളിച്ചത്തെക്കാൾ അധികം ഇരുളിനെ സ്നേഹിച്ചു. ഇതാണ് വിശുദ്ധ പൗലോസ് പറയുന്നത്, ഞാൻ ഇന്നും മനുഷ്യരെ സ്നേഹിക്കുന്നു. മനുഷ്യരെ സ്നേഹിക്കുന്നതല്ല, മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നതിൽ ദൈവത്തിന്റെ ദാസനായിരിക്കില്ല.
ആ ക്രിസ്തുവിന്റെ ദാസനായിരിക്കില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും കൊച്ചായുള്ളൂ, ഇതല്ല നമ്മുടെ ജീവിതം. നമ്മുടെ ജീവിതം വരാൻ പോകുന്നതേ ഉള്ളൂ. ഇവിടെ നാം ജയിച്ചാൽ നിത്യമായി ദൈവത്തോടുകൂടെ ക്രിസ്തുവിന്റെ സഹോദരങ്ങളെ നമുക്ക് ജീവിക്കാം നമ്മുടെ കുടുംബത്തിൽ. എന്നാൽ ആ സമയം ക്രിസ്തു നമ്മുടെ എല്ലാവരുടെയും മുകളിൽ തലവനായിരിക്കും, ഭരണാധികാരിക്കും, നമ്മുടെ കർത്താവായിരിക്കും. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ആരോ എന്നോട് ചോദിച്ചു, ഒരു ദിവസം ചോദിച്ചു, അപ്പോ എന്തായിരിക്കും ക്രിസ്തുവിന്റെ ആ പൊസിഷൻ? പെട്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ എനിക്ക് അകത്ത് വന്ന ചിന്ത എന്ന് പറയുന്നത്, നമുക്ക് ഇന്ദിരാഗാന്ധി എന്നൊരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു. ഇന്ദിരാഗാന്ധി എന്ന് പറഞ്ഞാൽ രാഷ്ട്രത്തിന്റെ തലവിയായിരുന്നു. പക്ഷെ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നല്ലൊരു ഭാര്യയായിരുന്നു. ഇതേപോലെ ക്രിസ്തു സർവ്വ പ്രപഞ്ചത്തിന്റെയും തലവനാണ്. സ്വർഗസ്ഥ പിതാവ് ക്രിസ്തുവിനെ സർവ്വ പ്രപഞ്ചത്തിന്റെ തലവനാക്കി വെച്ചിരിക്കുക. അവനെ സകലത്തിലും ഉയർത്തി ഒരു നാമം ഒഴിച്ച്, ദൈവത്തിന്റെ സ്വർഗസ്ഥ പിതാവിന്റെ നാമം ഒഴിച്ച്. ഇതാ ബൈബിൾ പറയുന്നത്. ഹല്ലേലൂയ. അങ്ങനെയാണ് രാഷ്ട്രത്തിൽ ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ തലവിയായി. അതേപോലെ എക്സാമ്പിൾ പറഞ്ഞാണോ സ്ത്രീക്ക് എന്നാൽ വീട്ടിലേക്ക് ചെല്ലുമ്പോ ഇതാ നല്ലൊരു ഭാര്യയാണ്. എന്നാൽ സ്വർഗീയ ഭവനത്തിലേക്ക് വരുമ്പോൾ ക്രിസ്തു നമ്മുടെ സഹോദരനാണ്, നമ്മുടെ ലീഡറാണ്, നമ്മുടെ കൂട്ടവകാശിയാണ്. ക്രിസ്തുവിന്റെ കൂട്ടവകാശികളാണ് നമ്മൾ. അപ്പോ വ്യക്തതയോടെ ഈ ബോധം ഉണ്ടാകണം. ഇനി വരാൻ പോകുന്നത് നമ്മൾ ചിന്തിക്കണേ, വ്യക്തമായ ഒരു രാഷ്ട്രമാണ്, ഹോളി നേഷനാണ്. ഹല്ലേലൂയ. ആ ഹോളി നേഷന്റെ ഭരണഘടനയുണ്ട്. അത്യുന്നതനായ ദൈവമാണ് സർവത്തിന് മുകളിൽ സ്വർഗസ്ഥ പിതാവ്. അതിന്റെ താഴെയാണ് ക്രിസ്തു. ക്രിസ്തു എന്ന് പറയുന്ന അത്യുന്നതനായ ദൈവത്തിന്റെ ബോഡിയായി നിലകൊള്ളുന്നു. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ തലയായ അത്യുന്നതനായ സ്വർഗസ്ഥ പിതാവ്. നമ്മൾ ഓരോരുത്തരും ഇതാ നമ്മുടെ തലയാണ് ക്രിസ്തു. നമ്മൾ ക്രിസ്തുവിന്റെ ശരീരത്തിലെ അവയവങ്ങളാണ്. ഇതാണ് ആ ഭരണത്തിന്റെ സ്ട്രക്ചർ. ഇതാണ് വരുംകാല ഗവൺമെന്റ്. ഇത് നമ്മൾ വ്യക്തതയോടെ മനസ്സിലാക്കണം. ഇതാണ് ഈ പ്രപഞ്ചത്തെ റൂൾ ചെയ്യാൻ പോകുന്ന ആ തലം. അപ്പോ പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു ഭാഗം മനസ്സിലാക്കിയിട്ട് യേശു ക്രിസ്തു ദൈവാത്മാവിനാൽ ഇതൊക്കെ ചെയ്തതുപോലെ നമ്മളും ഇതേ രീതിയിൽ ഇവിടെ പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. ഫാദർ വി താങ്ക് യു. അതായത് യേശു ക്രിസ്തുവിൽ പിതാവിന്റെ ആത്മാവാണ് പ്രവർത്തിച്ചത്, അല്ലെ? ഇനി ഇതേ രീതിയിലുള്ള പ്രവർത്തനത്തിലേക്ക് നമ്മളും കടന്നു വരണം. അല്ലെങ്കിൽ ഇത് സ്വയപ്രവർത്തനമല്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 20-ാം വാക്യം. കാരണം ആരെങ്കിലും ചോദിക്കുകയാണ് അതെങ്ങനെയാണ് നമ്മളിൽ ഇതേ പ്രവർത്തനം വരുന്നത്? ക്രിസ്തുവിനോട് അതേ ക്രിസ്തു ദൈവാത്മാവാൽ ഭൂതനെ പുറത്താക്കി, ക്രിസ്തു ദൈവാത്മാവാൽ പ്രസംഗിച്ചു, ദൈവാത്മാവാൽ എല്ലാം ചെയ്തു, ഇല്ലേ? നമ്മൾ ഇതേപോലെ തന്നെ ആയിത്തീരണം. ഇതാണ് ക്രിസ്തു പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്. ഇതാ വലിയ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകും അന്ത്യകാലത്ത്. പക്ഷെ ഈ സമയത്തുണ്ടല്ലോ, നമ്മൾ പലപ്പോഴും രാജാക്കന്മാരുടെയും ഭരണാധിപന്മാരുടെയും മുമ്പിൽ നിൽക്കി ചെമ്പട്ടികൾ ആടിയൊക്കെ കൊള്ളൂ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ട്. എന്നാൽ ഇവിടെ പറയണം, പലപ്പോഴും പലരും ഏൽപ്പിച്ചു കൊടുക്കും. അപ്പൻ മകനെ ഏൽപ്പിച്ചു കൊടുക്കും, മകൻ അപ്പനെ ഏൽപ്പിച്ചു കൊടുക്കും, സഹോദരൻ സഹോദരി ഏൽപ്പിച്ചു കൊടുക്കും. അപ്പൊ യേശുക്രിസ്തു പറഞ്ഞൊരു കാര്യം, എന്താ പറഞ്ഞത് നിങ്ങൾ ഭാരപ്പെടുകയൊന്നും വേണ്ട. എന്റെ പ്രവർത്തന ശൈലി തന്നെയാണ് നിങ്ങളുടെ പ്രവർത്തന ശൈലി എന്ന് പറയാൻ വേണ്ടി പറയാണ്. നിങ്ങളിൽ സംസാരിക്കുന്നത് നിങ്ങളല്ല, നിങ്ങളിൽ സംസാരിക്കാൻ പോകുന്നത് നിങ്ങളുടെ സ്വർഗസ്ഥ പിതാവിന്റെ ആത്മാവായിരിക്കും. ഇത് ആരിൽ പ്രവർത്തിച്ച പ്രവർത്തന? ക്രിസ്തുവിൽ പ്രവർത്തിച്ച പ്രവർത്തന. ഇതായിരിക്കും നമ്മളിൽ പ്രവർത്തിക്കേണ്ട പ്രവർത്തനം. അതിലേക്ക് നാം ഇന്ന് കടന്നു വരണം. ഇവിടെ എഴുതിയിരിക്കുകയാണ് മത്തായിയുടെ സുവിശേഷം അതിന്റെ 19-20 വായിക്കും. വലിയ പ്രതികൂല സാഹചര്യത്തിലാണ് ഇത് പറയുന്നത്. വരാൻ പോകുമ്പോഴുള്ള കാര്യങ്ങൾ എഴുതിയിരിക്കണേ. എന്നാൽ നിങ്ങളെ ഏൽപ്പിക്കുമ്പോൾ എങ്ങനെയോ എന്തോ പറയേണ്ടു എന്ന് വിചാരപ്പെടേണ്ട. പറവാനുള്ളത് ആ നാഴികയിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. ആ നാഴികയിൽ തന്നെ പറയാനുള്ളത് നിങ്ങൾക്ക് ലഭിക്കും. പറയുന്നത് നിങ്ങളല്ല, നിങ്ങളിൽ പറയുന്ന നിങ്ങളുടെ പിതാവിന്റെ ആത്മാവത്രേ. കണ്ടോ കണ്ടോ കണ്ടോ? സ്വർഗീയ പിതാവിന്റെ ആത്മാവാണ് ക്രിസ്തുവിൽ പ്രവർത്തിച്ചത്. അതേ ആത്മാവാണ് നമ്മളിൽ പ്രവർത്തിക്കുന്നത്. നിങ്ങൾ പറയുന്നത് നിങ്ങളല്ല, നിങ്ങളുടെ സ്വർഗീയ പിതാവിന്റെ ആത്മാവത്രേ. മനസ്സിലായോ? ഇതാണ് ത്രിയേക പ്രവർത്തനം. സ്വർഗീയ പിതാവ് തന്റെ ആത്മാവിൽ ദൈവപുത്രന്മാരായ നമ്മളിലൂടെ പ്രവർത്തിക്കുന്നു. പിതാവ് പുത്രന്മാരിൽ തന്റെ ആത്മാവിലൂടെ പ്രവർത്തിക്കുന്നു. പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം. ഇത് സ്വർഗീയ പിതാവിലല്ല, ദൈവപുത്രന്മാരിലുള്ള പ്രവർത്തനമാണ്. ദൈവപുത്രന്മാർ ആരംഭിക്കുന്നത് സ്വർഗീയ പിതാവിൽ നിന്നാണ്. ഇതാണ് യേശു സത്യം ചെയ്ത് പറയുന്നത്. ആമേൻ ആമേ. ഞാൻ യഹൂദന്മാരോട് തർക്കിച്ചവരോട് പറയുകയാണ്, എനിക്ക് സ്വയം ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്റെ പിതാവ് എല്ലാം സ്വയമേ ചെയ്യുന്നതാണ്. ഞാൻ സ്വയം ഒന്നും ചെയ്യുന്നില്ല. എന്റെ പിതാവ് എന്ത് കാണിക്കുന്നുവോ അത് ഞാൻ കാണിക്കുന്നു, എന്ത് പറയുന്നുവോ അത് ഞാൻ പറയുന്നു.
അപ്പൊ ഇത് വ്യക്തതയോടെ നമ്മൾ മനസ്സിലാക്കണം. ആ ക്രിസ്തുവിനുണ്ടായ അതേ പ്രവർത്തനം നമ്മളിലേക്കും പറഞ്ഞാൽ അതുകൊണ്ട് നാം ക്രിസ്തുവിനോട് പഠിക്കണം. അതാണ് ക്രിസ്തു തുതിച്ച് അവസാനിപ്പിച്ചാൽ മാത്രം പോരാ, ക്രിസ്തുവോട് പഠിക്കണം. ഇനി ഈ കോൺസ്റ്റിറ്റ്യൂഷൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ് ചിത്രത്തിലൂടെ ഒന്ന് കാണിച്ചു തരാം. സാധാരണ സ്ക്രീൻ ഷെയറിങ്ങിലൂടെയാണ് കാണിക്കുന്നത്. എന്നാൽ നമുക്ക് അതിന് യൂട്യൂബിൽ അതിനുള്ള സൗകര്യം ഇല്ലല്ലോ. അതുകൊണ്ട് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഒന്ന് നമുക്ക് ചിത്രത്തിലൂടെ ഒന്ന് കാണാം. ഓ ഫാദർ, താങ്ക് യു. ഇതിലെ അക്ഷരങ്ങൾ നിങ്ങൾക്ക് വായിക്കാൻ പറ്റത്തില്ല, കാരണം നമ്മൾ ഇതിലൂടെ ചെയ്യുമ്പോൾ മിറർ ഇമേജിലുള്ളത് പ്രിന്റ് ചെയ്യാം. പക്ഷെ ഞാൻ പ്രിന്റ് ചെയ്തിരിക്കുന്നത് മിറർ ഇമേജിലല്ല. എനിക്കിത് നേരിട്ട് വായിക്കാൻ പറ്റും, എനിക്കിത് വായിക്കാൻ പറ്റും. പക്ഷെ നിങ്ങളെ കാണിക്കുമ്പോൾ തല തിരിഞ്ഞു പോകും. ഓക്കെ, ഇവിടെ ഒരു സ്ട്രക്ചർ നിങ്ങൾക്ക് കാണാൻ പറ്റും. അക്ഷരങ്ങളൊന്നും നിങ്ങൾക്ക് വായിക്കാൻ പറ്റത്തില്ല, അക്ഷരങ്ങളൊന്നും നിങ്ങൾക്ക് വായിക്കാൻ പറ്റില്ല. അത് തല തിരിഞ്ഞാണ് കിടക്കുന്നത്. എന്നാൽ നിങ്ങൾക്ക് ചിത്രം കാണാൻ പറ്റും. അക്ഷരങ്ങൾ വായിക്കാൻ പറ്റില്ല. ഓക്കെ, ചിത്രം കാണാൻ പറ്റും. അപ്പോ നിങ്ങൾക്ക് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുകയാണ് എങ്ങനെയാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും യേശു ക്രിസ്തുവിന്റെ രൂപമാണ് ഈ കാണുന്നത്. യേശു ക്രിസ്തുവിന്റെ രൂപം, യേശു ക്രിസ്തുവിന്റെ രൂപം ഇത് എന്ത് കാണിക്കുന്നത് അറിയാമോ? ബോഡി ഓഫ് ക്രൈസ്റ്റിനെ അത് കാണിക്കുന്നത്. ബോഡി ഓഫ് ക്രൈസ്റ്റ്. ഈ ബോഡി ഓഫ് ക്രൈസ്റ്റില് നമുക്കറിയാലോ, കൊളോസ്യ ലേഖനം 1-ാം അധ്യായം 18-ാം വാക്യം പറയാണ്, സഭയുടെ തലയാണ് ക്രിസ്തു, സഭയാണ് ബോഡി. ഈ ബോഡി നിങ്ങൾ കുറെ തലകൾ കണ്ടോ, കുറെ തലകൾ കണ്ടോ? രക്ഷിക്കപ്പെട്ടവരൊക്കെ ഈ ഇതിന്റെ ഉള്ളിലുണ്ട്, യേശുക്രിസ്തുവിന്റെ ബോഡിയിലുണ്ട്. ഇത് എന്റെ തല ഇരിക്കുന്ന കണ്ടോ? ഇത് എന്റെ തലയാണ്. അപ്പോ ഇതുപോലെ യഥാർത്ഥത്തിൽ സത്യമായ യേശുവിൽ നിങ്ങൾ വന്നെങ്കിൽ ഇതിന്റെ ഉള്ളിൽ നിങ്ങളും ഉണ്ട്, ഈ ബോഡി ഓഫ് ക്രൈസ്റ്റ് നിങ്ങളും ഉണ്ട്. അങ്ങനെ സഭയുടെ തലയായി ക്രിസ്തു നിൽക്കുന്നുണ്ടോ? അപ്പോ ഈ ഒരു തലം വ്യക്തമായി മനസ്സിലാക്കുക. ഇനി ഈ ക്രിസ്തുവിന്റെ തലയായി ദൈവം നിൽക്കുന്നുണ്ടോ? ഗോഡ് നിൽക്കുന്നുണ്ടോ? നമ്മുടെ തല ക്രിസ്തു, ക്രിസ്തുവിന്റെ തല ദൈവം. അപ്പോ ഇതാണ് ആ സ്വർഗരാജ്യത്തിലെ കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടന. അതായത് എല്ലാം ആരംഭിക്കുന്ന സ്വർഗസ്ഥ പിതാവിൽ നിന്നാണ്, എല്ലാം കടന്നു വരുന്നത് ക്രിസ്തുവിലൂടെയാണ്, അത് വെളിപ്പെടുന്നത് എന്നിലും നിങ്ങളിലൂടെയാണ്. ഇങ്ങനെയാണ് ദൈവരാജ്യത്തിലെ കോൺസ്റ്റിറ്റ്യൂഷൻ. ഈ പ്രവർത്തനം ഒരു ത്രിയേക പ്രവർത്തനമാണ്. ഈ പ്രവർത്തനത്തിന്റെ പേരാണ് ലോ ഓഫ് ദ സ്പിരിറ്റ്, ആത്മാവിന്റെ നിയമം. ഇത് നിങ്ങൾ നോക്കിയേ, ഇതുണ്ടോ? ഇത് നമുക്കിത് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ, വചനം പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാൻ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഈ ദൈവത്തിൽ നിന്ന് ആരംഭിക്കുന്ന ഒരു നീല വര കണ്ടോ? ഈ നീല വരയാണ് പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. ഈ നീല വര എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ രക്തവും നാഡീഞരമ്പുകളില്ലേ, അതേപോലെയാണ് ഈ നീലവര. അതായത് പിതാവിൽ നിന്നാണ് ജീവജലത്തിന്റെ നദി ഒഴുകുന്നത്. അത് യേശുവിൽ നിന്നോ നമ്മളിൽ നിന്നോ അല്ല. ഇതാണ് യേശുക്രിസ്തു പറയുന്നത്, ഞാൻ പിതാവിനോട് ചോദിക്കും, പിതാവ് എന്നേക്കും നിങ്ങളോട് കൂടി ഇരിക്കേണ്ടതിന് മറ്റൊരു കാര്യസ്ഥനെ നിങ്ങൾക്ക് തരും. അപ്പൊ ഇതൊക്കെ ആരംഭിക്കുന്ന പിതാവിൽ നിന്നാണ്. മറ്റൊരു കാര്യസ്ഥനെ തരും. ആ കാര്യസ്ഥനാണ് പരിശുദ്ധാത്മാവ്. അപ്പോ ആ പരിശുദ്ധാത്മാവിന്റെ നിയമമാണ്, ആത്മാവിന്റെ നിയമമാണ് ഈ ലോ ഓഫ് ദ സ്പിരിറ്റ്, നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത്. ഇതാണ് ഇന്ന് നമ്മൾ സഭ കൊണ്ടുപോകേണ്ട നിയമം. പക്ഷേ മേജർ ഞാൻ ചിന്തിക്കുന്നില്ലേ, വളരെ ചുരുക്കം സഭകൾ ഒഴിച്ചാൽ വേറെ നല്ലൊരു പങ്കന് ഇതൊന്നും അറിയത്തില്ല. അവർ ചുമ്മാ സ്തുതി ആരാധന കൊണ്ട് മാത്രം ഓടുകയാണ്. എന്നാൽ അതൊന്ന് സ്തുതി ആരാധന തെറ്റെന്നല്ല ഈ പറയണേ. യഥാർത്ഥത്തിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മൾ ആത്മാവ് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞ് ബൈബിളിലേക്ക് വരുന്ന ആ ഒരു തലം നമ്മൾ തിരിച്ചറിയണം. ദൈവാത്മാവാൽ നയിക്കപ്പെടുന്നവരാണ് ദൈവത്തിന്റെ മക്കൾ എന്ന് ബൈബിൾ പറയുന്നത് തിരിച്ചറിയണം. അതുകൊണ്ട് അക്ഷരം വിട്ട് ആത്മാവിലേക്ക് നമ്മൾ കയറണം. ആ അക്ഷരം എന്ന് പറയുന്ന ആത്മാവിൽ മരിച്ചവർക്ക് വേണ്ടിയാ. ഈ അക്ഷരം വേണ്ടിയ ദൈവത്തിന്റെ ആത്മാവാൽ നയിക്കപ്പെടുന്നവരായി നാം തീരണം. ഇനി ശ്രദ്ധിക്കുക, വേറൊരു കാര്യം ശ്രദ്ധിക്കുക. ഇത് എപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കത്തില്ല, അതുകൊണ്ട് നിങ്ങളെ മനസ്സിൽ നിന്ന് മാറരുത്. ഇതാ താഴെ ഭൂമി കണ്ടോ? ക്രിസ്തുവിന്റെ കാലിന്റെ കീഴെ ഭൂമി കണ്ടോ? ഇവിടെയാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. ഇവിടെയാണ് ന്യായപ്രമാണമൊക്കെ വർക്ക് ചെയ്യുന്നത്. എന്നാൽ ഇത് മോള് നോക്കിയേ, സ്വർഗസ്ഥ പിതാവ് തലയായി ഇരിക്കുന്ന അവിടെ പുതിയ യെരൂശലേം കണ്ടോ? ഒരു ക്യൂബ് കണ്ടോ? ഇതാണ് പുതിയ യെരൂശലേം. ഈ പുതിയ യെരൂശലേമിന്റെ നാട്ടിൽ നമ്മൾ ന്യായപ്രമാണം കൊണ്ടല്ല ജീവിക്കണേ, അക്ഷരം കൊണ്ടല്ല ജീവിക്കണേ. ഈ പുതിയ യെരൂശലേം ഇത് ദൈവരാജ്യമാണ്. ഇവിടെ നമ്മൾ ജീവിക്കുന്നത് ആത്മാവിന്റെ പ്രമാണമാണ്. സ്ത്രീയിൽ നിന്ന് ജനിച്ചത് ഭൂമിയിലാ കണ്ടോ? ഈ താഴെ ഭൂമിയിലാ സ്ത്രീയിൽ നിന്ന് ജനിച്ചത്. എന്നാൽ നാം യേശു ക്രിസ്തുവിൽ വീണ്ടും ജനിച്ചില്ലേ, പുതിയതായി ജനിച്ചില്ലേ, അത് സ്വർഗരാജ്യത്തിലാ. ഇത് രണ്ടും തിരിച്ചറിയണം. രണ്ടിടത്ത് രണ്ട് നിയമങ്ങളാ.
താഴെ ഇതാ ഭൂമിയുടെ മുകളിൽ ഭരണകേന്ദ്രമായി ലോകം വാഴുന്നത് പിശാചാണ്, അവന്റെ ഗവൺമെന്റ് ആണ്, അവന്റെ കിങ്ഡമാണ്. ഇതുപോലെയാണ് യേശു ക്രിസ്തു പറയുന്നത്, സാത്താൻ എതിർത്താൽ പിന്നെ അവന്റെ കിങ്ഡം എങ്ങനെ നിലനിൽക്കും? ഇവിടെയാണ് നമ്മൾ മനുഷ്യരായി സ്ത്രീയുടെ ഉദരത്തിൽ ജനിച്ചത്, നമ്മുടെ പഴയ അസ്തിത്വം, പഴയ സൃഷ്ടിപ്പ്. എന്നാൽ യേശുവിനെ കർത്താവ് രക്ഷിതാവുമായി സ്വീകരിച്ചപ്പോൾ നമ്മൾ ദൈവരാജ്യത്തിൽ പുതിയതായി വീണ്ടും ജനിച്ചു. അതാണ് നമ്മുടെ പുതിയ സൃഷ്ടിപ്പിലെ അസ്തിത്വം. അതാണ് ഒരു ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായെന്ന് പറയുന്നത്. ആ അസ്തിത്വം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ അസ്തിത്വമാണ്, ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവിലൂടെയുള്ള അസ്തിത്വമാണ്. ദൈവപുത്രന്മാരാണ് അവിടെ നമ്മൾ. താഴെ ഭൂമിയിൽ ജനിച്ചതൊക്കെ മനുഷ്യപുത്രന്മാരാണ്. ഇത് രണ്ടും തിരിച്ചറിയണം. താഴെ ജനിച്ചത് ജഡമാണ്, മുകളിൽ ജനിച്ചത് ആത്മാവാണ്. ഹല്ലേലൂയ. അപ്പോ ഇതുകൊണ്ടാണ് നമ്മളെ ബൈബിൾ ഇരട്ടപ്പേരിട്ടിരിക്കുന്ന ബുദ്ധിയില്ലാത്ത നിങ്ങളെന്ന് സഭക്കാരെ വിളിക്കുകയാണ്. ബുദ്ധിയില്ലാത്തവരെ നിങ്ങൾ ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ഇപ്പോ ജഡം കൊണ്ടോ സമാപിച്ചത്. അപ്പോ ഇവിടെ പൗലോസിനെ പോലുള്ള ദൈവദാസന്മാര് വേണം ഈ കുഞ്ഞുങ്ങളെ ഇതാ ജഡമണ്ഡലത്തിൽ ആത്മമണ്ഡലത്തിലേക്ക് കൊണ്ടുപോകാൻ. അത് യേശുവിനെ അനുഗമിക്കുന്നതിലൂടെയാണ് നടക്കുന്നത്. സത്യത്തിന്റെ തിരിച്ചറിവിലൂടെ യേശുവിനെ അനുഗമിക്കുന്നതിലൂടെയാണ് നടക്കുന്നത്. അപ്പോ ഈ ഒരു രംഗം കണ്ടല്ലോ. ഇനി ഈ ദൈവത്തിന്റെ പിതാവിൽ നിറങ്ങുന്ന ദൈവത്തിന്റെ ആത്മാവ് എല്ലാ ഞരമ്പ് നാടികൾ പോലെ എല്ലാവരിലേക്കും, ശരീരത്തിൽ ഞരമ്പ് നാടികൾ നിൽക്കുന്നത് പോലെ നമ്മൾ എല്ലാവരിലേക്കും വ്യാപരിക്കും. ഹല്ലേലൂയ. ഇങ്ങനെ വ്യാപരിക്കുക. ഇതാണ് യേശുക്രിസ്തു പറയുന്നില്ലേ യോഹന്നാൻ 7 യേശുക്രിസ്തു പറയാണ്, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളത്തിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ഈ പരിശുദ്ധാത്മാവിന്റെ നദികൾ ഒഴുകും. ഹല്ലേലൂയ. ഇതിന്റെ ഉള്ളിൽ വന്നാലേ നടക്കൂ. അതിന്റെ പുറത്ത് താഴെ ഭൂമിയിൽ നിന്ന് ഒരു പരിപാടി, ജഡത്തിൽ നിന്നാൽ ഒരു പരിപാടിയും നടക്കത്തില്ല. അവനൊക്കെ മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അപ്പൊ വചനം യാഥാർത്ഥ്യമായി നമ്മുടെ ജീവിതത്തിൽ വരണമെങ്കിൽ എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, നമ്മൾ യേശുവിന്റെ വചനങ്ങളെ വിശ്വസിച്ച് അതിൽ ജീവിക്കണം, യേശുവെ അനുഗമിക്കണം. സ്തുതിച്ചാൽ മാത്രം പോരാ. ദൈവപുത്രൻ നമ്മുടെ ലീഡറാണ്. എല്ലാ ബഹുമാനവും, സർവ്വപ്രപഞ്ചത്തിന്റെ രാജാവിനുള്ള എല്ലാ ബഹുമാനവും ദൈവത്തിന് കൊടുക്കുക. ഹല്ലേലൂയ. പക്ഷെ അതുകൊണ്ട് അതാ യേശു പറഞ്ഞു, എന്നെ കർത്താവ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കത്തില്ല. എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യണം. ബഹുമാനം കൊടുത്തത് നല്ല കാര്യം, അതുകൊണ്ടൊന്നും അവിടെ കയറില്ല. പിതാവിന്റെ ഇഷ്ടം ചെയ്യണം. പിതാവിന്റെ ഇഷ്ടം എന്ന് പറയുന്നത് നമ്മൾ ദൈവപുത്രന്മാരായി വിളങ്ങുക. എങ്ങനെ? ശുദ്ധീകരണത്തിലൂടെ. എങ്ങനെ ശുദ്ധീകരണം നടക്കും? യേശു അനുഗമിക്കുന്നതിലൂടെ. ഇത് വ്യക്തതയോടെ തിരിച്ചറിയണം. അപ്പോ ഇതാ നമുക്ക് ഇതിന്റെ 1-2 വചനങ്ങൾ വായിച്ചെന്ന് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. ഓക്കെ, നമ്മുടെ സമയം അടുത്തു വരുന്നല്ലോ. അപ്പോ ഇതുമായുള്ള ബന്ധത്തില് പ്രിയ സഹോദരങ്ങളെ, ഈ ആ പടം കണ്ടില്ലേ? ആ പടത്തില് നമ്മുടെ തല ക്രിസ്തു, ക്രിസ്തുവിന്റെ തല ദൈവം. ഇത് ദൈവരാജ്യത്തിലെ കോൺസ്റ്റിറ്റ്യൂഷനാണ്. അല്ലാണ്ട് നമ്മൾ പണ്ട് പഠിച്ചതുപോലെ പിതാവ് നിൽക്കുന്നു, പുത്രൻ നിൽക്കുന്നു, പരിശുദ്ധാത്മാവ് 3 ഈക്വൽ, കോ എക്സിസ്റ്റന്റ്, കോ ഈക്വൽ, അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അങ്ങനെയൊന്നും ബൈബിളിൽ ഇല്ല. നിങ്ങൾക്ക് കണ്ടുപിടിച്ച് തരാനും പറ്റത്തില്ല. സ്വർഗസ്ഥ പിതാവ് ഉടമസ്ഥനാണ്, യേശു ക്രിസ്തു ഉടമസ്ഥനല്ല, അവകാശിയാണ്. ഹല്ലേലൂയ. സ്വർഗസ്ഥ പിതാവ് എല്ലാം സ്വയം പ്രവർത്തിക്കുന്നവരാണ്. യേശു ക്രിസ്തു ഒന്നും സ്വയം പ്രവർത്തിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇതൊക്കെ വരുമ്പോ കോയിക്കലും കോയിസിനും നടക്കത്തില്ല. എന്റെ പ്രിയ സഹോദരങ്ങളെ, വ്യക്തതയോടെ മനസ്സിലാക്കുക. നമ്മൾ അനാവശ്യ ഭാഗത്തേക്ക് ഓടിപ്പോകണ്ട. അങ്ങനെ എന്തൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ മരിച്ചവിടെ ചെല്ലൂലേ, നമ്മൾ ജയിച്ചവിടെ ചെല്ലൂലേ, അങ്ങനെ ചെല്ലുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. പക്ഷെ ഇന്ന് വേണ്ടത് നമ്മൾ ജയിച്ചവിടെ ചെല്ലണ്ടേ? അതിനുള്ള കാര്യങ്ങൾ, അനാവശ്യമായ കാര്യങ്ങൾ, അറിയാൻ പാടാത്ത ധാരാളം കാര്യങ്ങളുണ്ട്. അതൊക്കെ മനസ്സിലാക്കണമെന്ന് നമുക്ക് കടുപ്പിടുത്തം പിടിക്കേണ്ട. പകരം നമുക്ക് വേണ്ടത് മനസ്സിലാക്കാം. നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനിലെ കാര്യം മനസ്സിലാക്കാം. കാരണം അത് നമുക്ക് വേണ്ട. അപ്പോ ഇതുമായിട്ട് 1-2 വചനങ്ങൾ വായിച്ച് നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. അപ്പോ ഫസ്റ്റ് കുറഞ്ഞ 11-ാം അധ്യായം 3-ാം വാക്യത്തിൽ നമ്മളിപ്പോ കാണിച്ച ചിത്രങ്ങളുടെ ബലത്തിലുള്ള കാര്യങ്ങളാട്ടോ പറയുന്നത്. ആ ചിത്രം നിങ്ങളുടെ മനസ്സിൽ വേണം. ചിത്രം നിങ്ങളുടെ മനസ്സിൽ വേണം. മനസ്സിലില്ല എങ്കിൽ ഇതാ ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. ഈ ചിത്രം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകണം. ഓക്കെ. അപ്പൊ സ്വർഗം മുകളിൽ, ഭൂമി താഴെ. ഓക്കെ. സ്വർഗവും ഭൂമിയും കൂടി ഒന്നാകും ക്രിസ്തുവിൽ ഈ പ്രവർത്തനം നടക്കുമ്പോൾ. ഇതാണ് എഫേസ്യർ 1:9-10 മർമ്മം. ക്രിസ്തുവിൽ സ്വർഗവും ഭൂമിയും കൂടെ ഒന്നായി മാറും. ഹല്ലേലൂയ. ഇനി ഇതാ ഫസ്റ്റ് കൊരിന്ത്യർ 11:3 പറയാണ്, എന്നാൽ അതായത് നമ്മൾ അറിയണമെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക, ഏത് പുരുഷന്റെയും തല ക്രിസ്തു, സ്ത്രീയുടെ തല പുരുഷൻ, ക്രിസ്തുവിന്റെ തല ദൈവം. ഇതൊക്കെ സഭകൾ വായിക്കണം, എന്നാലേ ജനം മനസ്സിലാക്കൂ. എന്തുകൊണ്ട് വായിക്കണമെന്ന് താഴെ എഴുതിയിരിക്കുന്നു, എന്ന് നിങ്ങൾ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. യു ഷുഡ് നോ ദിസ്. അങ്ങനെയാണ്, യു ഷുഡ് നോ ദിസ്. നിങ്ങളിത് അറിയണമെന്നേ. ഈ സംഭവം, കാരണം ഇത് ദൈവരാജ്യത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ സിസ്റ്റമാണിത്. ഹല്ലേലൂയ. ആ ദൈവരാജ്യത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ സിസ്റ്റത്തിന്റെ ഒരു ഭാഗമാണ് ഭൂമിയിലുള്ളത്. അവിടെ സ്ത്രീയുടെ തല പുരുഷനാണ്. അത് താൽക്കാലിക സെറ്റപ്പാണ്. എന്നാൽ സ്ത്രീയും പുരുഷനും കൂടിയുള്ള സഭയുടെ തല എന്ന് പറഞ്ഞ ക്രിസ്തുവാണ്. ഹല്ലേലൂയ. കൊളോസ്യർ 1:18 നമ്മൾ കടന്നു വരുമ്പോ അവിടെ
നമ്മളിപ്പോ കോൺസ്റ്റിറ്റ്യൂഷൻ മനസ്സിലാക്കണം കേട്ടോ. ആ ത്രിയേക പ്രവർത്തനത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷനാണ് മനസ്സിലാക്കുന്നത്. അവിടെ എഴുതിയിരിക്കുന്നു, അവൻ ക്രിസ്തു സഭ എന്ന ശരീരത്തിന്റെ തലയുമാകുന്നു. രക്ഷിക്കപ്പെട്ട സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ, അവർ രക്ഷിക്കപ്പെടുന്നത് ദിനംപ്രതി സഭയോട് ചേർത്തു. അതിന്റെ തല ആരാ? ക്രിസ്തുവാണ്. ഹല്ലേലൂയ, ഹെഡാണ്. ഇനി ഇത് താഴേക്ക് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയും. കൊളോസ്യർ 2:9 വരുമ്പോ ഇവിടെ ക്രിസ്തുവിന്റെ തല പിതാവ് എന്ന് പറയുമ്പോൾ കൊളോസ്യർ 2:9 പറയാണ് ദൈവത്തിന്റെ ശരീരമാണ് ക്രിസ്തു. ഓ ഫാദർ താങ്ക് യു. അതിന് നേരെ തിരിച്ചാണ് പറയുന്നത്. കൊളോസ്യർ ലേഖനം 2:9. ഇത് നമുക്ക് ഇത് വെച്ചുകൊണ്ടായിരുന്നു അടുത്ത പ്രാവശ്യം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കുറേ എക്സ്പ്ലനേഷൻ അതിൽ കിട്ടും. ദൈവത്തിന്റെ വചനം പറയാണ് കൊളോസ്യർ 2:9, അവനിലല്ലോ ക്രിസ്തുവിലല്ലോ ദൈവത്തിന്റെ സർവ്വസമ്പൂർണ്ണ ദേഹരൂപം വസിക്കുന്നത്. തലരൂപത്തിലല്ല, ദേഹരൂപം. സ്വർഗസ്ഥ പിതാവ് തലയാണെങ്കിൽ ക്രിസ്തു ആ തലയുടെ ദേഹമാണ്. ഹല്ലേലൂയ. എപ്പോഴും മനസ്സിലാക്കുക, ഇതൊരു പ്രിൻസിപ്പിളാണ്, ഹെഡ് ആൻഡ് ബോഡി പ്രിൻസിപ്പിൾ സിസ്റ്റം. അത് നമുക്ക് അടുത്ത സന്ദേശം മനസ്സിലാക്കാം. ഹെഡ് ആൻഡ് ബോഡി സിസ്റ്റം, ആ ഹെഡ് ആൻഡ് ബോഡി സിസ്റ്റമാണ് ദൈവരാജ്യത്തിലെ ഭരണഘടന. നമ്മുടെ തല ക്രിസ്തുവാണ്, അവിടെ ഹെഡ് ആൻഡ് ബോഡി സിസ്റ്റമാണ്. ക്രിസ്തുവിന്റെ തല ദൈവമാണ്, അവിടെ ഹെഡ് ആൻഡ് ബോഡി സിസ്റ്റമാണ്. നമ്മൾ വ്യക്തതയോടെ തിരിച്ചറിയാം. ഇനി 6:15 നമ്മൾ കടന്നു വരുമ്പോൾ നമുക്ക് അവിടെ കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ക്രിസ്തുവിന്റെ ശരീരത്തിലെ അവയവങ്ങളാണ്. ആ ക്രിസ്തുവിന്റെ ശരീരത്തിലെ അവയവങ്ങൾ 1 അവിടെ പറയുന്ന ഒരു കാര്യം, നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിന്റെ അവയവങ്ങളാകുന്നു എന്ന് അറിയുന്നില്ലയോ? അപ്പൊ ഇതൊക്കെ നമ്മളോട് ചോദിക്കും, നീ അറിയുന്നില്ലേ? നമുക്ക് പറയാൻ കഴിയും, അയ്യോ ഞാനിതൊന്നും അറിയുന്നില്ല. അങ്ങനെ പറയരുത്. എനിക്ക് അറിയാം, ഞാൻ അതനുസരിച്ച് പ്രവർത്തിക്കാം, അങ്ങയുടെ കൃപ എനിക്ക് വരണേ ഇത് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ശരീരം ക്രിസ്തുവിന്റെ അവയവങ്ങൾ. അപ്പൊ ക്രിസ്തുവിന്റെ ശരീരത്തിലെ അവയവങ്ങളാണ് നാം. ക്രിസ്തു നമ്മുടെ തലയാണ്. ഇനി ക്രിസ്തു പിതാവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ക്രിസ്തു നമ്മളും ബോഡിയാണ് പിതാവിന്റെ, ക്രിസ്തു അവിടുത്തെ ശരീരമാണ്. ഹല്ലേലൂയ. അപ്പൊ ഇത് വ്യക്തമായ ഈ ബോധം നമുക്ക് ഉണ്ടാകണം. ഇതെല്ലാം കൂടി ഒരു ശരീരമാണ്. ഇതാണ് എഫേസ്യ ലേഖനം 4-ാം പറയുന്നത്. എല്ലാം കൂടി ഒരു ബോഡിയാണ്. അത് പലയിടത്തും പറയുന്നുണ്ട്. റോമലേഖനത്തിൽ പറയുന്നുണ്ട്, നമ്മളെ ക്രിസ്തുവിൽ ഒരു ശരീരമായി വിളിച്ചിരിക്കുന്നു എന്നുള്ളത്. ഓ ഫാദർ വി താങ്ക് യു. എഫേസ്യ ലേഖനം 4:3 മുതൽ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് പറയുന്നത്, ആത്മാവിന്റെ ഐക്യത സമാധാനം കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യും. കാരണം നമ്മൾ തമ്മിൽ ആത്മാവിന്റെ ഐക്യതയുണ്ട്. നിങ്ങൾ യഥാർത്ഥ യേശുവിനെ കർത്താവ് രക്ഷിതാവായി സ്വീകരിച്ചെങ്കിൽ, നിങ്ങൾ പെന്തക്കോസുകാരനായാലും, നിങ്ങൾ ബ്രദറൻകാരനായാലും, നിങ്ങൾ കത്തോലിക്കനായാലും, നിങ്ങൾ ഏത് വ്യക്തിയാണെങ്കിലും ആത്മാവിൽ നമ്മൾ ഒന്നാണ്. ഈ ഒരു തിരിച്ചറിവ് വേണം. പക്ഷെ ആ ഐക്യത നമ്മൾ സമാധാന ബന്ധത്തിൽ നമ്മുടെ ചിന്തകളുണ്ടല്ലോ അതിൽ കാക്കാൻ ശ്രമിക്കണം. അടിപിടി ഉണ്ടാക്കാനൊന്നും പോകരുത്. സമാധാന ബന്ധത്തിൽ കാക്കാൻ ശ്രമിക്കുക. നിങ്ങൾ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ ശരീരം ഒന്ന്, എല്ലാം കൂടെ ദൈവത്തിൽ ഒരു ശരീരം. അതാണ് നമ്മൾ ഈ കണ്ടത്. എല്ലാം കൂടെ ദൈവത്തിൽ ഒറ്റ ശരീരമാണ്. സ്വർഗസ്വപിതാവ് തല, നമ്മളെല്ലാം ശരീരം ക്രിസ്തു. അങ്ങനെ ശരീരം ഒന്ന്, ആത്മാവ് ഒന്ന്. ഇതിലൂടെ എല്ലാം ഒഴുകുന്ന ആത്മാവുണ്ടല്ലോ, കണ്ടോ? സ്വർഗസ്വപിതാവിൽ ഒഴുകുന്നില്ലേ? ഈ ആത്മാവ് പല ആത്മാവില്ല, എല്ലാം ഒന്നേ ഉള്ളൂ. നമ്മുടെ കാലിലൂടെ ഓടുന്ന രക്തം വേറെ, കഴുത്തിലൂടെ ഒഴുകുന്ന രക്തം വേറെ, കണ്ണിലൂടെ ഓടുന്ന രക്തം വേറെ ഇല്ല. എല്ലാം ഒറ്റ രക്തമാണ്. ഇതേപോലെ തന്നെ ആത്മാവ് ഒന്ന്. താഴേക്ക് കർത്താവ് ഒരുവൻ, അതായത് യേശു കർത്താവ് ഒരൊറ്റയാളുള്ളൂ. കർത്താവ് ഒരുവൻ, വിശ്വാസം ഒന്ന്, ഇതിലേക്ക് ചേർന്ന വിശ്വാസം ഒന്ന്, സ്നാനം ഒന്ന്, നമ്മൾ യേശുവിനോട് ചേരുന്ന സ്നാനം ഏറ്റു, അതെല്ലാം ഒന്ന്. എല്ലാവർക്കും മീതിയുള്ളവരും, ശ്രദ്ധിച്ചു കേൾക്കുക, എല്ലാവർക്കും മീതിയുള്ളവൻ. അതാണ് ഈ നമുക്കും നമ്മുടെ തല ക്രിസ്തു, ക്രിസ്തുവിന് മുകളിൽ എല്ലാവർക്കും മീതിയുള്ളവൻ സ്വർഗസ്ഥ പിതാവ്. എല്ലാവർക്കും മീതിയുള്ളവരും എല്ലാവരും കൂടെ വ്യാപരിക്കുന്നവർ പ്രവർത്തിക്കുന്നവർ. ഈ തലയാണ് എല്ലാവരും പ്രവർത്തിക്കുന്നവരും എല്ലാവരും ഇരിക്കുന്നവരും. ഈ തല എല്ലാ അവയവങ്ങളുടെ മുകളിൽ ഇരിക്കുന്നുണ്ട്. എല്ലാവരും ഇരിക്കുന്നവരും എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ത്രിയേകനല്ല, ഒരുവൻ. അപ്പോ ഇതാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്. എല്ലാവരും ഇരിക്കുന്നതിന്, എല്ലാവരും പ്രവർത്തിക്കുന്നതിന്, എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. അതായത് യേശുക്രിസ്തുവിന്റെ ദൈവവും നമ്മുടെ ദൈവവും എല്ലാം ആയവൻ ഒരേ ഒരാളാണ്. ഇതാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്. ഹല്ലേലൂയ. ബൈബിൾ പറയുന്നില്ല ഇടത്തോട്ടോ വലത്തോട്ടോ മാറ്റിയില്ല. പാരമ്പര്യത്തെ അവരെയും കൂടെ നിർത്താൻ വേണ്ടി പറയുന്ന വിഷയമില്ല. ഹല്ലേലൂയ. കാരണം നമ്മുടെ പാരമ്പര്യം നമ്മൾ രക്ഷിക്കത്തില്ല, നമ്മൾ രക്ഷിക്കുന്ന ദൈവത്തിന്റെ വചനമാണ്. യേശുക്രിസ്തു പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ പാരമ്പര്യത്തിൽ പണിതാൽ നിലനിൽക്കുന്നല്ല. യേശു പറഞ്ഞത്, ഞാൻ പറഞ്ഞ വചനത്തിൽ പണിതാൽ നിങ്ങൾ നിലനിൽക്കും, അല്ലെങ്കിൽ ഇടിഞ്ഞ് താഴെ പോകും. അതുകൊണ്ട് നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക. മത്തായി 15 നമുക്ക് കഴിഞ്ഞ സന്ദേശത്തിൽ കേട്ടതുപോലെ പാരമ്പര്യവും ദൈവവചനവും തമ്മിൽ ഇപ്പോഴും കുസ്തി നടക്കുന്നുണ്ട്. കർത്താവ് യേശു പറഞ്ഞു, നിങ്ങളുടെ പാരമ്പര്യം കൊണ്ട് നിങ്ങൾ ദൈവവചനത്തെ ദുർബലമാക്കുന്നത് നന്നായി. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു എന്നാണ് അവന്റെ അവിടെ പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ പാരമ്പര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മുടെ പാരമ്പര്യം എന്തൊക്കെ ദൈവത്തിന്റെ വചനപ്രകാരം ഉണ്ടോ അതൊക്കെ ഏറ്റെടുക്കുക. നമ്മുടെ പാരമ്പര്യം എന്തൊക്കെ ദൈവത്തിന്റെ വചനപ്രകാരം അല്ലാതിരിക്കുന്നുവോ അവിടെയൊക്കെ വചനപ്രകാരം നാം മനസ്സുതുക്കി രൂപാന്തരപ്പെടുക. അപ്പൊ എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നാം കേൾക്കുവാനായിട്ട് ഇടയായത് ദൈവരാജ്യത്തിന്റെ
ഭരണഘടനയെ കുറിച്ചാണ് കേട്ടത്, കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചാണ് കേട്ടത്. ഇവിടെയൊക്കെ നമ്മൾ പറയുന്നത് ഇത് നീ അറിയണം, ഇത് നീ അറിയണം എന്ന് പറഞ്ഞാൽ കേട്ടത്. ലോകത്തിൽ ഒരുവൻ നമ്മൾ യേശുക്രിസ്തു രക്ഷകനായി സ്വീകരിച്ചപ്പോൾ രാജ്യം മാറുകയായിരുന്നു. ലോകരാജ്യം ദൈവരാജ്യത്തിലേക്ക് മാറി. അതോടെ രാജാവും മാറി. പിശാച് എന്ന ആ ഭരണാധികാരിയുടെ കീഴിൽ നിന്ന് ദൈവം എന്ന സൽഗുണപൂർണനായ നമ്മുടെ അപ്പന്റെ ഭരണത്തിന്റെ കീഴിലേക്ക് നമ്മൾ വന്നു. അവിടുത്തെ ഭരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വയത്തിൽ പ്രവർത്തിക്കാൻ പറ്റുന്ന ഭരണമല്ല. അവിടുത്തെ ഭരണം എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ നിയമമാണ്. അതാണ് നമ്മുടെ ത്രിയേകത. അതായത് സ്വർഗസ്ഥ പിതാവ് തന്റെ ആത്മാവിനാൽ തന്റെ മക്കളിൽ പ്രവർത്തിക്കുന്നു. ഇതിനെ കുറിച്ച് കൂടുതൽ നമുക്ക് അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും ദൈവം അനുവദിക്കുക. അപ്പോ ഈ സിസ്റ്റത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് പാപം ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലേക്ക്, 1 യോഹന്നാൻ 3:9 പറയുന്ന പോലെ ദൈവം ജനിച്ചും പാപം ചെയ്യുന്നില്ല. കാരണം എന്താണ്? ദൈവത്തിന്റെ വിത്തവന് കിടക്കുന്നു. അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ദൈവത്തിൽ നിന്നാണ് അവൻ ആരംഭിക്കുന്നത്. അതുകൊണ്ട് അവന് പാപം ചെയ്യാൻ കഴിയത്തില്ല. പക്ഷെ ലോകത്തിലുള്ള നമുക്ക് ജഡത്താൽ ജനിച്ചവർക്ക് നന്നായിട്ട് പാപം ചെയ്യാൻ കഴിയും. കാരണം അവരാരംഭിക്കുന്ന ദൈവത്തിൽ നിന്നല്ല, അവരാരംഭിക്കുന്ന അവരുടെ സ്വയത്തിൽ നിന്നാണ്. അപ്പൊ അതിനെ തടയാനാണ് ന്യായപ്രമാണവും പ്രവാചകന്മാരും ഒക്കെ ദൈവം തന്നെ കൊടുത്തത്. എന്നാൽ നമ്മുടെ രാജ്യം മാറ്റി. ഒരു ക്രിസ്തുവിലായാൽ അവർ പുതിയ സൃഷ്ടിയായി, അവന്റെ അസ്തിത്വം മാറി. അപ്പൊ ഇന്ന് നമ്മൾ കേട്ടു നമുക്ക് 2 അസ്തിത്വമുണ്ട്. ഒന്ന് വീണുപോയ മനുഷ്യന്റെ അസ്തിത്വം, പഴയ മനുഷ്യൻ, പിന്നെ പുതിയ മനുഷ്യന്റെ അസ്തിത്വം. ആ പുതിയ മനുഷ്യനാണ് ദൈവപുത്രൻ. അവൻ ദൈവാനുരൂപനാണ്, ക്രിസ്താനുരൂപനാണ്. അപ്പോ ഈ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങൾ, ഈ വചനത്തിലെ അത്ഭുതങ്ങളൊക്കെ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ സൂക്ഷിക്കുക. എന്നിട്ട് ഇത് നമ്മുടെ ജീവിതത്തിൽ വരണമെങ്കിൽ എന്ത് വേണമെന്നല്ലേ? ഒന്ന്, നമ്മളിത് അറിയണം. അതാണ് ആദ്യം വേണ്ടത്. പരിജ്ഞാനത്തെ പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യൻ. 2, ഇത് നടപ്പിലാക്കാൻ യേശുവെ അനുഗമിക്കണം. തുറിച്ചാൽ മാത്രം പോരാ, അനുഗമിക്കണം. അതൊക്കെ പുറകെ അതൊക്കെ മനസ്സിലാക്കാം. ദൈവം നമ്മളെ ഏവരെ സഹായിക്കട്ടെ. നമുക്ക് കണ്ണിലടയ്ക്കാം. കേട്ട വചനത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. താങ്ക് യു. സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ നായകനും ഞങ്ങളുടെ കൂട്ടവകാശവും ഒക്കെയായ യേശു ക്രിസ്തു പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. പിതാവേ, അങ്ങയുടെ ജ്ഞാനികൾക്കും വിവേകികൾക്കും ഒക്കെ മറച്ചു വെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതുകൊണ്ട് ഞാൻ അങ്ങയെ വാഴ്ത്തുന്നു. എന്റെ കർത്താവോട് ചേർന്ന് അപ്പാ ഞാനും അങ്ങയെ വാഴ്ത്തുന്നു, ഞങ്ങളും അങ്ങയെ വാഴ്ത്തുന്നു. ഒരർഹതയുമില്ലാത്ത സ്ഥാനത്ത് ലോകം മുഴുവൻ എതിർക്കുമ്പോൾ അങ്ങീ അമൂല്യ നിധിയായ ദൈവരാജ്യത്തിലെ നിധികൾ ഞങ്ങൾക്ക് വെളിപ്പെടുത്തരുന്നതിനായി ഞങ്ങൾ നന്ദി പറയും. മനുഷ്യന്റെ ഇരട്ട അസ്തിത്വങ്ങളും, പഴയ മനുഷ്യനും പുതിയ മനുഷ്യനും, പഴയ മനുഷ്യനെ സൂക്ഷിക്കാനുള്ള ന്യായപ്രമാണവും, പുതിയ മനുഷ്യനെ വളർത്തുവാനുള്ള ആത്മാവിന്റെ പ്രമാണവും, ദൈവരാജ്യത്തിലെ കോൺസ്റ്റിറ്റ്യൂഷൻ, ആ ഭരണഘടന, ഇതൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നതിനായി നന്ദി. എന്റെ പ്രിയ നല്ല പിതാവേ, അതിനായി അങ്ങ് ഉപയോഗിച്ച ഈ ചാനലിനെ അങ്ങ് അനുഗ്രഹിച്ചിരിക്കുക. സ്തോത്രം. പ്രിയ നല്ല പിതാവേ, അങ്ങയുടെ അത്ഭുതകരങ്ങളിലേക്ക് ഇപ്പോഴും തുടർന്നും ഈ സന്ദേശം കേൾക്കുന്ന ഏവരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രിയ നല്ല നാഥ, അവരെല്ലാവരും അങ്ങയുടെ ആത്മാവിനെ ഉപദേശിക്കപ്പെട്ടവരും ക്രിസ്തുവിൽ പ്രവർത്തിച്ച അതേ ത്രിയേകത, അതേ ആത്മാവിന്റെ നിയമം ഈ മക്കളെല്ലാം പ്രവർത്തിക്കത്തക്കവണ്ണം അങ്ങടയാക്കണമെന്ന് പ്രാർത്ഥിക്കും. അവരുടെ അത്ഭുതകരങ്ങളിലേക്ക് മക്കളെയും അവരെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. ഇവരെല്ലാ ആവശ്യങ്ങളുടെ മേലും കൂട്ടായിരിക്കണമേ. സാമ്പത്തികമായ ആവശ്യങ്ങളുടെ മേൽ, ശാരീരികമായ ആവശ്യങ്ങളുടെ മേൽ, കുടുംബപരമായ ആവശ്യങ്ങളുടെ മേൽ, എല്ലാ ജോലി ബിസിനസ് മണ്ഡലങ്ങളുടെ മേലും അങ്ങയുടെ കരം കൂട്ടായിരിക്കണം. ആരെങ്കിലും ഹൃദയഭാരത്താൽ ഭാരപ്പെടുന്നുവെങ്കിൽ, ജഡത്തിന്റെ പ്രവൃത്തികളാൽ കീഴടക്കപ്പെടുന്നുവെങ്കിൽ അവരെയൊക്കെ അങ്ങ് വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങ് എനിക്ക് തന്ന സമാധാനവും എനിക്ക് തന്ന ഐശ്വര്യവും അനുഗ്രഹങ്ങളും ഇവരുടെ മേൽ കൽപ്പിക്കുന്നു. രോഗികളായിരിക്കുന്നവർ ഇപ്പോൾ രോഗമുള്ള കരങ്ങളെ വെച്ചാണ് യേശു ക്രിസ്തുവിന്റെ അടിപ്പണാൽ സ്വർഗത്തിലെ ഞങ്ങളുടെ അപ്പൻ ഞങ്ങൾക്ക് തന്ന സൗഖ്യം ഈ ജനത്തിന്റെ മേൽ കൽപ്പിക്കുന്നു. സൗഖ്യമുള്ളവരായി തീരട്ടെ, വേദന വിട്ടൊഴിഞ്ഞവരായി തീരട്ടെ, കൊട്ട വിട്ടൊഴിഞ്ഞവരായി തീരട്ടെ. ദൈവസമാധാനം നിങ്ങളെ നിറഞ്ഞ് കവിയുമാറാകട്ടെ. സർവമഹത്വം പിതാവി ഞങ്ങൾ അങ്ങേക്ക് തരുന്നു, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ദൈവത്തിലെ അവരെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ഇത്രത്തോളം ഞങ്ങളോട് കൂടെ ട്യൂൺ ചെയ്ത് എല്ലാവർക്കുമായി നന്ദി പറയുകയാണ്. പ്രിയ സഹോദരങ്ങളെ, കേട്ട വചനത്തിനായി ദൈവത്തിന് നന്ദി പറയുക.
സൗജന്യമായി ദൈവം തന്നു, സൗജന്യമായി കൊടുക്കുന്നു. പക്ഷേ ദൈവമാണ് തന്നത്. എല്ലാ മഹത്വവും ദൈവത്തിന് കൊടുക്കുക. ദൈവത്തിന് അവരെ സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. ദൈവം അനുവദിക്കുന്നെങ്കിൽ അടുത്ത സമയത്ത് നമുക്ക് വീണ്ടും കാണാം. ദൈവരോടും കൂട്ടായിരിക്കട്ടെ. പ്രത്യേകിച്ച് സാഹചര്യമുള്ള നന്ദി അറിയിക്കുകയാണ്. ദൈവത്തിന്റെ ചിന്തകള് ദൈവജനത്തിലെത്തിപ്പാൻ കാണിക്കുന്ന ഉത്സാഹത്തിനായി ദൈവം അനേക പ്രതിഫലങ്ങൾ ആത്മാവിലും മാനസികമായി ശാരീരികമായി ഒക്കെ തരുവാനായിട്ട് ഇടയാകട്ടെ. അനുഗ്രഹിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. ഓക്കെ, ഷാജി പാസ്റ്ററുള്ള നന്ദി അറിയിക്കുന്നു. ചില റേഞ്ചിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, അതാണ് ഞാൻ ഇടയ്ക്ക് ഡിസ്റ്റർബ് ചെയ്യാതിരുന്നത്, ഇന്റർഫിയർ ചെയ്യാറ്. അപ്പൊ എന്തായാലും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് വീണ്ടും നാളെ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് കാണാം. ദൈവം എല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.